Hi Vasangala, welcome to Xtopper Pala NEET Academy. நம்ம physics golden question series நம்ம இன்னைக்கு டிஸ்கஸ் பண்றது chapter motion in a plane. Motion in a plane ലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഫണ്ടമെന്റൽ ആയ വെക്ടറുടെ ഐഡിയ ഉണ്ട്. ആക്ച്വലി വെക്ടർ நம்ம இந்த ചാപ്റ്റർ ഡിസ്കസ് பண்றது കാരണം ഇത് കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ്. அதாவது வெக்டரோட ஐடியா தெரிஞ்சால் மட்டும் நம்ம முன்னாடி போகும்போது எல்லா சாப்டர்ஸ்லும் வெக்டர் குவாண்டிட்டிஸ் வருவாங்க, அவங்களோட அடிஷன் சப்ஸ்ட்ராக்ஷன் மல்டிப்ளிகேஷன் எல்லாம் வரும். ஸோ அதை டீல் பண்ணுறதுக்கு மட்டுமான இந்த சாப்டரில் வெக்டர் ஐடியா கொடுத்துருக்கு. இப்போ வெக்டர் ஆக்சுவலி ആ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ കേൾക്കുന്നതുക്കല്ല, നമ്മ ഫിസിക്സിൽ മറ്റ ചാപ്റ്റേഴ്സ് എല്ലാം ഡീൽ ചെയ്യുമ്പോൾ ഈ വെക്ടർ ക്വാണ്ടിറ്റീസ് വെക്ടറുടെ ഓപ്പറേഷൻസ് എല്ലാം തെരിയണം. ஸோ அதனால நீங்கள் അതൊരു ടൂൾ മട്ടുമാണ്, മാത്തമാറ്റിക്കൽ ടൂൾ മട്ടുമാണ് நம்ம ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് பண்ணுறதுக்குள்ள. ஸோ அதனால நீங்கள் அங்கே அதிகமாக ஃபோக்கஸ் பண்ணணும்னு அவசியம் இல்லை. ഈ ചാപ്റ്ററുടെ ഇൻറ്റൻഷൻ മൂന്ന് മോഷൻ നമുക്ക് പഠിക്കണം. 3 മോഷൻസ്. അതായത് ഒന്നാമത് മോഷൻ നമുക്ക് തരും. ഫസ്റ്റ് മോഷൻ റിലേറ്റീവ് മോഷൻ ഉണ്ട്. റിലേറ്റീവ് മോഷൻ റെഡി. അപ്പോൾ റിലേറ്റീവ് മോഷൻ വേണം. അപ്പുറം പ്രൊജക്ടൈൽ മോഷൻ വേണം. പ്രൊജക്ടൈൽ ക്ലിയർ. മൂന്നാമത് വിഷയം നമുക്ക് തരും, അതായത് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ. അപ്പോൾ ഈ 3 മോഷനാണ് പ്ലെയിനിൽ നടക്കുന്ന 3 മോഷൻസിന് എക്സാമ്പിൾ. ആ എക്സാമ്പിൾ 3 ഡിസ്കസ് பண்ணும்போது இந்த ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇനി റിലേറ്റീവ് മോഷനിലേക്ക് വന്നാൽ, റിലേറ്റീവ് മോഷനിൽ ആക്ച്വലി 3 കേസസ് ആണ് അധികവും നമ്മൾ ഫോക്കസ് பண்ணி പഠിക്കാൻ വേണ്ടിയത്. ഒന്ന്, റിലേറ്റീവ് മോഷനിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ വിഷയം ജനറൽ കേസസ് ഉണ്ട്. അപ്പോൾ ജനറൽ കേസസ് മീൻസ് ഒരു ബസ് ഈസ്റ്റിലേക്ക് പോകുന്നത്, ഇനിയൊരു ട്രെയിൻ നോർത്തിലേക്ക് പോകുന്നത്. ஸோ ட்ரெயினில் இருந்த ஒരാൾ ബസ് ഒബ്സർവ് பண்ணும்போது അതുപോലെ വെലോസിറ്റി വരും. അതേമാതിരിയുള്ള ജനറൽ കേസസ് ഉണ്ട്. ബട്ട് അതേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ വിഷയം അங்கே റിവർ മാൻ പ്രോബ്ലം ഉണ്ട്. റിവർ മാൻ പ്രോബ്ലം நம்ம சொல்லுவாங்க അല്ലേ, இல்லைன்னா ரிவர் போட்டு ப்ராப்ளம்னு சொல்லுவாங்க. அதே மாதிரி ரெயின் അംബർല പ്രോബ്ലം ഉണ്ട്. റെയിൻ അംബർല പ്രോബ്ലം. ഇതാണ് 3 സ്പെഷ്യലായി നമ്മൾ അങ്ങ് ഡീൽ பண்ண വിഷയങ്ങൾ. ഇനി പ്രൊജക്ടൈൽ മോഷനിലേക്ക് വന്നാൽ 2 മോഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ. അപ്പോൾ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈലിന് നമുക്ക് തരും ഇതാമാതിരി പ്രൊജക്ട് ചെയ്യുമ്പോൾ ബോഡി കീഴേക്ക് ഈ ഗ്രൗണ്ടിലേക്ക് വന്ന് വീഴുന്നത്. സോ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ. അതേമാതിരി ഇന്നൊന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ ഉണ്ട്. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന് ഏതാവത് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ഇരുന്ന് ഒരു ബോഡി ക്രോസ് ചെയ്താൽ അന്ന ബോഡി എന്നാകും ഇതേമാതിരി ഒരു മോഷനിലേക്ക് വരും. ദിസ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ. അപ്പോൾ ഈ ഡിസ്കഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ അധികം ഉള്ളത്. സോ ഇൻ ദ ഏരിയ, അതായത് എസ്പെഷ്യലി റിലേറ്റീവ് മോഷൻ, പ്രൊജക്ടൈൽ മോഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നല്ല ഫോക്കസ് பண்ணணும். ഈ സർക്കുലാർ മോഷനെ പുറത്ത് സർക്കുലാർ മോഷന്റെ ഫണ്ടമെന്റലായ, അതായത് യൂണിഫോം സർക്കുലാർ മോഷൻ மட்டும்தான் இந்த சாப்டர்ல அதிகവും ഡിസ്കഷൻ. மற்றபடி அதுக்கப்புறம் உள்ள இன்னும் கொஞ்சம் கேசஸ் நம்ம லோசோ மோஷன் டிஸ்கஸ் பண்ணுவாங்க, பேங்கிங் ஆஃப் ரோடு மாதிரி உள்ள. அதுக்கப்புறம் நான் யூனிஃபார்ம் சர்க்குலார் மோஷன் எக்ஸாம், அதாவது வெர்டிக்கல் சர்க்குலார் மோஷன் நம்ம அது எங்கே டிஸ்கஸ் பண்ணுவோம், ஒர்க் எனர்ஜி பவர் டிஸ்கஸ் பண்ணுவாங்க. അപ്പോൾ അധികവും ഇங்கே ഡിസ്കഷൻ പ്രൊജക്ടൈൽ ആൻഡ് റിലേറ്റീവ് മോഷൻ. ഈ സർക്കുലാർ മോഷന്റെ ഫണ്ടമെന്റലായ ഐഡിയ ഇங்கே ഉണ്ട്. അത് ഇന്നും ഡിസ്കഷൻ മറ്റ 2 ചാപ്റ്റേഴ്സിൽ വരുവാங்க. ஸோ நமக்கு கொஸ்டின்ஸ்லேக்கு போகலாம். கொஸ்டின்ஸ்லேக்கு போகும்போது நான் கொஸ்டின்ஸ் எக்ஸ்பிளைன் பண்ணும்போது அதுக்கு தேவையான மினிமம் தியரியும் எக்ஸ்பிளைன் பண்ணுவாங்க. ஸோ நம்ம கொஸ்டின்ஸ்லேக்கு போகலாம். ஸோ ஃபர்ஸ்ட் கொஸ்டின்லேக்கு வந்தால் இது வெக்டர் சம்பந்தப்பட்ட கொஸ்டின் வாசிக்கும் போதே கிடைக்குது. த ரிசல்டன்ட் ஆஃப் 2 ஃபோர்ஸஸ் ஹேஸ் மேக்னிറ്റ്യൂഡ്. 2 വെക്ടറുടെ റിസൾട്ടന്റ് കൊടുത്തിരിക്കും 20 ന്യൂട്ടൺ. വൺ ഓഫ് ദം ഹാസ് മാഗ്നിറ്റ്യൂഡ്. അതിൽ ഒന്നുകൂടെ മാഗ്നിറ്റ്യൂഡും അത് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് റിസൾട്ടന്റുമായി മേക്ക് പண்றது ആംഗിളും ഉണ്ട്. ഇതിന്റെ അതർ ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ നമുക്ക് தெரிஞ்ச விஷயம், ദിസ് ഈസ് എ വെക്ടർ എ ആയിരുന്നാൽ ഇത് വെക്ടർ ബി ആയിരുന്നാൽ ഈ വെക്ടറെ ഇങ്ങനെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്താൽ ദി റിസൾട്ടന്റ് ഈസ് ദ ഡയഗണൽ. ഈ റിസൾട്ടന്റ് ആയിരിക്കും എന്നത് ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം. ദിസ് റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. ഇനി നമുക്ക് தெரிஞ்ச വിഷയം ഓവർ ആംഗിൾ ഹിയർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് ബി. ആൻഡ് ഇങ്ങനെ അത് മറ്റുമില്ലാமல் ആൽഫ തരും. ഈ ആൽഫ തീറ്റ റിലേഷൻസ് തരും. അതേമാതിരി ഇതിയുടെ മാഗ്നിറ്റ്യൂഡ് 6 കണ്ടുപിടിക്കുന്ന റിലേഷൻ നമുക്ക് തരും. √(a² + b² + 2ab cos θ. ബട്ട് പ്രോബ്ലം என்ன, இந்த ഇക്വേഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്താലും ഡയറക്റ്റ് ആൻസർ കിടക്കുന്നതില്ല. അപ്പോൾ നിങ്ങൾ യോജിച്ച് പറഞ്ഞ ക്വസ്റ്റനിലേക്ക് വന്നാൽ ക്വസ്റ്റനിൽ കൊടുത്ത വിഷയം ഒരു വെക്ടറിന്റെ വാല്യൂ, ഫോർ എക്സാമ്പിൾ ഇത് വെക്ടർ എയുടെ വാല്യൂ കൊടുത്തെന്ന് വെച്ചാൽ ദിസ് വാല്യൂ ഈസ് 20√3. അതേമാതിരി റിസൾട്ടന്റും കൊടുത്തിരിക്കും. ദിസ് റിസൾട്ടന്റ് ആർ ഈസ് ഓൾസോ ഗിവൺ ആസ് 20 ന്യൂട്ടൺ. നമുക്ക് ഇങ്ങനെ കേട്ട കേൾവി ഈ വെക്ടർ ബി ദാ കണ്ടുപിടിക്കണം. ദിസ് വെക്ടർ ബി ഇങ്ങേന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ. സോ ദിസ് ഈസ് ദ ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം ആണ് റിസൾട്ടന്റ്. സോ ദിസ് ഈസ് എ റിസൾട്ടന്റ്. ഇതല്ലേ നമ്മൾ റിസൾട്ടന്റ്. ക്ലിയർ. അപ്പോൾ നമുക്ക് தெரிஞ்ச വിഷയം എന്താണ്, വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ബി നമുക്ക് தெரிஞ்ச വിഷയമാണ്. ഇനി ഇങ്ങനെ കൊടുത്ത തീറ്റ ഈസ് ആക്ച്വലി നോട്ട് ദിസ് തീറ്റ, ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് അല്ല,
ഇങ്ങനെ കൊടുത്ത തീറ്റ എന്നാ ഈ റിസൾട്ടന്റ് ആറും ഈ ഒരു വെക്ടറും മേക്ക് പண்றது ആംഗിൾ. അതായത് ഫോർ എക്സാമ്പിൾ ഈ വെക്ടർ എ ആയിരുന്നാൽ വെക്ടർ എയും വെക്ടർ ആറും മേക്ക് പண்றது ആംഗിൾ ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ദിസ് ഈസ് 30 ഡിഗ്രി. അതായത് നമ്മൾ തിയറിയെ പുറത്ത് ഈ ആൽഫയാണ് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ കൊടുത്തത്. அப்போ டைரக்டா எந்த ஃபார்முலா அப்ளை பண்ணாலும் கிடைக்கிறது இல்லை. நீங்க வேணும்னா சும்மா அப்ளை பண்ணி பாருங்க. பட் அதேக்க நல்ல பாருங்க r is equal to a plus b ன்னு தெரிஞ்சால் இங்கே நமக்கு வெக்டர் b கண்டுபிடிச்சால் வெக்டர் b is equal to வெக்டர் r minus வெக்டர் a. ഞാൻ ഇത് എഴുതിയത് കാരണം നമുക്ക് r വെക്ടർ தெரியும் a വെക്ടർ தெரியும். അപ്പോൾ ആക്ച്വലി ഇതൊരു വെക്ടർ സബ്സ്ട്രാക്ഷന്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ആച്ചു. അപ്പോൾ വെക്ടർ സബ്സ്ട്രാക്ഷനിലേക്ക് പോകുമ്പോൾ വെക്ടർ b is equal to വെക്ടർ r minus വെക്ടർ r minus വെക്ടർ a means വെക്ടർ ആറും വെക്ടർ എയും അതിന്റെ മാഗ്നിറ്റ്യൂഡ് தெரியும், ആംഗിൾ தெரியும். വെക്ടർ എ ഉണ്ട്, വെക്ടർ ആർ ഉണ്ട്, ആംഗിൾ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ്സ് தெரிஞ்சால் വാട്ട് ഈസ് ദ വെക്ടർ ബി எப்படி കണ്ടുപിടിക്കും? വെക്ടർ ബി കണ്ടുപിടിക്കുന്നதுக்கு വെക്ടർ ആർ മൈനസ് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ പോതും. അപ്പോൾ വെക്ടർ സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ രണ്ട് വെക്ടറുടെ സബ്സ്ട്രാക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് எப்படி കണ്ടുപിടിക്കും? രണ്ട് വെക്ടർ സബ്സ്ട്രാക്ട് ചെയ്താൽ വാട്ട് ഈസ് ദ റിസൾട്ട്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ. അപ്പോൾ എയും ബിയും വെക്ടേഴ്സ് ആയിരുന്നാൽ അതുടെ വെക്ടർ സബ്സ്ട്രാക്ഷൻ കണ്ടുപിടിച്ചാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ. ബട്ട് ഇங்கே വെക്ടേഴ്സ് അതെല്ലാം ആണ്, വെക്ടർ ആറും വെക്ടർ എയും ആണ്. സോ ഇங்கே എഴുതിയാൽ എவ்வளவு വരും? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2r into a into cos തീറ്റ. ഇங்கே തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ദിസ് ആംഗിൾ എவ்வளவு വരും? 30 ഡിഗ്രി தான் വരും. ദിസ് cos 30 എന്ന് വരുവാക്കി. അപ്പോൾ இங்கே எல்லா വാല്യൂസും ഉണ്ട്. நீங்கள் டைரக்டா இங்க சப்ஸ்டிட்யூட் பண்ணால் சால்வ் பண்ண முடியும். ஸோ r ஸ்கொயர் வேல்யூ 20 ஸ்கொயர் பிளஸ் 20 ரூட் 3 யோட ஸ்கொயர் மைனஸ் 2 into 20 into 20 root 3 into that is cos 30 is root 3 by 2 അല്ലെ cos 30 എന്ന് എഴുതാം. cos 30 യുടെ വാല്യൂ എவ்வளவு വരും? root 3 by 2 വരും. അപ്പോൾ ഞാൻ ഇതിന്റെ റിസൾട്ട് ഇങ്ങനെ മേലെ എഴുതാം. ഇങ്ങനെ എഴുതിയാൽ that is റിസൾട്ട് എவ்வளவு വരും? that is equal to അപ്പോൾ വെക്ടർ b യുടെ മാഗ്നിറ്റ്യൂഡ് ദാ കണ്ടുപിടിച്ചിട്ടിരിക്ക് റൂട്ട് ഓഫ് യെല്ലോ ടേമിൽ ഇങ്ങേയും 20 സ്ക്വയർ ഉണ്ട്, ഇങ്ങേയും 20 സ്ക്വയർ ഉണ്ട്, ഇങ്ങേയും 20 into 20 ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരു 20 സ്ക്വയർ പൊതുവായിട്ട് വെളി വെച്ചാൽ ഫസ്റ്റ് ടേമിൽ 1 ഉണ്ട്, സെക്കൻഡ് ടേമിൽ റൂട്ട് 3 യുടെ സ്ക്വയർ മീൻസ് 3 ഉണ്ട്, തേർഡ് ടേമിലേക്ക് വന്നാൽ cos 30. വാട്ട് ഈസ് cos 30? cos 30 ഈസ് റൂട്ട് 3 by 2 ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ 2 അങ്ങ് ക്യാൻസൽ ആവും, അല്ലെ ഓരോ 2 അങ്ങ് ക്യാൻസൽ ആവും. മീതി ഉള്ളത് ഇങ്ങനെ റൂട്ട് 3 into റൂട്ട് 3. റൂട്ട് 3 into റൂട്ട് 3 മീൻസ് 3. അപ്പോൾ ഇങ്ങനെ മൈനസ് 3 ഉണ്ട്. അപ്പോൾ ഇത് 3യും മൈനസ് 3യും പ്ലസ് 3യും ക്യാൻസൽ ആയി. അപ്പോൾ റൂട്ട് 20 സ്ക്വയർ ദാറ്റ് ഈസ് 20 ന്യൂട്ടൺ എന്ന ആൻസർ கிடைக்கும். അപ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂമറിക്കൽസ് கொஞ்சம் ஸ்பீடாയിട്ട് பண்ணியிருக்கு. அது உங்களுக்கு ഞാൻ பண்றதுல அதிக ஸ்பீடில் பண்ண முடியும். நீங்க வேணும்னா ஜஸ்ட் ஒரு தடவை கூட ஆன்சர் செக் பண்ணி பாருங்க. ஸோ இங்கே ஆப்ஷன் A is the right answer of this question. Question number 1 is clear. So going to the question number 2 ലേക്ക് വന്നാൽ 2 buses starts from rest from a bus stand with 10 km per hour 30 km per hour along a 2 tracks inclined at 60 degree. അപ്പോൾ രണ്ട് ബസ് ഒരു ബസ് സ്റ്റാൻഡ്, ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ ബസ് സ്റ്റാൻഡ് പി. ഇങ്ങനെ വരുന്ന ഒരു ബസ്, ആ ബസ്സിന് പറഞ്ഞാൽ എ എന്ന് കൂപ്പിടാം. അതിൻ്റെ സ്പീഡ് ക്വസ്റ്റനിൽ കൊടുത്തിട്ട് വാട്ട് ഈസ് സ്പീഡ്? 10 km per hour. രണ്ടാമതൊരു ബസ് അത് ആംഗിൾ 60 ഡിഗ്രിയിൽ സ്റ്റാർട്ട് പண்றது. സോ അതിൻ്റെ വാല്യൂ ബസ് ബി എന്ന് കൂപ്പിട്ടാൽ അതിൻ്റെ വാല്യൂ 30 km per hour. ഇനി കേട്ട കേൾവി എന്നതാണ്? ആഫ്റ്റർ 12 മിനിറ്റ്സ്ക്ക് അപ്പുറം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ യോസിച്ചു പാരുங்க, ഈ രണ്ട് ബസ്സും മൂവ് ചെയ്യും. 12 മിനിറ്റ്സിൽ ഈ ബസ് ഈ ഒരു ഡിസ്റ്റൻസ് മൂവ് பண்ணலாம், ഈ ഒരു ബസ് ഈ ഒരു ഡിസ്റ്റൻസ് മൂവ് பண்ணலாம். അപ്പോൾ നമുക്ക് കൊഞ്ചം ടൈംക്ക് അപ്പുറം பார்த்தாൽ ഈ രണ്ട് ബസ്സും ഫസ്റ്റ് ബസ് ഇതാണ് പോയിന്റ് പിയിലിരുന്ന് ഒരു സംതിങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. നമുക്ക് വേണം ആ ഡിസ്റ്റൻസ് എക്സ് എ എന്ന് കൂപ്പിടാം. അത് എപ്പടി കണ്ടുപിടിക്കും? ബസ് എയുടെ വെലോസിറ്റി ഉണ്ട്, ടൈം ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ முடியும். അതേമാതിരി രണ്ടാമത്തെ ബസ്, ഈ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ഇതേമാതിരി കണ്ടുപിടിക്കണം. അത് എക്സ് ബി എന്ന് കൂപ്പിട്ടാൽ അതിൻ്റെ വാല്യൂ വി ബി ഇൻറ്റു ടി ആയിരിക്കും. ഈ രണ്ട് വാല്യൂസും ക്വസ്റ്റ്യനിലുണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് എക്സ് എയും എക്സ് ബിയും കിടക്കും. അപ്പോൾ ജസ്റ്റ് സോൾവ് ചെയ്യാം. വാട്ട് ഈസ് വി എ? അത് 10 km per hour ആണ്. സോ അതിനെ മാറ്റണം. ബട്ട് പാരെങ്കിൽ ഓപ്ഷൻസ് എല്ലാം കിലോമീറ്ററിൽ, അപ്പോൾ അതിനെ മാറ്റം വേണം. 10 km ഇൻറ്റു ടൈം ഉള്ളത് മിനിറ്റ്സിലാണ്. അപ്പോൾ അത് ഞാനെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് പണത് കിലോമീറ്റർ per hour അല്ല. സോ അതിനാൽ ടൈമും അവറിൽ ഇതാ സബ്സ്റ്റിറ്റ്യൂട്ട് പണം. അപ്പോൾ അവറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് 12 മിനിറ്റ്സ് മീൻസ് 12/60 അവർ എന്ന് കിടക്കും. അതേമാതിരി നമുക്ക് എക്സ് ബിയും കണ്ടുപിടിക്കാം. എക്സ് ബി കണ്ടുപിടിച്ചാലും ആക്ച്വലി ഈ എക്സ് ബി കണ്ടുപിടിച്ചാലും വാട്ട് ഈസ് റിസൾട്ട്? ഫിസിക്കൽ വി ബി ഈസ് 30, ടൈം മറുപടിയും 12/60 എന്ന് കിടക്കും. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ ഇങ്ങനെ 0 0 ക്യാൻസൽ ആവും. 12/6 ഈസ് 2 km എന്ന് കിടക്കും.
ഇങ്ങനെയും 0 0 ക്യാൻസൽ ആവും, 3യും 6ഉം കട്ട് ചെയ്തില്ലെങ്കിൽ 2 വരും. 12/2 ഈസ് 6 കിലോമീറ്റർ. അപ്പൊ നമുക്ക് രണ്ട് ബസ്സുടെയും, ബസ് എയുടെയും ബസ് ബിയുടെയും ഡിസ്പ്ലേസ്മെന്റ്സ് കിടച്ചെടുക്കും. പാരുങ്ക ദിസ് ഈസ് ദ എയുടെ ഡിസ്പ്ലേസ്മെന്റ്, ഇത് ബിയുടെ ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് എന്നത് വേണം? ആഫ്റ്റർ എ ടൈം അവങ്ങൾ സെപ്പറേഷൻ വേണം. സെപ്പറേഷൻ മീൻസ് ഈ ഒരു ഡിസ്റ്റൻസ് தான் നമുക്ക് വേണം, ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പൊ ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് തെരിഞ്ഞാൽ പാരുങ്ക ഇങ്ങനെ ആക്ച്വലി നമുക്ക് തെരിഞ്ഞ വിഷയം ഇത് ഡയഗണൽ ആയിട്ട് യോജിച്ചാൽ, ഇത് പാരലോഗ്രാം ആയിട്ട് യോജിച്ചാൽ ദിസ് ഡയഗണൽ, ഈ ഒരു ഫസ്റ്റ് ഡയഗണൽ ഗീവ്സ് എക്സ് എ പ്ലസ് എക്സ് ബി അല്ലെ. ഫസ്റ്റ് ഡയഗണൽ ഗീവ്സ് എക്സ് എ പ്ലസ് എക്സ് ബി. എന്നാൽ പറയാം നമുക്ക് അതല്ല തേവപ്പെട്ടത്. നമുക്ക് തേവപ്പെട്ട വിഷയം ഈ ഒരു സെക്കൻഡ് ഡയഗണലാണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് തേവപ്പെടും. വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് തേവപ്പെട്ടാൽ നമുക്ക് തെരിഞ്ഞ വിഷയം ഫസ്റ്റ് ഡയഗണൽ എ പ്ലസ് ബി തരുവാങ്ക, സെക്കൻഡ് ഡയഗണൽ എ മൈനസ് ബി. അപ്പൊ നമുക്ക് തേവപ്പെട്ട ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതൊക്കെ സെക്കൻഡ് ഡയഗണൽ കണ്ടുപിടിക്കണം. അപ്പൊ സെക്കൻഡ് ഡയഗണൽ കണ്ടുപിടിക്കുന്നത് വെക്ടറിന്റെ ഐഡിയ യൂസ് ചെയ്താൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഡയഗണൽ, ദ മെയിൻ ഡയഗണൽ ഗീവ്സ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആൻഡ് ദ സെക്കൻഡ് ഡയഗണൽ ഗീവ്സ് വെക്ടർ എ മൈനസ് വെക്ടർ ബി. സോ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ സെക്കൻഡ് ഡയഗണൽ ദാ വേണം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എക്സ് എ മൈനസ് എക്സ് ബി. അതോടെ മാഗ്നറ്റ്യൂഡ് പോതും വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ രണ്ട് വെക്ടറുടെ സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ അതിന്റെ മാഗ്നറ്റ്യൂഡ് എപ്പടി കണ്ടുപിടിക്കും? നമ്മൾ ഇപ്പോൾ സോൾവ് പണ്ണതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ. സോ എക്സ് എയുടെ വാല്യൂ ദാറ്റ് ഈസ് 2 സ്ക്വയർ പ്ലസ് എക്സ് ബിയുടെ വാല്യൂ 6 സ്ക്വയർ മൈനസ് 2 into 6 into cos തീറ്റ. cos തീറ്റ ഈസ് cos 60. ഈ ആംഗിൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുക 60 എന്ന്, cos 60 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് 2 സ്ക്വയർ 4, 6 സ്ക്വയർ 36 മൈനസ് 2 into 6 into cos 60. Cos 60 is actually 1/2. 2 cancel ആയാൽ മീതി ഉള്ളത് ഇങ്ങനെ 2 into 6 എന്ന് വരും 12. It is 36 plus 40. Sorry, 36 plus 4 40. 40 minus 12 is 28. അപ്പോൾ റൂട്ട് 28 is the answer. ഓപ്ഷനിൽ റൂട്ട് 28 ഇല്ല. സോ ഇതിനെ മാറ്റി എഴുതിയാൽ റൂട്ട് ഓഫ് 4 into 7 എന്ന് എഴുതിയാൽ പോകും. It is റൂട്ട് 4 is 2 root 7 കിലോമീറ്റർ എന്ന് ആൻസർ കിടക്കും. 2 root 7 കിലോമീറ്റർ അല്ലെങ്കിൽ 2 root 7 കിലോമീറ്റർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? നല്ല ക്വസ്റ്റ്യൻ. കാരണം ഇങ്ങനെ ഡയറക്റ്റ് ആവില്ല, നമ്മൾ പഠിച്ച തിയറി ഇങ്ങനെ ഡയറക്റ്റ് വന്നിരിക്ക്. ഇനി ഇത് തെരിയാത്തങ്ങളെ പുറത്ത് എന്ത് റിസ്കും ഇല്ല. വെക്ടർ എയും വെക്ടർ ബിയും പാരലോഗ്രാം വഴി ആഡ് ചെയ്താൽ അതോടെ മെയിൻ ഡയഗണൽ ഗീവ്സ് എ പ്ലസ് ബി ആൻഡ് സെക്കൻഡ് ഡയഗണൽ ഗീവ്സ് എ മൈനസ് ബി. ദാറ്റ് ഈസ് ഐഡിയ അപ്ലൈഡ് ഹിയർ. So going to the question number 3, two forces each numerically equal 10 Newton are acting as shown in the figure. Resultant കണ്ടുപിടിക്കണം. സോ ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് വെക്ടർ, ദിസ് ഈസ് ദ സെക്കൻഡ് വെക്ടർ. ബട്ട് പാരുങ്ക ഇവങ്ങളുടെ ഡിറക്ഷൻ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് വെക്ടറിന്റെ ഡിറക്ഷൻ ദിസ് ഈസ് ദ ഡിറക്ഷൻ 10 Newton. സെക്കൻഡ് വെക്ടർ ആക്ച്വലി ഇത് ഡിറക്ഷൻ കിടയാത്. അക്കോർഡിംഗ് ടു ഫിഗർ ദിസ് ഈസ് ദ ഡിറക്ഷൻ. അപ്പൊ ഡിറക്ഷൻ ഇങ്ങനെ വന്നു. അപ്പൊ ഡിറക്ഷൻ അപ്പോൾ വന്നാൽ നമുക്ക് തരും ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവങ്ങളുടെ ടൈല് ഒരേ മാതിരി കൊണ്ടുവരണം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വെക്ടർ, ദിസ് ഈസ് ദ സെക്കൻഡ് വെക്ടർ. സോ ക്വസ്റ്റനിൽ കൊടുത്ത വിഷയം ആംഗിൾ ഏത് ആംഗിൾ ഇതാ കൊടുത്തിരിക്കും. ഈ ഒരു ആംഗിൾ ഇതാ ക്വസ്റ്റനിൽ 60 ഡിഗ്രി എന്ന് കൊടുത്തിരിക്കും. നമുക്ക് ഏത് വേണം? ഇൻ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് വേണം. സോ ദിസ് ഈസ് 10 Newton. അപ്പൊ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരുന്നാൽ മീതിയുള്ള ഈ ആംഗിൾ ആക്ച്വലി 120 ഡിഗ്രി വരുവാണ്. അപ്പൊ നമുക്ക് തെരിഞ്ഞ വിഷയം എന്താണ്? രണ്ട് വെക്ടേഴ്സ് അവങ്ങളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരുന്നാൽ അവങ്ങൾക്കിടയിൽ ആംഗിൾ 120 ഡിഗ്രി ആയിരുന്നാൽ ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് കിടക്കും. ആംഗിൾ 120 ഡിഗ്രി ആയിരുന്നാൽ റിസൾട്ടന്റ് എവിടെ വരും? ഇഫ് ദ ആംഗിൾ ഈസ് 120 ഡിഗ്രി ബിക്കം ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ റിസൾട്ടന്റ് ആക്ച്വലി എന്നതെന്ന് കിടക്കും 10 Newton എന്ന് കിടക്കും. ബസ് റിസൾട്ടന്റ് ആക്ച്വലി എവിടെ കിടക്കും? 10 Newton. നമുക്ക് തെരിഞ്ഞ വിഷയം എന്താണ്? അതായത് രണ്ട് വെക്ടേഴ്സ് അതോടെ മാഗ്നിറ്റ്യൂഡ് സെയിം, ആംഗിൾ 120 ഡിഗ്രി വന്നാൽ റിസൾട്ടന്റ് സെയിം വാല്യൂ ഇതാ കിടക്കും. ഇനി രണ്ട് വെക്ടേഴ്സ് ഈക്വൽ അവങ്ങളുടെ ആംഗിൾ 90 ഡിഗ്രി വന്നാൽ അവരുടെ റിസൾട്ടന്റ് റൂട്ട് 2f എന്ന് കിടക്കും. കറക്റ്റ്. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ദിസ് ഈസ് എഫ്, ഇത് എഫ് ആണ്. ആംഗിൾ 90 ഡിഗ്രി വന്നാൽ റിസൾട്ടന്റ് റൂട്ട് 2f എന്ന് കിടക്കും. സെയിം വെക്ടേഴ്സ് എഫ്, ഇതിന്റെയും എഫ് എന്ന് വാല്യൂ കിടച്ച് ആംഗിൾ ഒരു 60 ഡിഗ്രി എന്ന് വെച്ച് നോക്കും. ആംഗിൾ ഒരു 60 ഡിഗ്രി ആയിരുന്നു. ഇവിടെ ആംഗിൾ ആക്ച്വലി 60 ഡിഗ്രി. ഞാൻ ഒരു തടവ് കൂടെ വരയിലാം. ദിസ് ഈസ് 90 ആയി പോച്ചു. അപ്പോൾ ഇതിന്റെ ആംഗിൾ എഫ് രണ്ട് വെക്ടേഴ്സ് ഈക്വൽ. ആംഗിൾ 60 ഡിഗ്രി വന്നാൽ നമുക്ക് തരും ഇതിന്റെ റിസൾട്ടന്റ് ആക്ച്വലി റൂട്ട് 3f എന്ന് വരും. ക്ലിയർ? അപ്പൊ വെക്ടേഴ്സ് ഈക്വൽ ആവണം, ആംഗിൾ ഇതേമാതിരി വന്നിട്ട്. അപ്പൊ ജനറൽ ആയിട്ട് വെക്ടേഴ്സ് ഈക്വൽ ആയിരുന്നാൽ എല്ലായിടത്തും
R எப்படி கண்டுபிடிக்கும்? வெக்டர்ஸ் ஈக்குவலா இருந்தால் டைரக்ட் ஃபார்முலா அப்ளை தான் போதும். 2a cos theta by 2 അല്ലേ 2a cos theta by 2 അപ്ലൈ ചെയ്താലും പോതും. ക്ലിയർ? വെക്ടേഴ്സ് ഈക്വൽ ആയിരുന്നാൽ പറ്റും. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റനിലേക്ക് അപ്ലൈ ചെയ്ത് പാരുங்க. ഈ ക്വസ്റ്റനിൽ a മീൻസ് 10 ന്യൂട്ടൺ ആണ്. അപ്പോൾ എങ്കിൽ അപ്ലൈ ചെയ്താൽ ആക്ച്വലി 2 into 10 into cos theta. തീറ്റ എവിടെയാണ്? 120 ആണ്. 120 by 2 മീൻസ് cos 60. cos 60 is 1 by 2. സോ 2 ക്യാൻസൽ ആയി 10 ന്യൂട്ടൺ എന്ന് കിടക്കും. അത് ഓൾറെഡി നമുക്ക് കിടച്ച വാല്യൂ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇത് ബേസിക് ആയ ഐഡിയ ആണ്. ഇതിൽ പെരുസായതുമേ ഇല്ല. ബട്ട് ഒരേ ഒരു വിഷയം மட்டும் ഗവനിക്കണം. ഇങ്ങനെ വെക്ടേഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ പ്ലേസിംഗ് കറക്റ്റ് ആയിട്ട് ഗവനിക്കണം. ഇങ്ങനെ ആംഗിൾ 60 ഡിഗ്രി അല്ല, ഒറിജിനൽ ആംഗിൾ എவ்வளோ വരും? 120 ഡിഗ്രി தான் വരും. അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. അவ்வளோதான். സോ ക്വസ്റ്റ്യൻ നമ്പർ 3 ഓക്കെ ആയിരുന്ന 4ലേക്ക് വരാം. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് എ ഡിറക്ഷൻ. ഒരു ക്വാണ്ടിറ്റിക്ക് ഡിറക്ഷൻ ഉണ്ട്, அதோட மீனிங் மஸ்ட் பி வெக்டர்னு சொல்ல முடியாது. காரணம் உங்களுக்கு தெரியும், கரண்ட் டிரெக்ஷன் உண்டு, பட் கரண்ட் இஸ் எ ஸ்கேலார். அப்ப டிரெக்ஷன் இருந்தால் வெக்டர்னு சொல்ல முடியாது. ஒரு வெக்டர் குவாண்டிட்டி மீன்ஸ் அதுக்கு மேக்னிറ്റ്യൂഡ് വേണം, ഡിറക്ഷൻ വേണം, ലോ ഓഫ് വെക്ടർ അഡിഷൻ ഒബേ பண்ணணும். அப்போ இங்கே கரண்ட் மேக்னிറ്റ്യൂഡ് ഉണ്ട്, ഡിറക്ഷൻ ഉണ്ട്, ബട്ട് ലോ ഓഫ് വെക്ടർ അഡിഷൻ ഒബേ பண்ண மாட்டேன். സോ കറണ്ട് ഡിറക്ഷൻ ഉണ്ട്, ബട്ട് അത് സ്കെയിലാർ தான். അപ്പോൾ ഡിറക്ഷൻ ഉള്ള എല്ലാ ക്വാണ്ടിറ്റീസും മസ്റ്റ് ബി വെക്ടർ എന്നുള്ളത് തപ്പാണ്. മേ ബി വെക്ടർ ആവില്ല, അത് കറക്റ്റ് ആണ്. മേ ബി ബോത്ത് സ്കെയിലാർ ആൻഡ് വെക്ടർ എന്നും சொல்ல முடியாது. സോ നോൺ ഓഫ് ദി അബവ്. ഓപ്ഷൻ മാക്സിമം ഇங்கே കറക്റ്റ് ആൻസർ എന്നത് പറ്റുവാണ്. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ക്ലിയറോ? റെഡി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് വന്നാൽ, ഇഫ് ദ വെക്ടർ, രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ഇതൊരു വെക്ടർ ഇന്നൊരു വെക്ടർ, ദേ ആർ പെർപെൻഡിക്കുലർ ടു ഇത്, രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ. ദ വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തെരിഞ്ഞ വിഷയം, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയിരുന്നാൽ ആ വെക്ടേഴ്സിന്റെ എ ക്രോസ് ബി കണ്ടുപിടിച്ചാൽ എவ்வளவு கிடைக்கும்? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ. അപ്പോൾ എ ക്രോസ് ബി അല്ല എ ഡോട്ട് ബി പാരുங்க. എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട്. അപ്പോൾ ഇങ്ങനെ എ ഡോട്ട് ബി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എ ഡോട്ട് ബി കണ്ടുപിടിച്ചാൽ വാട്ട് ഈസ് എ ഡോട്ട് ബി? അത് എ ബി കോസ് തീറ്റ എന്ന് വരും. ആംഗിൾ പെർപെൻഡിക്കുലർ മീൻസ് 90 ഡിഗ്രി. അപ്പോൾ എ ബി കോസ് 90യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എ ഡോട്ട് ബി എന്നതായിരിക്കും 0. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്നാൽ കണ്ടിപ്പാ അവങ്ങളുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. സോ ഇങ്ങനെ നമ്മൾ അത് ചെക്ക് ചെയ്താൽ, ഇങ്ങനെ ഫസ്റ്റ് വെക്ടർ 4i plus 4j plus 6k, ആ വെക്ടർ എ വെക്ടർ ആയിട്ട് പോട്ടാൽ അതുടെ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് നെക്സ്റ്റ് വെക്ടർ 4i plus xj minus 4k. ഇത് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എவ்வளவு கிடைக்கும்? 0 தான் கிடைக்கும். അപ്പോൾ ആക്ച്വലി ഡോട്ട് പ്രോഡക്റ്റ് എപ്പടി എടുക്കും? അത് ഐയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ பண்ணணும், ജെയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ பண்ணணும், കെയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ பண்ணணும். അപ്പോൾ എല്ലോ അവിടെ ഇங்கே ഐയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 into 4 that is 16 പ്ലസ് ഇനി ജെയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 4x, കെയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 into minus 4, ഇത് 4 ആണ്. അപ്പോൾ 6 into minus 4 means 24 is equal to 0. ஸோ இங்கேருந்து ஆக்சுவலி 64ம் கட் பண்ண முடியாது, மைனஸ் இதில் -24 ഉണ്ട്, 64 ഉണ്ട്, -8 എന്ന് கிடைக்கும். അപ്പോൾ 4x is equal to +8 എന്ന് கிடைக்கும். സോ x is equal to 8/4 that is 2 എന്ന് கிடைக்கும். സോ എക്സിന്റെ വാല്യൂ கிடைச்சிருக்கு, that is 2. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് വന്നാൽ, വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ പി ക്രോസ് ക്യൂ ആൻഡ് പി പ്ലസ് ക്യൂ? നമ്മൾ തെരിഞ്ഞ വിഷയമാണ്. ഒരു വെക്ടർ ഇങ്ങനെ വെക്ടർ പി ഉണ്ട്, ഈ വെക്ടർ ക്യൂ ഉണ്ട്, ദിസ് ഈസ് വെക്ടർ ക്യൂ. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് തെരിയും ഇതിന്റെ റിസൾട്ട് എന്നതാ ഇങ്ങതാ വരും. ദിസ് ഈസ് ദ വെക്ടർ ആർ. അപ്പൊ രണ്ട് പിയും ക്യൂവും രണ്ട് വെക്ടേഴ്സും കോപ്ലാർ വെക്ടേഴ്സ്. കോപ്ലാർ മീൻസ് രണ്ടും ഒരേ പ്ലെയിനിൽ ഇതായിരിക്കും. അപ്പൊ ഞാൻ ഈ ഇപ്പോൾ വരഞ്ച പ്ലെയിൻ, ഈ ഒരു ടാബിൽ ഞാൻ വരഞ്ചെടുക്കും. അപ്പൊ വരയുമ്പോൾ രണ്ട് പിയും ക്യൂവും ഈ സ്ക്രീനിൽ ഇതായിരിക്കും. സോ വെക്ടർ ആറും സ്ക്രീനിൽ ഇതായിരിക്കും. അപ്പോൾ അതാണ് അതിന്റെ ഐഡിയ. ഇനി പി ക്രോസ്, വാട്ട് ഈസ് പി ക്രോസ് ക്യൂ? പി ക്രോസ് ക്യൂ മീൻസ് പി ക്രോസ് ക്യൂയുടെ ഡിറക്ഷൻ എപ്പടി വരും? പെർപെൻഡിക്കുലർ ടു പി. അപ്പൊ ഇത് പി ക്രോസ് ക്യൂയുടെ റിസൾട്ട് എങ്ങനെ വരും? പെർപെൻഡിക്കുലർ ടു പി ആൻഡ് ക്യൂ. അതായത് ഇപ്പൊ പി ക്രോസ് ക്യൂ കണ്ടുപിടിക്കുന്ന നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്താൽ പിന്ന് ക്യൂവിലേക്ക് ക്രോസ് ചെയ്യണം. പിന്ന് ക്യൂവിലേക്ക് ക്രോസ് ചെയ്താൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് പി വെക്ടർ, ദിസ് ഈസ് എ ക്യൂ വെക്ടർ. അപ്പൊ എനിക്ക് പി ക്രോസ് ക്യൂ തേവപ്പെട്ടാൽ കേൾ ചെയ്യണം. പി ടു ക്യൂവിലേക്ക് കേൾ ചെയ്താൽ തമ്പ് ഗീവ്സ് ഡയറക്ഷൻ. അപ്പൊ ഔട്ട്വേർഡ് ഇതാ വരും. അപ്പൊ ഇങ്ങനെ പി ക്രോസ് ക്യൂ ഡയറക്ഷൻ, പി ക്രോസ് ക്യൂ കണ്ടുപിടിച്ചാൽ ഔട്ട്വേർഡ് വരും. പി ക്രോസ് ക്യൂ കണ്ടുപിടിച്ചാൽ, ഇനി ക്യൂ ക്രോസ് പി കണ്ടുപിടിച്ചാൽ, ക്യൂ ക്രോസ് പി കണ്ടുപിടിച്ചാൽ അത് ഇൻവേർഡ് ഇതാ വരും. അപ്പൊ ക്യൂ ക്രോസ് പി ആയിരുന്നാൽ ഇൻവേർഡ് വരും. നമുക്ക് തെരിഞ്ഞ വിഷയമാണ്. അപ്പൊ ഏതാണെന്നെങ്കിൽ അതൊന്നും അല്ല കേൾവി. കേൾവി എന്താണ്? ഈ പി ക്രോസ് ക്യൂവും
പി പ്ലസ് ക്യൂവിൻ്റെയും അതിൻ്റെയും റിസൾട്ടന്റിന്റെ ആംഗിൾ ഏത് വരുമെന്നാണ്. தெரிஞ்ச விஷயம் தானே. കാരണം പി ക്രോസ് ക്യൂ എങ്കേതാ ഇருக்கு, പി ക്രോസ് ക്യൂ പെർപെൻഡിക്കുലറാ. അതിനാൽ ഈ പി പ്ലസ് ക്യൂ ഇങ്കേതാ ഇருக்கு, ദിസ് ഈസ് എ പി പ്ലസ് ക്യൂ അല്ലെ. ആർ ഇസ് ഈക്വൽ ടു ദിസ് ഈസ് ദ പി പ്ലസ് ക്യൂ. അപ്പോൾ പി പ്ലസ് ക്യൂ ഇங்கே அதுக்கு പെർപെൻഡിക്കുലർ ആയി ആരുണ്ട്, പി ക്രോസ് ക്യൂ ഉണ്ട്. സോ ദ ആംഗിൾ ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നാ വരുവാങ്ക. സോ 90 ഡിഗ്രി മീൻസ് അക്കോർഡിംഗ് ടു ഓപ്ഷൻ ഏത് വരും, പൈ ബൈ 2 അല്ലെ. 90 ഡിഗ്രി മീൻസ് പൈ ബൈ 2 എന്നും சொல்ல முடியும். സോ 6 ഓക്കെ ആയിരുന്നാൽ 7ലേക്ക് വരാം. 7ലെ ക്വസ്റ്റ്യൻ, ഫോളോയിങ് സെറ്റ്സ് ഓഫ് 3 ഫോഴ്സസ് ആക്ട് ഓൺ എ ബോഡി ഹൂസ് റിസൾട്ടന്റ് ക്യാൻ നോട്ട് ബി 0. റിസൾട്ടന്റ് 0 ആകാതെ. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്താൽ ഇங்கே ഇവിടെ 2 വെക്ടേഴ്സ് 10ഉം 10ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് தெரிஞ்ச വിഷയം, ഇപ്പോൾ 2 വെക്ടേഴ്സ് എയും ബിയും 2 വെക്ടേഴ്സ് ആയിരുന്നാൽ ഇതിന്റെ മാക്സിമം എ പ്ലസ് ബി ആയിരിക്കും അല്ലേ. ഇനി ഇതിന്റെ മിനിമം വാല്യൂ ഈസ് എ മൈനസ് ബി. നമുക്ക് தெரிஞ்ச വിഷയമാണ്. അതോടെ മീനിങ് എന്താണ്, ഈ റിസൾട്ടന്റ് 6 കണ്ടുപിടിച്ചാൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി കണ്ടുപിടിച്ചാൽ ഇതിന്റെ വാല്യൂ എപ്പോഴും എ മൈനസ് ബിക്കും എ പ്ലസ് ബിക്കും, അതായത് മിനിമം വാല്യൂവിനും മാക്സിമം വാല്യൂക്കും ഇടയിൽ தான் വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാരുங்க, ഞാൻ ഈ ഫസ്റ്റ് ഓപ്ഷൻ പാരുங்க. ഫസ്റ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് വെക്ടർ 10 ആണ്, സെക്കൻഡ് വെക്ടർ 10 ആണ്. അപ്പോൾ ഇതിന്റെ മാക്സിമം വാല്യൂ 20 വരും. ഇനി ഇതിന്റെ മിനിമം വാല്യൂ 0 വരും. 10 മൈനസ് 10 0 വരും. ഇനി ഈ 2 വെക്ടേഴ്സിനായിരുന്നു ഫോർ എക്സാമ്പിൾ ഇത് 10 ന്യൂട്ടൺ, ഇത് ഒരു 10 ന്യൂട്ടൺ, അതിന്റെ ആംഗിൾ 60 ഡിഗ്രി വന്നാൽ അതിന്റെ വാല്യൂ √3 10 വരും. അപ്പൊ √3 10 0ക്കും 20ക്കും ഇടയിൽ. അപ്പൊ എപ്പോഴും റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ് ഇതിന്റെ മിനിമത്തുടെയും മാക്സിമത്തുടെയും ഇടയിൽ വരും. മാക്സിമം വരലാം, മിനിമം വരലാം, അതുക്കിടയിൽ എന്താ വാല്യൂ അലൗഡ് தான். അപ്പൊ ഇങ്ങനെ കൊടുത്ത ക്വസ്റ്റ്യൻ ക്യാൻ നോട്ട് ബി 0 എന്നാണ്. അപ്പൊ 0 ആകാതെ. അപ്പൊ ഓപ്ഷൻ എയിൽ വന്നാൽ കണ്ടിപ്പാ 0 ആകാതെ ചാൻസ് ഉണ്ട്. കാരണം ഇതിന്റെ 10 പ്ലസ് പറയുക, ഈ 10 പ്ലസ് 10 മാക്സിമം 20 വരും. ഈ മൂന്നാമത്തെ വാല്യൂ 20 ആണ്. സോ 20 ക്യാൻസൽ ആകുന്നതിന് ചാൻസ് ഉണ്ട്. സോ ഓപ്ഷൻ എ തപ്പാണ്. ഇനി ഓപ്ഷൻ ബി ചെക്ക് ചെയ്താൽ അതും തപ്പാണ്. കാരണം ഇത് 10 റിസൾട്ടന്റ് 10 ആണ്. ഓൾറെഡി 20 വരേക്കും പോണാൽ കൂടെ ക്യാൻസൽ ആകുന്നതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓപ്ഷൻ ബിയും തപ്പാം. ഇനി ഓപ്ഷൻ സി ചെക്ക് ചെയ്താൽ അത് 10ഉം 20 ആണ്. അപ്പൊ അതിന്റെ മാക്സിമം 30 വരേക്കും വരില്ല. ഇങ്ങനെ കൊടുത്ത മൂന്നാമത്തെ വാല്യൂ 23 ആണ്. 30 വരേക്കും വന്നാലും ക്യാൻസൽ ആകുന്നതിന് ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് 23 അതുക്കുള്ള തന്നെ ഇരിക്കും. അപ്പൊ കണ്ടിപ്പാ അതൊരു റിസൾട്ടന്റ് 23 വരലാം, അതും ക്യാൻസൽ ആകലാം. സോ ഓപ്ഷൻ സിയും വരാതെ. ഇനി ഓപ്ഷൻ ഡി ചെക്ക് ചെയ്താൽ അങ്ങനെ 10ഉം ഉണ്ട് 20ഉം ഉണ്ട്. അപ്പൊ അതിന്റെ മാക്സിമം 30 വരേക്ക് എന്താ വരും. അപ്പൊ 30 വരേക്കുള്ള വാല്യൂസ് മറ്റെന്താ ക്യാൻസൽ ആകുന്നതിന് ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇങ്ങനെ ഉള്ളത് 40 ആണ്. സോ 40യെ ക്യാൻസൽ ആകാതെ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയ എന്താ ഇക്വേഷൻ തേവയില്ല, ബേസിക് എന്നതാണ് കോമൺ സെൻസ് മറ്റും ഇങ്ങനെ യൂസ് பண்ணா கூட ആൻസർ கிடைக்கும். സോ 7 ഓക്കെ ആയിരുന്നാൽ 8ലേക്ക് വരാം. എ പാർട്ടിക്കിൾ മൂവ്സ് ഈസ്റ്റ്വേർഡ് വിത്ത് എ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. ആഫ്റ്റർ 10 സെക്കൻഡ് ഇറ്റ്സ് ഡിറക്ഷൻ ചേഞ്ചസ് ടുവേർഡ്സ് ദി നോർത്ത് വിത്ത് സ്പീഡ് റിമൈനിങ് അൺചേഞ്ച്. സ്പീഡിൽ വ്യത്യാസമില്ല. ദ ആവറേജ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. സോ ക്വസ്റ്റ്യനിൽ മുതലേ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഇത് ഈസ്റ്റ് ആണെന്ന് വെച്ചുకోండి, ദിസ് ഈസ് ഈസ്റ്റ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ നമ്മൾ ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ഈസ്റ്റ്. ഇനി ആഫ്റ്റർ 10 സെക്കൻഡ്, അപ്പോൾ ബോഡി ഒരു 10 സെക്കൻഡ് മൂവ് ചെയ്ത് ഇങ്ങനെ വരേക്കും വന്നാൽ അതുക്കപ്പുറം ഡിറക്ഷൻ ഇൻറ്റു ടുവേർഡ്സ് നോർത്തിലേക്ക്. അപ്പോൾ നോർത്ത് മീൻസ് ഇത് നോർത്ത് ആയിട്ട് എടുത്താൽ ഇങ്ങനെ ആര് വരും, സൗത്ത് വരും. ഇത് ഈസ്റ്റ് ആവുമ്പോൾ ഇങ്ങനെ ആര് വരും, സൗത്ത് വരും. സോറി വെസ്റ്റ് വരും. റെഡി അല്ലേ, വെസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഓൾറെഡി ഈസ്റ്റിലേക്ക് ബോഡി മൂവ് പണിയിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ എന്ത് ഡയറക്ഷനിലേക്ക് ചേഞ്ച് ആയി, ടുവേർഡ്സ് നോർത്ത്. സോ ഞാൻ അത് ഇങ്ങനെ കാണിച്ചാൽ ദിസ് ഈസ് ദ, അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് ബോഡിക്ക് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് ബോഡിയുടെ സ്പീഡ്, ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് നോർത്ത് എന്ന് சொல்லிക്കും. അപ്പോൾ ഇതിന്റെ വാല്യൂ സ്പീഡിൽ വ്യത്യാസമില്ല, 5 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിൽ എന്താ വ്യത്യാസമില്ല. ഇപ്പോൾ ഡിറക്ഷൻ വെലോസിറ്റിയെ പുറത്ത് ഡിറക്ഷൻ ചേഞ്ച് ചെയ്താൽ പോതും അല്ലേ. വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്നதுக்கு ഡിറക്ഷൻ மட்டுമല്ല മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും കോൺസ്റ്റന്റ് ആവണം. എങ്കിൽ ഡിറക്ഷൻ ചേഞ്ച് பண்ணிருக்கு, ദാറ്റ് ഈസ് വെലോസിറ്റി ചേഞ്ച് ഉണ്ട്. അപ്പോൾ വെലോസിറ്റിയിൽ ചേഞ്ച് ഇരുന്നാൽ അങ്ങനെ ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ആണ് ഇങ്ങനെയുള്ള കേൾവി. അപ്പോൾ ആക്സിലറേഷൻ എപ്പടി കണ്ടുപിടിക്കും, വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ ടൈം ക്വസ്റ്റ്യനിലുണ്ട് എவ்வளവാണ്, 10 സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി വേണം. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എപ്പടി കണ്ടുപിടിക്കും? ഇനിഷ്യലി v1 ആണ് വെലോസിറ്റി, ഇപ്പോൾ വെലോസിറ്റി v2 എന്ന് എഴുതിയാൽ പോകും. അപ്പോൾ ചേഞ്ച് മീൻസ് ഇങ്ങനെ എപ്പടി v2 വെക്ടർ മൈനസ് v1 വെക്ടർ കണ്ടുപിടിക്കും. v2 വെക്ടർ മൈനസ് v1 വെക്ടർ കണ്ടുപിടിക്കും. അപ്പോൾ വെക്ടർ സബ്സ്ട്രാക്ഷനിലേക്ക് പോയിരിക്കും. അപ്പോൾ വെക്ടർ സബ്സ്ട്രാക്ട് ചെയ്യണം.
the first vector v2 நல்லா அனலைஸ் பண்ணுங்க. ஃபர்ஸ்ட் வெக்டர் v2 இது v1 வெக்டர். அப்ப ഞാൻ ഇങ്ങ അറേഞ്ച് ചെയ്താൽ ഈ നോർത്തും കൂടെ கொஞ்சம் ഇങ്ങ ഇരിക്കട്ടെ. ഓക്കേ. അപ്പോൾ ഈ വെക്ടർ ഇങ്ങ കൊണ്ടുവച്ചാൽ this is a representation. അപ്പോൾ ഈ ഡയറക്ഷൻ എന്താണ്? This is the east direction. ക്വസ്റ്റ്യൻ ലോഡിൽ കൊടുത്ത this is the direction of east. അപ്പോൾ ഇങ്ങ ആര് വരും? കണ്ടിപ്പോ ഇങ്ങ വെസ്റ്റ് ദാ വരും. ഓക്കേ. അപ്പോൾ നമുക്ക് v2 v1 കണ്ടുപിടിക്കണം. v1 നമുക്ക് തരും. v1 is towards east. അപ്പോൾ -v1 എടുത്താൽ അത് ഓപ്പോസിറ്റ് വരണം. ഇത് v1 ആണ്. അപ്പോൾ -v1 means opposite വരും. This -v1 means this is a -v1 opposite direction. This is a -v1. അപ്പോൾ ഇതിന്റെ വാല്യൂ വ്യത്യാസമില്ല 5 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? v2 v1. അപ്പോൾ v2 v1 കണ്ടുപിടിക്കുന്നതൊക്കെ ഇങ്ങേതാ v2 ഉണ്ട് -v1 ഉണ്ട്. സോ ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ this diagonal gives the v2 v1. അപ്പോൾ v2 v1 ഡയറക്റ്റ് ആയി കിടച്ചതിക്ക് this is the delta v means v2 v1 കിടച്ചതിക്ക്. ക്ലിയറോ? അപ്പോൾ ഇങ്ങേ v2 v1 കണ്ടുപിടിക്കാം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് v2 v1? വെക്ടർ സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ വെക്ടർ സബ്സ്ട്രാക്ഷനിലേക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ അപ്പോൾ v2 v1 ന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ റൂട്ട് ഓഫ് v2 സ്ക്വയർ പ്ലസ് v1 സ്ക്വയർ മൈനസ് 2v1 v2 കോസ് തീറ്റ കണ്ടുപിടിക്കണം. അല്ലെ, വെക്ടർ സബ്സ്ട്രാക്ഷൻ നമുക്ക് தெரிஞ்ச വിഷയമാണ്. v2 സ്ക്വയർ അല്ലെ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഇങ്ങ ഒവ്വൊരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணலாம். ദാറ്റ് ഈസ് റൂട്ട് ഓഫ് v2 സ്ക്വയർ അത് 5 സ്ക്വയർ പ്ലസ് v1 സ്ക്വയർ അത് 5 സ്ക്വയർ. ഈ തേർഡ് ടേം 0 ആവും കാരണം ഇങ്ങ കോസ് തീറ്റ ഉണ്ട്. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ v1 ആൻഡ് v2? ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ തേർഡ് ടേം ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇത് സോൾവ് ചെയ്താൽ ആൻസർ ഈസ് ഈക്വൽ ടു റൂട്ട് 5 സ്ക്വയർ പ്ലസ് റൂട്ട് 5 സ്ക്വയർ 25 പ്ലസ് 25 റൂട്ട് 50 എന്ന് വരും. റൂട്ട് 50 മീൻസ് 25 × 2 എന്ന് എഴുതിയാൽ 5 റൂട്ട് 2 എന്ന് വരും. 5 റൂട്ട് 2 ഈസ് ദ 5 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി കിടച്ചത്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി v2 v1 ഈസ് 5 റൂട്ട് 2 എന്ന് കിടച്ചാൽ ഡിവൈഡഡ് ബൈ ടൈം അതുക്കാകെ എടുത്ത ടൈം 10 സെക്കൻഡ് എന്ന ക്വസ്റ്റ്യനിലുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5ഉം 10ഉം കട്ട് ചെയ്താൽ ഇങ്ങനെ കീഴെ 2 വരും. അപ്പോൾ ഈ റൂട്ട് 2ഉം കട്ട് ചെയ്താൽ കീഴെ ഒരു റൂട്ട് 2 വരും. ദാറ്റ് ഈസ് 1/√2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന ആൻസർ കിടക്കും. 1/√2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഇങ്ങനെ ഓപ്ഷൻ ചെക്ക് ചെയ്താൽ ഓപ്ഷൻ ഇങ്ങനെ 1/√2 ഉണ്ട്, ഇങ്ങനെ 1/√2 ഉണ്ട്, ഇങ്ങനെ 1. അപ്പോൾ ഡിറക്ഷൻ കൂടെ വേണം. 0 ഏതായിരുന്നാലും വരാതെ. അപ്പോൾ ആക്ച്വലി ഈ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് ആവശ്യമില്ല. കാരണം എന്താണ്? ഈ 0 ഏതായിരുന്നാലും ആൻസർ വരാതെ. കാരണം ഇങ്ങനെ ഡിറക്ഷൻ ചേഞ്ച് പണിയിരിക്കും. ഡിറക്ഷൻ ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടിപ്പാ അங்கே ആക്സലറേഷൻ ഇരിക്കും. അപ്പോൾ ആക്സലറേഷൻ 0 ആകാതെ. സോ ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്താൽ കൂടെ ഈ ഒരു ഞാനിപ്പോൾ സോൾവ് ചെയ്ത ഈ ഒരു ന്യൂമറിക്കൽ മെത്തേഡ് നിങ്ങൾ പണ്ണ വേണ്ട ആവശ്യമില്ല ഈ ക്വസ്റ്റ്യൻ. കാരണം പറയുക എങ്കിൽ 0 ഏതായിരുന്നാലും വരാതെ മീതി എല്ലാ ഓപ്ഷൻസിലും ഒരേ ആൻസർ 1/√2. ഇനി ഡിറക്ഷൻ മറ്റും ഐഡന്റിഫൈ ചെയ്താൽ അപ്പോൾ ഡിറക്ഷൻ ഡെൽറ്റാ വി ഡിറക്ഷൻ നമ്മൾ ഐഡന്റിഫൈ. ദിസ് ഇസ് ഡിറക്ഷൻ ഓഫ് ഡെൽറ്റാ വി. വാട്ട് ഇസ് ഡിറക്ഷൻ? ഇത് വെസ്റ്റാ, ഇത് നോർത്ത്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഈസ് ഡിറക്ഷൻ. അപ്പോൾ കറക്റ്റ് ഇത് ആംഗിൾ 90 ഡിഗ്രി വരുമ്പോൾ കറക്റ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വലുതാ പാസ്സാവും. കാരണം രണ്ടും വാല്യൂസ് സെയിം ആണ്. ആംഗിൾ 90 ഡിഗ്രി വരുമ്പോൾ പെർപെൻഡിക്കുലർ ആ ഒരു ബൈസെക്ടർ വലുതാ പാസ്സാവും. ഈ ആംഗിൾ 45, ഈ ആംഗിൾ 45 എന്താ വരും. സോ ആൻസർ എഴുതുമ്പോൾ 1/√2 അത് ഡിറക്ഷൻ നോർത്ത് വെസ്റ്റ് ഈസ് ദ ഡിറക്ഷൻ. ദിസ് നോർത്ത് വെസ്റ്റ് ദിസ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് നിனைக்கிறேன். நம்ம இதே டைப் क्वेश्चंस സോൾവ് பண்ணி இருக்கு. டவுட் இருந்தா ஒரு தடவை கூட இந்த வீடியோ பாருங்க. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 8 ഓക്കെ ആയിരുന്നാൽ ഗോയിങ് ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 9. 9ലേക്ക് വരുമ്പോൾ എ ബിഡ് അല്ല, ആക്ച്വലി ബേർഡ് ആണ്. ബേർഡ്. ഓക്കെ, ബേർഡ് എന്ന് വാസിക്കണേ. ദിസ് ഈസ് ബേർഡ്. എ ബേർഡ് ഈസ് ഫ്ലൈയിങ് ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഒരു ഈസ്റ്റ് ഡിറക്ഷനിൽ ഒരു ബേർഡ് ഫ്ലൈ ആകുന്നത്. ദിസ് ഈസ് എ ബേർഡിന്റെ ഞാൻ വെലോസിറ്റി സ്പീഡ് കൊടുത്തിരിക്കും 50 km/h ടുവേർഡ്സ് ഈസ്റ്റ് ആണ്. സോ ഈ ഡിറക്ഷൻ ഞാൻ ഈസ്റ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ ദിസ് ഈസ് ടേക്കൺ ആസ് ഈസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എ ട്രെയിൻ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 50 km ടുവേർഡ്സ് സൗത്ത് ആണ്. സൗത്തിലേക്ക് മൂവ് ആകുന്നത്. സോ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ദിസ് ഈസ് ദ നോർത്ത് ആയിട്ട് എടുത്താൽ ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇതാര് വരും? ഇത് സൗത്ത് ആണ്. സോ ഈ സൗത്തിലേക്ക് ആര് മൂവ് ആകുന്നത്? ട്രെയിൻ. സോ ട്രെയിൻ ഈസ് മൂവിങ് ടുവേർഡ്സ് സൗത്ത്. സോ വെലോസിറ്റി സ്പീഡ് ഓഫ് ദി ട്രെയിൻ ഉണ്ട്, അത് 50 ആണ്. അപ്പോൾ എന്ത് റിസ്കും ഇല്ല, 50 km/h. ഇനി വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഇൻ ദ ട്രെയിൻ? അപ്പോൾ വെലോസിറ്റി ഓഫ് ദി ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ എങ്ങനെയാണ്? ട്രെയിൻ. അപ്പോൾ വെലോസിറ്റി ഓഫ് ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ? ദാറ്റ് ഈസ് VB മൈനസ് VT കണ്ടുപിടിക്കണം. സോ ഇങ്ങനെ ഓൾറെഡി ആരുണ്ട്? VB ഈ ഡയറക്ഷൻ. ദിസ് ഈസ് VB.
ഇനി ഏത് വേണം? മൈനസ് വി ടി വേണം. ദിസ് ഈസ് വി ടി. അപ്പൊ മൈനസ് വി ടിന്റെ ഓപ്പോസിറ്റ് ഈ ഡയറക്ഷനിൽ വരും. അപ്പൊ മൈനസ് വി ടി മാർക്ക് ചെയ്താൽ ദിസ് ഈസ് ഡിറക്ഷൻ, ദിസ് ഈസ് മൈനസ് വി ടി. അപ്പൊ ഞാൻ മൈനസ് വി ടി, ദിസ് ഈസ് മൈനസ് വി ടി. അതിന്റെ വാല്യൂയിൽ വ്യത്യാസമില്ല, അത് 50 ആണ്. ക്ലിയർ? നമുക്ക് ആര് വേണം? വി ബി മൈനസ് വി ടി. അപ്പൊ വി ബി ഓൾറെഡി ഇങ്ങനെ ഉണ്ട്. ദിസ് ഈസ് വി ബി ആൻഡ് ദിസ് ഈസ് മൈനസ് വി ടി. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സ് എടുത്താൽ then diagonal this is VB minus VT ആണ്. this is VB minus VT. അപ്പോൾ VB minus VT കിടച്ചിരിക്ക്. so this is our VBT, that is VB minus VT. VB minus VT. അപ്പോൾ രണ്ട് വെക്ടറുടെ മറുപടിയും രണ്ട് വെക്ടറുടെ സബ്സ്ട്രാക്ഷൻ. അപ്പോൾ രണ്ട് വെക്ടറുടെ സബ്സ്ട്രാക്ഷൻ വന്നാൽ അതുടെ മാഗ്നിറ്റ്യൂഡ് തേവപ്പെട്ടാൽ, ഈ VBTയുടെ മാഗ്നിറ്റ്യൂഡ് തേവപ്പെട്ടാൽ റൂട്ട് ഓഫ് രണ്ട് വെക്ടറുടെ സബ്സ്ട്രാക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് VB സ്ക്വയർ പ്ലസ് VT സ്ക്വയർ മൈനസ് 2VB VT cos തീറ്റ. മറുപടിയും തീറ്റ പാരുങ്ക, തീറ്റ 90 ഡിഗ്രി. അപ്പൊ തേർഡ് ടേം തേവയില്ല, രണ്ട് ടേം മറ്റുന്നവർ VB സ്ക്വയർ പ്ലസ് VT സ്ക്വയർ മറ്റും എഴുതിയാൽ പോകും. തേർഡ് ടേം എന്നതാവും കോസ് തീറ്റ, ഇങ്ങനെ തീറ്റ 90 ഡിഗ്രി ഇതാവും. therefore which is equal റൂട്ട് ഓഫ്, ഇവിടെ രണ്ട് വാല്യൂസും 50 ആ. 50 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 റൂട്ട് 2 എന്ന് ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് കിടക്കും 50 റൂട്ട് 2. ബട്ട് 50 റൂട്ട് 2 ഉള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഡിറക്ഷൻ വേണം. this is north, this is east, so inge north east is a direction, north east. 50 root 2 north east. option D is the right answer. option D. nalla question. clear? question number 9 okay arnal. go into the question number 10. a boat is moving with a velocity 3i plus 4j with respect to ground. the water in the river is moving with a velocity. appo boat move ചെയ്യുന്ന velocity ഉണ്ട്, റിവർ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ വെലോസിറ്റി ഓഫ് ബോട്ട് ഉണ്ട് 3i plus 4j. ഇനി വെലോസിറ്റി ഓഫ് റിവർ ഉണ്ട്, ദാറ്റ് ഈസ് അല്ലെങ്കിൽ റിവർ കറണ്ട്, റിവർ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് വാല്യൂ -3i minus 4j ഉണ്ട്. ഇനി കേട്ട കേൾവി എന്നതാണ്? ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദി ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ കണ്ടുപിടിക്കണം. അപ്പൊ വാട്ടറിന്റെ വെലോസിറ്റി ഉണ്ട്, ബോട്ടിന്റെ വെലോസിറ്റി ഉണ്ട്. velocity of boat with respect to river means VBR കണ്ടുപിടിക്കണം. what is VBR? VB minus VR കണ്ടുപിടിച്ചാൽ പോകും. VB യുടെ വാല്യൂ 3i plus 4j minus VR ന്റെ വാല്യൂ -3i minus 4j. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3i plus 3i 6i, 4j minus minus plus ആവും, 4 plus 4 8j എന്ന ആൻസർ വരും. this is the value 6i plus 8j. option C is the right answer of this question. simple questions. so question number 10 okay ആയിരുന്നാൽ 11ലേക്ക് പോകാം. അപ്പോൾ 11th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ a man swims from point A on the ഇതാണ് റിവർ മാൻ പ്രോബ്ലം ആണ്. അപ്പോൾ ഫസ്റ്റ് കൊടുത്ത വിഷയം പോയിന്റ് A on the bank of the river with 100 meter ഉണ്ട്. when he swims perpendicular to the river current he reaches the other bank 50 meter downstream. അപ്പോൾ ഡ്രിഫ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കും. അപ്പൊ കണ്ടുപിടിക്കുന്ന ദ ആംഗിൾ ടു ദ ബാങ്ക് അറ്റ് വിച്ച് ഹി ഷുഡ് സ്വിം ടു റീച്ച് ഡയറക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റ്. അപ്പൊ ഡയറക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റിൽ പോകരുതക്ക് ഇത്തരം ആംഗിളിൽ സ്വിം പണ്ണണം. അതുതാ ക്വസ്റ്റ്യനിൽ കേട്ട വിഷയം. മുതലേ ഒരു ഡാറ്റ കൊടുത്തിരിക്കുക തന്നെയാണ്. ഇങ്ങനെ ഒരു ദിസ് ഈസ് എ റിവർ, ഈ റിവർ ആണ്, ഈ റിവർ കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് വിഷയത്തിൽ ഈ പോയിന്റ് എക്ക് டைரக்டா ஒரு ஆப்போசிட் பாயிண்ட் B ലേക്ക് இந்த ஸ்விம்மர் ட்ரை பண்ணியிருக்கு. அப்ப ட்ரை பண்ணும்போது ரிவர் கரண்ட் மூலம் ഈ സ്വിമ്മർ ദാ ഇങ്ങ ദാ റീച്ച് ആയത്. ആ റീച്ച് ആയി ഈ ഒരു ഡിസ്റ്റൻസ് அவங்க കൊടുത്തിருக்கு ക്വസ്റ്റ്യനിൽ. சொல்றது புரியுதா? പോയിന്റ് A to B ലേക്ക് ട്രൈ ചെയ്തു. സോ സ്വിമ്മർ റീച്ച് ആയത് എങ്ങനെയാണ്? C ആണ്. അപ്പോൾ ആക്ച്വലി ഈ സ്വിമ്മറിന്റെ എഫേർട്ട് എന്ത് ഡയറക്ഷനിലുണ്ട്? ദാ ദിസ് ഈസ് ദ ഇതാണ് സ്വിമ്മറിന്റെ എഫേർട്ട്. ദാറ്റ് ഈസ് സ്വിമ്മറിന്റെ എഫേർട്ട് മീൻസ് VMR, വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ. അതായത് ഇപ്പൊ ഞാൻ ഒരു സ്വിമ്മിംഗ് പൂളിൽ എന്നോട് എഫേർട്ട് ഒന്ന് സ്വിം പண்றதுக்கு ഒരു എഫേർട്ട് ഇருக்கு, ഒരു വെലോസിറ്റി ഉണ്ട്. ഇന്നൊരാൾക്ക് മേ ബി അതേക്കാൾ അധികം വെലോസിറ്റി വരലാം, അതേക്കാൾ കമ്മി സ്പീഡ് വരലാം. അത് ഓരോരുത്തരുടെ എഫേർട്ടാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്ത ആളുടെ സ്വിമ്മിംഗ് പൂളിലായിരുന്നാലും അന്ത ആൾക്കുള്ള എഫേർട്ട് VMR. ക്ലിയർ? ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ റിവർ കറണ്ട് ഉണ്ട്. സജീസ് റിവർ കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ റിവർ കറണ്ട് VR ഇരുന്നാൽ അപ്പോൾ എന്താൾ ഈ ഒരു ഡയറക്ഷനിൽ ട്രൈ പണിയാച്ച് അത് അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ഈ ഡയറക്ഷനിൽ റിവർ കറണ്ട് ഉണ്ട്. സോ ഈ ഒരു ഡയറക്ഷനിൽ தான் அந்த ஆளுக்கு போக முடியும். this is the resultant velocity. അപ്പോൾ resultant velocity നമുക്ക് இங்கே ഐഡന്റിഫൈ பண்ண முடியும்.
സോ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് വെലോസിറ്റി? ദിസ് ഈസ് ദ റിസൾട്ടന്റ് വെലോസിറ്റി. ഇതാണ് റിസൾട്ടന്റ് വെലോസിറ്റി. ദിസ് ഈസ് കോൾഡ് വി എം, വെലോസിറ്റി ഓഫ് മാൻ. നെറ്റ് എഫക്റ്റിൽ വെലോസിറ്റി கிடைച്ചത് വി എം അതാണ്. ക്ലിയറോ? ഇനി ക്വസ്റ്റ്യനിൽ കൊടുത്ത വിഷയം രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് ഈ ഡ്രിഫ്റ്റ്, ഈ ബി സിയുടെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. ഈ ഒരു വാല്യൂ 50 മീറ്റർ എന്നും ഈ ഒരു വിഡ്ത്ത് ഓഫ് ദി റിവർ അതായത് എ ബിയുടെ വാല്യൂ 100 മീറ്റർ എന്നും ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് വാല്യൂ വരുന്ന ഇങ്ങനെ നിന്ന് ആരെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് ആയിട്ട് ഈ ആംഗിൾ തന്നെ എഴുതാം. ഈ ആംഗിൾ കാരണം ആരെല്ലാം അവൈലബിൾ ആണ്, ഈ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും ഉണ്ട്. സോ ഇങ്ങനെ ടാൻ തീറ്റ ഡയറക്റ്റ് ആയി എഴുതിയാൽ വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ നമുക്ക് ബി സി ബൈ എ ബി കണ്ടുപിടിച്ചാൽ പോതും. ബി സി ബൈ എ ബി ഇറ്റ്സ് ഈക്വൽ ടു അതേപോലെ വരും ബി സി ബൈ എ ബി. ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കാം. ബി സി ബൈ എ ബി കണ്ടുപിടിച്ചാൽ ഇറ്റ്സ് ഈക്വൽ ടു ബി സി 50 ബൈ 100. 50 ബൈ 100 ഈസ് 1/2. ദിസ് ഈസ് ടാൻ തീറ്റ. ഈ ടാൻ തീറ്റയ്ക്ക് ആക്ച്വലി ടാൻ തീറ്റ ഇത് മട്ടുമല്ല അല്ലേ, ഈ ടാൻ തീറ്റ മട്ടുമല്ല. അതായത് വി ആർ ബൈ വി എം ആർ കണ്ടുപിടിച്ചാലും ടാൻ തീറ്റ. അപ്പൊ ടാൻ തീറ്റയ്ക്ക് ഇന്നൊരു വാല്യൂ എഴുതാം. ഈ സൈൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി എഴുതിയാൽ ഈ വെലോസിറ്റി എவ்வளവാണ്? വി ആർ, ഈ വെലോസിറ്റി വി എം ആർ. അപ്പോൾ ദിസ് വാല്യൂ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വി ആർ ഡിവൈഡ് ബൈ വി എം ആർ. അപ്പോൾ അതിന്റെ വാല്യൂ 1/2 தான் கிடைக்கும். ക്ലിയർ? ഇതൊന്നുമല്ല ക്വസ്റ്റ്യൻ എന്താണ്? ഈ സ്വിമ്മർക്ക് ഡയറക്റ്റ് ഓപ്പോസിറ്റ് പോയിന്റിൽ പോകണം. അപ്പോൾ ഞാൻ ഇന്നൊരു ഫിഗർ വരച്ച് കാണിക്കണം. ഈ സെയിം റിവർ, സെയിം വിഡ്ത്ത്, ബട്ട് ഈ സ്വിമ്മറുടെ ഇതാണ് പോയിന്റ് എ, ഇത് പോയിന്റ് ബി. ഈ സ്വിമ്മർക്ക് ഡയറക്റ്റ് ഓപ്പോസിറ്റ് പോയിന്റിലേക്ക് വരണം. അപ്പോൾ ഓൾറെഡി റിവർ കറണ്ട് இந்த ഡിറക്ഷനിലുണ്ട്. അപ്പോൾ ഈ ഡിറക്ഷനിൽ റിവർ കറണ്ട് ഇരുന്നാൽ ഈ ഒരു ഡിറക്ഷനിൽ ട്രൈ பண்ணா மட்டும் தான் இங்க வர முடியும். அதாவது സ്വിമ്മർ അന്താളുടെ എഫേർട്ട് എന്ത് ഡിറക്ഷനിൽ പോടണം? ഈ ഒരു ഡിറക്ഷനിൽ പോട്ടാൽ ഈ ഒരു ഡിറക്ഷനിൽ വി എം ആർ പോടണം. ദിസ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് വി എം ആർ. വി എം ആർ എഫേർട്ട് കൊടുത്താൽ ഈ ഒരു ഡിറക്ഷനിൽ ഓൾറെഡി വി ആർ ഉണ്ട്. സോ റിസൾട്ടന്റ് എന്ത് ഡിറക്ഷനിൽ கிடைக்கும்? So this is the resultant. This is the almost result ഈ ഒരു ഡിറക്ഷനിൽ ഡയറക്റ്റ് ഓപ്പോസിറ്റ് പോയിന്റിലേക്ക് വരാൻ முடியும். This is the resultant VM கிடைக்கும். ക്ലിയർ? ഇനി കേട്ട കേൾവി അതുക്കാக എത്ര ആംഗിൾ, അത് ആംഗിൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ பண்ணங்க എங்கே ഇരുന്ന് കണ്ടുപിടിക്കണം? the angle to the bank, ബാങ്കിൽ ഇരുന്ന് എത്ര ആംഗിൾ എന്നാണ്. സോ ദിസ് ഈസ് ഇതല്ലേ ബാങ്ക്. ഈ ബാങ്കിൽ ഇരുന്ന് എത്ര ആംഗിൾ മീൻസ് ഈ ഒരു ആംഗിൾ ഇതാ കണ്ടുപിടിക്കണം. ഈ ഒരു ആംഗിൾ വേണം. നമുക്ക് ഒന്ന് ആംഗിളിനെ തീറ്റ ഡാഷ് എന്ന് കൂട്ടാം. ഓക്കെ, ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ എവിടെ കണ്ടുപിടിക്കും? അപ്പോൾ നല്ല ഗവനിങ്, ഈ ഒരു ആംഗിൾ തീറ്റ ഡാഷ് വേണം. നമുക്ക് തെരിഞ്ഞ വിഷയം എന്താ? ഇതൊരു ഇസഡ് ഷേപ്പ് ഇങ്ങനെ ഉണ്ട്. ഈ ഒരു ഇസഡ് ഷേപ്പ് ആണെങ്കിൽ ഈ ഒരു ഇസഡ് ഷേപ്പ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് തീറ്റ ആയിരുന്നാൽ ഈ ഒരു ആംഗിൾ ഉള്ളതാ വരും, തീറ്റ ഡാഷ് ഇതാ വരും. ഇത് തീറ്റ ഡാഷ് ആയിരുന്നാൽ ഇത് തീറ്റ ഡാഷ്. അപ്പോൾ അത് ഇങ്ങനെ മാർക്ക് ചെയ്താൽ ദിസ് ആംഗിൾ ഈസ് ഓൾസോ തീറ്റ ഡാഷ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെ തെരിഞ്ഞൊരു വാല്യൂ ഉണ്ട്. അതായത് ഇങ്ങനെ പറയുക ഈ വി ആർ ബൈ വി എം ആർ നമ്മൾ കണ്ടുപിടിച്ചത് ഓൾറെഡി ആണ്. അപ്പോൾ ഇങ്ങനെ കിടച്ച വാല്യൂ വി ആർ ഡിവൈഡഡ് ബൈ വി എം ആറുടെ വാല്യൂ 1/2 എന്ന് ഓൾറെഡി കിടച്ച വാല്യൂ. അപ്പോൾ ഇങ്ങനെ തീറ്റ ഡാഷ് യൂസ് ചെയ്ത് ഇവിടെ ഓൾറെഡി വി ആർ ഉണ്ട്, ഇതൊരു വി എം ആർ ഉണ്ട്. അപ്പോൾ ഇവിടെ ആരെ കണ്ടുപിടിക്കണം? ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ കിടക്കാതെ കോസ് തീറ്റ എടുത്ത് വരയ്ക്കുക. കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ എഴുതിയാൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് വി ആർ, ഹൈപ്പോട്ന്യൂസ് വി എം ആർ. ഇത് ഓൾറെഡി നമുക്ക് തെരിഞ്ഞ വാല്യൂ. വാട്ട് ഈസ് എ വാല്യൂ? 1/2. അപ്പോൾ കോസ് തീറ്റ ഡാഷ് ആണ്. കോസ് തീറ്റ ഡാഷ് 1/2 கிடைக்கும். ദെൻ വാട്ട് ഈസ് ആംഗിൾ? തീറ്റ ഡാഷ് ഈ 60 ഡിഗ്രി. അപ്പോൾ ആൻസർ കിടച്ച്. അപ്പോൾ 60 ഡിഗ്രി. ഇനി 60 ഡിഗ്രി എന്ത് ആംഗിൾ ആണ്? ഇതാണ്. ഇത് വിത്ത് റെസ്പെക്ട് ടു ബാങ്ക് ആണ്. നമുക്ക് ഓൾറെഡി തെരിഞ്ഞ വിഷയം ഇതാ. ഇത് ഈസ് ഡയറക്ഷൻ ഓഫ്, ഇത് വാട്ടർ ഫ്ലോ ഉണ്ട്. അപ്പോൾ ഇത് ഡൗൺ സ്ട്രീം, ഇത് ഏതാ? അപ് സ്ട്രീം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു അപ് സ്ട്രീം ആണ് നമുക്ക് കണ്ടുപിടിച്ചത്. വിത്ത് റെസ്പെക്ട് ടു അപ് സ്ട്രീം വാട്ട് ഈസ് ആംഗിൾ? 60 ഡിഗ്രി. സോ ദ ആൻസർ ഈസ് വിത്ത് റെസ്പെക്ട് ടു ഡൗൺ സ്ട്രീം ആയിരുന്നാൽ ഈ ആംഗിൾ എവിടെ വരും? ഇത് 60 ആയിരുന്നാൽ മീതി ഉള്ളത് 120 ഡിഗ്രി വരും. അപ്പോൾ 120 ഡിഗ്രി വിത്ത് ഡൗൺ സ്ട്രീം എന്നും 60 ഡിഗ്രി വിത്ത്, അപ്പോൾ 2-3 ആൻസർ ഇങ്ങനെ എഴുതാം. ഇത് തീറ്റ ഡിഗ്രി 60 ഡിഗ്രി വിത്ത് അപ് സ്ട്രീം. ഇനി 120 ഡിഗ്രി വിത്ത് ഡൗൺ സ്ട്രീം. ഇനി അത് മട്ടും ഇല്ലാமல் ഈ ഒരു പെർപെൻഡിക്കുലർ വെച്ച് சொன்னால் ഈ ആംഗിൾ എവിടെ വരും? 30 ഡിഗ്രി தான் വരും. அப்படி எல்லாம் ஆன்சர் சொல்ல முடியும். அது டிபெண்ட்ஸ் ஆன் ஆப்ஷன் உங்களுக்கு எழுத முடியும். ஸோ த ஆன்சர் இஸ் ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ആക്ച്വലി ഈ റിവർ മാൻ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ 2 കേസ് മറ്റന്നാ ഡിസ്കസ് பண்ணலாம். ഈ ഒരു കേസ്, അതായത് ഈ ഒരു കേസിന് അതിനകത്ത് ഇത് ഷോർട്ടസ്റ്റ് പാത്ത, ഷോർട്ടസ്റ്റ് ടൈം, ഇത് ഷോർട്ടസ്റ്റ് പാത്ത. ഈ 2 കേസ് മറ്റന്നാ ഡിസ്കസ് பண்ணலாம். ഈ ഒരു ക്വസ്റ്റിൽ ഇത് 2 ഇருக்கு. സോ 2 കോൺസെപ്റ്റ് ഒരു സിംഗിൾ ക്വസ്റ്റിന് கிடைக்கும். സോ ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് എനിക്ക്. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 ഓക്കെ ആയിരുന്നാൽ 12ലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് വന്നാൽ എ പേഴ്സൺ
സ്റ്റാൻഡിങ് ഓൺ എ റോഡ് ഹോൾഡ് ഹിസ് umbrella 60 degree with the vertical, keep the rain away. He throws the umbrella and starts running at 20 meter per second. He finds that raindrops are hitting his head vertically. Find the speed of the rain drop with respect to road വേണം, with respect to moving person കണ്ടുപിടിക്കണം. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ അനലൈസ് பண்ணலாம். നമുക്ക് தெரிஞ்ச விஷயங்கள் மட்டும்தான் இங்கே இருக்கு. അപ്പോൾ ഇங்கே ഒരു റോഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ദ റോഡ്. ഇതാണ് റോഡ്. അപ്പോൾ ഈ റോഡിൽ ആക്ച്വലി ഒരു മാൻ ഒബ്സർവ് ചെയ്യുന്ന വിഷയം എന്താണ്? റെയിൻ ഈസ് ഫോളിങ് അറ്റ് ആൻ ആംഗിൾ 60 degree with respect to vertical. സോ ഇത് വെർട്ടിക്കൽ ആയിരുന്നാൽ ഈ വെർട്ടിക്കൽ നിന്ന് ഒരു 60 degree ആംഗിളിലാണ് റെയിൻ ഫോളിങ്. ഇതെപ്പടി കിടക്കും? കാരണം അംബർല ഹോൾഡ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ 60 degree ആണ്. അപ്പോൾ അംബർല ഹോൾഡ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് വരും? റെയിൻഫോൾ വരും. അപ്പോൾ ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് റെയിൻ. ഇതാണ് VR. അപ്പോൾ உங்களுக்கு ഡൗട്ട് ഉണ്ട്, ഈ റെയിൻ ആക്ച്വലി വെർട്ടിക്കലി ഡൗൺവേർഡ് തന്നെ ഫോളോ ആവും. വെർട്ടിക്കലി ഡൗൺവേർഡ് തന്നെ ഫ്ലോ ആവും. ആമാ, ബട്ട് പ്രോബ്ലം എന്നതാണ്, ഇங்கே ഈ ഒരു ഡിറക്ഷനിൽ റെയിൻഫോൾ വന്നത് മീൻസ് അതോടെ മീനിങ് ഈ ഡിറക്ഷനിൽ ഒരു വിൻഡ് ഇരുന്നാൽ പോലും, ഈ ഡിറക്ഷനിൽ ഒരു വിൻഡ് വന്നാൽ നമുക്ക് തരും ഈ റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് റെയിൻ കീഴിലേക്കാണ്. വിൻഡിന്റെ വെലോസിറ്റി ഡയറക്ഷനിൽ വന്നാൽ റിസൾട്ട് വെലോസിറ്റി ഡയറക്ഷനിലേക്ക് വരും. അപ്പോൾ ഇங்கே ഒരു വിൻഡ് ഉണ്ട്. അത് ക്വസ്റ്റനിൽ ഡയറക്റ്റാ சொல்லல, ബട്ട് അത് ഈ ഒരു ഡയറക്ഷനിൽ വന്നാൽ നമുക്ക് തരും ഇங்கே ഒരു വിൻഡ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് பண்ண കേസ് വിൻഡ് വരുമ്പോൾ ഉള്ള കേസാണ്. അപ്പോൾ ഇങ്ങേന്ന് ദിസ് ഇസ് ദ ഗിവൺ. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഈ അംബർല തൂക്കി പോട്ടதுக்கு அப்புறம் ഈ man running with a velocity. അപ്പോൾ വെലോസിറ്റിയിൽ മൂവ് பண்ணும்போது பார்த்த விஷயம் റെയിൻഫോൾ. അപ്പോൾ എന്നാச்சு, ഈ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വന്ന റെയിൻഫോൾ നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആச்சு. അതായത് ഇപ്പോൾ മാൻ മൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ മാൻ ഈ റൈറ്റ് സൈഡിലേക്ക് മൂവ് ആയി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് മാൻ. ഓൾറെഡി നമുക്ക് தெரிஞ்ச വിഷയം വെലോസിറ്റി ഓഫ് റെയിൻ ഈ ഒരു ഡിറക്ഷനിലായിരുന്നു. ദിസ് ഇസ് വെലോസിറ്റി ഓഫ് റെയിൻ. ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് റെയിൻ. ഈ ഒരു ഡിറക്ഷനിൽ ദ വെലോസിറ്റി ഓഫ് റെയിൻ ഇരുന്നത്. am I correct? വെലോസിറ്റി ഓഫ് റെയിൻ ഇരുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ മാൻ இந்த ഡയറക്ഷനിൽ മൂവ് பண்ணാൽ നമുക്ക് തരും VM മൈനസ് VM എന്ന ഡയറക്ഷനിൽ വരും. ദിസ് ഈസ് ദ മൈനസ് VM. വെലോസിറ്റി ഓഫ് മാൻ ഈ ഡയറക്ഷൻ ആകുമ്പോൾ അത് ഓപ്പോസിറ്റ് ആണ്, മൈനസ് VM വരും. ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് മാൻ VM. അപ്പോൾ ഒബ്സർവ് ചെയ്ത വിഷയം എന്താണ്, ഈ റെയിൻഫോൾ നേരെ ഡയറക്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. Velocity of rain with respect to man, this is VRM, velocity of rain with respect to man. ഇതാണ് വെലോസിറ്റി ഓഫ് റെയിൻ. ഓൾറെഡി ക്വസ്റ്റനിൽ കൊടുത്ത വിഷയമാണ്. ഈ ആംഗിൾ ഓൾറെഡി ക്വസ്റ്റനിൽ കൊടുത്തിരിക്കുക 60 degree. അപ്പോൾ നമുക്ക് തരും, കാരണം ഈ VRM ഇപ്പടി കിടക്കണം നമുക്ക് തരും. VRM is what is VRM? VR minus VM. VR minus VM എന്ന് പറയണം. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എടുക്കുമ്പോൾ മൈനസ് VM താ വേണം. അതാണ് VM ഇന്ന ഡയറക്ഷനിൽ വന്നാൽ മൈനസ് VM ഇന്ന ഡയറക്ഷനിൽ. നമ്മൾ ഡീറ്റെയിൽ ആയി തിയറി പോർഷനിൽ ഡിസ്കസ് பண்ணതാണ്. അപ്പോൾ ഇங்கே കേട്ട കേൾവി രണ്ട് വിഷയങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന് വെലോസിറ്റി ഓഫ് ദി റെയിൻ ഡ്രോപ്പ് വിത്ത് റെസ്പെക്ട് ടു റോഡ് വേണം, വിത്ത് റെസ്പെക്ട് ടു മൂവിംഗ് പേഴ്സൺ വേണം. അതായത് രണ്ട് വാല്യൂം വേണം. ഇங்கே VRM വേണം, വിത്ത് റെസ്പെക്ട് ടു മാനും വേണം. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു VRM കണ്ടുപിടിക്കണം. അപ്പോൾ പറഞ്ഞു ഇங்கே രണ്ട് റേഷ്യോ എഴുതാൻ മുടിയും. ഒന്ന് ആംഗിൾ കൊടുത്തെടുക്കുക. സോ നമ്മൾ ടാൻ തീറ്റ എഴുതിയാൽ വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് VM ആണ്, അഡ്ജസൻറ്റ് സൈഡ് VRM ആണ്. ഇங்கே വാട്ട് ഈസ് ആക്ച്വലി ടാൻ തീറ്റ എவ்வளோ ആണ്? തീറ്റ ക്വസ്റ്റനിൽ കൊടുത്തിരിക്കും. വാട്ട് ഈസ് തീറ്റ? 60 degree. അപ്പോൾ അതും കൂടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആക്ച്വലി ടാൻ 60 degree ആണ് ഇതിൻ്റെ വാല്യൂ. ടാൻ 60 ആക്ച്വലി √3 ആണ്. അപ്പോൾ ഒരു റേഷ്യോ കിടച്ച്. ഇനി VMന്റെ വാല്യൂ ക്വസ്റ്റനിൽ കൊടുക്കും. വെലോസിറ്റി ഓഫ് മാൻ 20 meter per second. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് മാൻ ഈസ് 20 meter per second ഡിവൈഡ് ബൈ VRM ഇസ് ഈക്വൽ ടു √3 എന്ന് കിടച്ചാൽ VRMന്റെ വാല്യൂ √20 ഡിവൈഡ് ബൈ √3 എന്ന് വരും. ഇത് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ആണ്. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ മീൻസ് ഓപ്ഷൻ ബിയുടെ ആൻസർ ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയുടെ ആൻസർ 20 by √3. സോ 20 by √3 ഓപ്ഷൻ ഏതാ ആൻസർ ഓപ്ഷൻ എ കിടച്ചിട്ടുണ്ട്. அதனால VR ஓட கண்டுபிடிக்கும். இப்போ VR எப்படி கண்டுபிடிக்கும்? VR கண்டுபிடிக்கிறதுக்கு தான் ഇവിടെ ആംഗിൾ ഇവിടെ sin θ എടുത്താൽ പോലും sin θ എടുത്താൽ sin θ മീൻസ് sin 60. sin 60 കണ്ടുപിടിച്ചാൽ ഈ ട്രയാംഗിൾ sin 60 എന്ന് വരും. ഓപ്പോസിറ്റ് സൈഡ് മറുപടിയും VM ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് VR. അപ്പോൾ അവിടെ നിന്ന് VM കണ്ടുപിടിച്ചാൽ VR sin 60 എന്ന് കിടക്കും. വാട്ട് ഈസ് VM VR അല്ല കണ്ടുപിടിക്കണം. ഇങ്ങനെ VR താ കണ്ടുപിടിക്കണം. VR കണ്ടുപിടിച്ചാൽ VM ഡിവൈഡ് ബൈ sin 60 എന്ന് വരും. VMന്റെ വാല്യൂ ആക്ച്വലി 20.
sin 60 that is root 3 by 2 that is ഈ 2 അങ്ങ് മേലെ വരുമ്പോൾ 40 by root 3 meter per second എന്ന ആൻസർ അപ്പോൾ രണ്ട് വാല്യൂസ് ഇങ്ങനെ കണ്ടുപിടിച്ചെടുക്കുക. So the answer is 40 by root 3 ആണ് ഫസ്റ്റ് ആൻസർ, 20 by root 3. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പോൾ നല്ല ക്ലാരിറ്റി വേണം. ഈ ഒരു ക്വസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്നാ, ഇതിൽ രണ്ട് കേസും ഉണ്ട്. അതായത് വിൻഡ് വരുമ്പോൾ ഉള്ള റിസൾട്ടന്റ് വെലോസിറ്റിയുടെ കേസും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത് മാൻ മൂവ് ചെയ്യുമ്പോൾ ഉള്ള റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ മാൻ അംബർല പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത രണ്ട് കോൺസെപ്റ്റും ഈ ഒരു സിംഗിൾ ക്വസ്റ്റ്യനിലുണ്ട്. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ്. ഈ രണ്ട് കേസാണ് അധികവും ക്വസ്റ്റ്യൻസിൽ വരുവാങ്ക. സോ ക്വസ്റ്റ്യൻ നമ്പർ 12 ഓക്കെ ആയിരുന്നാൽ 13ലേക്ക് വരാം. 13 at the top of the trajectory of a particle, the direction of its velocity and acceleration. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു പ്രൊജക്ടൈൽ മോഷനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ, ദിസ് ഈസ് എ പ്രൊജക്ടൈൽ മോഷൻ. റെഡി? അപ്പോൾ നിങ്ങൾ പറയുക, ഈ പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ അനലൈസ് ചെയ്താൽ എല്ലാ പോയിന്റ്സിലെ വെലോസിറ്റി, ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വെലോസിറ്റി പറയുന്നത് ദിസ് ഇസ് ദ വെലോസിറ്റി യു. ഞാൻ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇങ്ങനെ വരുമ്പോൾ വെലോസിറ്റി വി എന്ന് യോജിച്ചാൽ ആ വിയും ആക്സലറേഷൻ്റെ ഒരു ഗ്രാവിറ്റി എപ്പോഴും ഡൗൺവേർഡ്. ആക്സലറേഷൻ എപ്പോഴും എല്ലാ പോയിന്റ്സിലും ജി ഡൗൺവേർഡാണ്, അതിൽ വ്യത്യാസമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി. ഇനി ഇങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റ് വരുമ്പോൾ വെലോസിറ്റി ഇതാണ് വെലോസിറ്റി, ദിസ് ഈസ് ദ വെലോസിറ്റി. ഈ വിയുടെ വാല്യൂ നമുക്ക് തരും യു കോസ് തീറ്റ. ഈ പോയിന്റ് വരുമ്പോൾ ദിസ് ടാൻജന്റ് ഗീവ്സ് ദ വെലോസിറ്റി, ഇതാണ് ഇങ്ങനെയുള്ള വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെ കേട്ട കേൾവി ആക്ച്വലി ദ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ എങ്ങനെയാണ്, ടോപ്പ് ഓഫ് ദി ട്രജക്ടറിയാണ്. അപ്പോൾ ടോപ്പ് ഓഫ് ദി ട്രജക്ടറിയിൽ ആക്സലറേഷൻ ഡൗൺവേർഡ്, ഈ ഹൊറിസോണ്ടലി കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മറ്റെന്തായിരിക്കും, ഇങ്ങനെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ആയിരിക്കും. സോ ആംഗിൾ എവിടെ വരും, 90 ഡിഗ്രി വരും. സോ 90 ഡിഗ്രി ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഈച്ച്, നമുക്ക് തെരിഞ്ഞ വിഷയവും. ഇനി പറയുക ഈ ഒരു പോർഷൻസിൽ, അതായത് ഈ ഒരു പോർഷൻസിലെല്ലാം ഈ വെലോസിറ്റി இந்த പക്കവും ജി இந்த പക്കവും വരും, ആംഗിൾ ഒപ്റ്റ്യൂസ് ആയിരിക്കും. അതിനാൽ ഇങ്ങനെ വന്നാൽ ആംഗിൾ അക്യൂട്ട് ഇതാ വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വെലോസിറ്റിയും ആക്സലറേഷൻ ആംഗിളും അക്യൂട്ട് ആംഗിൾ, ഇങ്ങനെ വന്നാൽ ഒപ്റ്റ്യൂസ് ആംഗിൾ വരും. ഈ ടോപ്പ് ഓഫ് ദി ട്രജക്ടറി വരുമ്പോൾ 90 ഡിഗ്രി വരും. സോ അതുകൂടെ ഇങ്ങനെ ചേർത്ത அந்த ஐடியா கூட உங்களுக்கு கலெக்ட் பண்ண முடியும். സോ ഓപ്ഷൻ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 13 ഓക്കെ ആയിരുന്നാൽ 14ലേക്ക് വരാം. 2 bullets are fired simultaneously horizontally with a different speed from the same place. Which bullet hits the ground first? അപ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് യോജിച്ചോക്കെ, ഇതൊരു ബിൽഡിംഗ്. ക്ലിയർ? അപ്പോൾ ഈ ബിൽഡിങ്ങിലിരുന്ന് നമുക്ക് ഡീറ്റെയിലായി നമ്മൾ അനലൈസ് பண்ண കേസാണ്. അതിനാൽ ജസ്റ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ. പറയുക ഇങ്ങനെ ഒരു ബോൾ പ്രൊജക്റ്റിംഗ് വിത്ത് എ വെലോസിറ്റി u1. അപ്പോൾ ഒരു ബോളിനെ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി എவ்வளோആണ്, u1 വെലോസിറ്റിയാണ്. രണ്ടാമതൊരു ബോൾ ഉണ്ട്, ആ ബോളിനെ u2 വെലോസിറ്റിയിൽ പ്രൊജക്ട് പണിയിരിക്കും. അപ്പോൾ നമുക്ക് தெரிஞ்ச വിഷയം എന്നാ, u1 വെലോസിറ്റി പ്രൊജക്റ്റ് ചെയ്ത സ്മോളർ വെലോസിറ്റിയാണ്, സോ അത് ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യും. രണ്ടാമത്തെ ഗ്രേറ്റർ വെലോസിറ്റിയാണ്, അത് ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യും. ക്ലിയർ? ഇനി പറയുക, ഇനി ബോൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ യോജിച്ച് പറയുക, സ്ട്രൈറ്റ് ലൈൻ ഡിസ്കസ് ചെയ്ത് ഒരു ബോൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. ഈ മൂന്ന് സിറ്റുവേഷനും ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചാൽ, ടൈം ഓഫ് ഫ്ലൈറ്റ് ആക്ച്വലി ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എച്ച് ആണെന്ന് വെച്ചോക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയി അനലൈസ് பண்ண കേസ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് √2h/g ആയിരിക്കും ആൻസർ. ടൈം ഓഫ് ഫ്ലൈറ്റ് TF കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഫസ്റ്റ് കേസിലായിരുന്നാലും, ഈ കേസിലായിരുന്നാലും ഒരു ബോഡി ഡ്രോപ്പ് ചെയ്താലും ടൈം ഓഫ് ഫ്ലൈറ്റിൽ വ്യത്യാസമില്ല. കാരണം ടൈം ഓഫ് ഫ്ലൈറ്റ് ആക്ച്വലി ഇതൊരു വെർട്ടിക്കൽ മോഷനാണ്. ടൈം ഓഫ് ഫ്ലൈറ്റിലെ ഈ ഡിസ്പ്ലേസ്മെന്റ് കാരണം ദിസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെർട്ടിക്കൽ മോഷൻ. വെർട്ടിക്കൽ മോഷൻ എല്ലാവരും മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അപ്പോൾ എല്ലാവർക്കും വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ അതിന് എല്ലാത്തിനും ആൻസർ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചാൽ എന്താ വ്യത്യാസം, √2h/g. ஆனால் ഇതിന് ഇനിഷ്യൽ വെലോസിറ്റി കമ്മിയാണ്. സോ ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി കണ്ടുപിടിച്ചാൽ, അപ്പോൾ ഹിറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ ഇത് v ആണ്. ഈ വിക്ക് ആക്ച്വലി നമുക്ക് തരും, അതിനൊരു ഹൊറിസോണൽ കമ്പോണന്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്. അപ്പോൾ അതിൽ ഹൊറിസോണൽ കമ്പോണന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, അത് u1 ആണ്. അപ്പോൾ u1 അധികമാകുമ്പോൾ ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി, ഈ ബോൾ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി v1 ഉം ഈ ബോൾ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി v2 ആയിരുന്നാൽ ഇങ്ങനെ v1 ഗ്രേറ്റർ ദാൻ, ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയിൽ വ്യത്യാസമാണ്, v1 ഗ്രേറ്റർ ദാൻ v2. നമ്മൾ ഡീറ്റെയിൽ ആയി അനലൈസ് பண்ணതാണ്. ബട്ട് രണ്ടുപേർക്കും സെയിം ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിരിക്കും. അതേമാതിരി ഫസ്റ്റ് ബോളിയുടെ റേഞ്ച് r1 ഇതായിരുന്നാൽ സെക്കൻഡ് ബോളിയുടെ റേഞ്ച് ഇത് r2 ആയിരിക്കും. അപ്പോൾ റേഞ്ചിൽ വ്യത്യാസമുണ്ട്, r2 ഗ്രേറ്റർ ദാൻ r1 ആണ്. അപ്പോൾ റേഞ്ചിൽ വ്യത്യാസമുണ്ട്, ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയിൽ വ്യത്യാസമുണ്ട്, ബട്ട് ഏതിൽ വ്യത്യാസമില്ല. ടൈം ഓഫ് ഫ്ലൈറ്റ് എല്ലാവർക്കും സെയിം ആയിരിക്കും. So the answer is both will hits simultaneously. Option C is the right answer. Clear? Question number 15ലേക്ക് വന്നാൽ choose the incorrect statement കണ്ടുപിടിക്കണം. ഇനി projectile motion from the ground to ground projection ആണ്. The speed of the projectile
ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ് ടു ദ സെയിം വാല്യൂ. ഇറ്റ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കാരണം നമുക്ക് തെളിഞ്ഞ വിഷയമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ മോഷൻ അനലൈസ് ചെയ്താൽ ദിസ് ഈസ് ദ പ്രൊജക്ടൈൽ മോഷൻ. നമുക്ക് തെളിഞ്ഞ വിഷയം, ഞാൻ ഇങ്ങനെ യു വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്പീഡ് ഇനിഷ്യലി യു ആണ്. ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആവും, ബട്ട് ഹൊറിസോണൽ കമ്പോണന്റ് ഉണ്ട്, ദറ്റ് ഈസ് യു കോസ് തീറ്റ വരും. ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയും സ്പീഡും സെയിം ആയിരിക്കും. വെലോസിറ്റി അല്ല സ്പീഡ്, ഡിറക്ഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വെലോസിറ്റി സെയിം എന്ന് சொல்ல முடியாது, ഡിറക്ഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് തെളിഞ്ഞ വിഷയം എന്താണ്, ഇത് മേലേക്ക് പോക പോക വെർട്ടിക്കൽ കമ്പോണന്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ 0, അതായത് മിനിമം വെലോസിറ്റി ഉള്ളത് ഇങ്ങനെയാണ്. ഇങ്ങനെ വെലോസിറ്റി 0 അല്ല, യു കോസ് തീറ്റ വെലോസിറ്റി ഉണ്ട്. ഇങ്ങനെ വെലോസിറ്റി മാക്സിമം, അത് ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ മിനിമം ആச்சு. മിനിമം മീൻസ് 0 അല്ല, യു കോസ് തീറ്റ ഉണ്ട്. അതൊക്കെ നമ്മൾ മറുപടിയും ഇൻക്രീസ് பண்ண ആരംഭിച്ചിട്ട് സെയിം വെലോസിറ്റിയിൽ സെയിം സ്പീഡിൽ ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ സ്വന്തം കറക്റ്റ് ആണ്. പ്രൊജക്ടൈൽ മോഷൻ ഗ്രൗണ്ട് ദ സ്പീഡ് ഓഫ് ദി പ്രൊജക്ടൈൽ ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ് ടു സെയിം വാല്യൂ. ഫസ്റ്റ് ഡിക്രീസസ്, സ്പീഡ് ഡിക്രീസസ്, ഒരു മിനിമം സ്പീഡിലേക്ക് വന്നാച്ച് അതുക്കപ്പുറം ഇൻക്രീസസ്. ദറ്റ് ഈസ് കറക്റ്റ്. ഇനി വെലോസിറ്റി ആയിരുന്നാല, വെലോസിറ്റി ആയിരുന്നാൽ ത്രൂ ഔട്ട് ഡിക്രീസ് ആണ്. കാരണം ഇங்கே യുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇங்கே വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആണ്, മൈനസ് യു ആണ്. അപ്പൊ ത്രൂ ഔട്ട് വെലോസിറ്റി ഡിക്രീസസ് ആണ്. അപ്പൊ ത്രൂ ഔട്ട് വെലോസിറ്റി ഡിക്രീസസ്, കാരണം ആക്സിലറേഷൻ മൈനസ് ജി ആണ്. അപ്പൊ ആക്സിലറേഷൻ മൈനസ് ജി മീൻസ് വെലോസിറ്റി ത്രൂ ഔട്ട് ഡിക്രീസ്ഡ് ആണ്. അപ്പോൾ വെലോസിറ്റി ആയിരുന്നാൽ ഇங்கே ത്രൂ ഔട്ട് ഡിക്രീസ് എന്ന് പറയണം. ബട്ട് ഇങ്ങനെ ക്വസ്റ്റിൽ കറക്റ്റ് ആയിട്ട് സ്പീഡ് എന്ന് കൊടുത്തിരിക്കും. സ്പീഡിന്റെ കേസിൽ ആക്ച്വലി ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഇനി ഇൻകറക്റ്റ് ഇത് ഐഡന്റിഫൈ ആണ്. അപ്പോൾ ഇൻകറക്റ്റ് ഐഡന്റിഫൈ ആണ്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ്. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ ഹൊറിസോണൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻ ദ ഈസ് കോൺസ്റ്റന്റ് ഇൻ എ പ്രൊജക്ടൈൽ മോഷൻ. അല്ലെ, നമുക്ക് തെളിഞ്ഞ വിഷയം ഹൊറിസോണൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എല്ലായിടത്തും കോൺസ്റ്റന്റ്. ഈ പോയിന്റിൽ വന്നാലും ഹൊറിസോണൽ കമ്പോണന്റ് യു കോസ് തീറ്റ അതാ വരും. ബട്ട് വെർട്ടിക്കൽ കമ്പോണന്റ് അതിൽ വ്യത്യാസമുണ്ട്. വട്ട് ഈസ് വെർട്ടിക്കൽ കമ്പോണന്റ്? ഈ പോയിന്റിലേക്ക് വന്നാൽ അങ്ങനെയുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ മൈനസ് ജി ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ബട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഹിറ്റ് ചെയ്യുന്ന പോയിന്റിലും ഹൊറിസോണൽ കമ്പോണന്റ് യു കോസ് തീറ്റ റിമൈൻസ്. അപ്പൊ ത്രൂ ഔട്ട് ദ മോഷൻ ഹൊറിസോണൽ കമ്പോണന്റ് ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. നമുക്ക് ഇൻകറക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ എ വരാതെ ഓപ്ഷൻ ബി വരാതെ. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ഇനി പ്രൊജക്ടൈൽ മോഷൻ വെലോസിറ്റി ഹയസ്റ്റ് പോയിന്റ് 0, അത് തപ്പല്ലേ. ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ഉണ്ട്, അത് മിനിമം വാല്യൂ ആണ്, യു കോസ് തീറ്റ വരും. അപ്പോൾ ഓപ്ഷൻ സി റോങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി വരും. ക്ലിയർ. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അത് ജസ്റ്റ് അനലൈസ് പണില്ല. ഫോർ 2 stones projected simultaneously from same point with the same speed at different angles, their trajectory may be intersect as at some point. May intersect എന്നുള്ളതാണ്, അത് മേ ബി വരില്ല. അതായത് ഞാൻ ചെക്ക് പണി കാണിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇതൊരു ഫസ്റ്റ് ഒരു പ്രൊജക്ടൈൽ, ദിസ് ഈസ് എ ഫസ്റ്റ് പ്രൊജക്ടൈൽ. അപ്പോൾ അതേക്കാൾ കൊഞ്ചം അധികമായ ആംഗിൾ പ്രൊജക്ട് ചെയ്ത പ്രൊജക്ടൈലായത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഉള്ള പ്രൊജക്ടൈൽ, അത് തീറ്റ 1, ഇത് നെക്സ്റ്റ് ഒരു ആംഗിൾ തീറ്റ 2. സ്പീഡ് സെയിം ആണ്. അപ്പോൾ പാരുங்க ഇവിടെ ഇവങ്ങളുടെ ട്രജക്ടറി ഹിറ്റ് പண்றதுக்கு ചാൻസ് ഉണ്ട്. ട്രജക്ടറി രണ്ട് ബോഡിയും കൊളൈഡ് ആവുന്നല്ല, അവങ്ങളുടെ ട്രജക്ടറിയിൽ മേ ബി ഒരു ഇന്റർസെക്ഷൻ ഈസ് പോസിബിൾ. ഇനി എപ്പോഴും നടക്കണമെന്ന് ആവശ്യമില്ല. കാരണം ഞാൻ പാരുங்க ഇതേക്കാൾ കമ്മിയായ ഒരു ആംഗിൾ പ്രൊജക്ട് ചെയ്താൽ അത് ഇന്റർസെക്ട് ആകാമല്ലേ എങ്കിൽ വന്ന് വീഴില്ല. പാരുங்க അപ്പോൾ ഇന്റർസെക്ട് ആകാം, അത് മേ ബി ഇന്റർസെക്ട് ആകലാം, അത് ബോഡി ഇന്റർസെക്ട് ആവണമെന്ന് ആവശ്യമില്ല. അത് ക്വസ്റ്റ്യനിലും ഈ ഓപ്ഷൻസിലും കൊടുക്കില്ല. ഓപ്ഷനിൽ കൊടുത്ത വാല്യൂ പാരുங்க അറ്റ് വിച്ച് സെയിം സ്പീഡ് ഈസ് ഡിഫറെന്റ്, their trajectories ആണ്, ബോഡി അല്ല, മേ ഇന്റർസെക്ട്. അപ്പോൾ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ തപ്പാന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി മട്ടുവാണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 15 ഓക്കെ ആയിരുന്ന 16ലേക്ക് പോകാം. 16ലേക്ക് വന്നാൽ ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ട്രജക്ടറി ഇക്വേഷൻ ആണെങ്കിൽ കൊടുത്തത് y is equal to ax minus bx square. വേറെ എ ആൻഡ് ബി എക്സ് ആൻഡ് വൈ എല്ലാം എന്നതെന്ന് എഴുതിയെടുക്കുക. അതുക്കപ്പുറം കേട്ടത് മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പാർട്ടിക്കിൾ വേണം, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ വേണം. അപ്പോൾ ട്രജക്ടറി ഇക്വേഷൻ ആണെങ്കിൽ കൊടുത്തത് y is equal to ax minus bx square എന്ന് കൊടുത്തിരിക്കും. നമുക്ക് தெரிஞ்சതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ട്രജക്ടറി ഇക്വേഷൻ ഈസ് y is equal to x tan theta minus gx square 2u square cos square theta is the standard form. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കമ്പയർ ചെയ്താൽ 1ഉം 2ഉം കമ്പയർ ചെയ്താൽ പാരുங்க ഇങ്ങനെ എക്സുടെ കോഎഫിഷ്യന്റ് എ, ഇങ്ങനെ എക്സുടെ കോഎഫിഷ്യന്റ് ടാൻ തീറ്റ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങേന്ന് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ എന്ന് കിടക്കും. അത് കിടച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കിടക്കും. വാട്ട് ഈസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ എന്ന് കിടക്കും. സോ ഫസ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആച്ച് ടാൻ ഇൻവേഴ്സ് ബി അല്ല, ടാൻ ഇൻവേഴ്സ് 2b അല്ല, ടാൻ ഇൻവേഴ്സ് എ. ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. ഇതിൽ ഇതാ ഒന്ന് ആൻസർ വരും. ഇന്നൊരു ക്വസ്റ്റ്യൻ കൂടെ കണ്ടുപിടിക്കും. ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ
പാർട്ടുകൾ കണ്ടുപിടിക്കണം, മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ പറയുക ആക്ച്വലി ഇതിൻ്റെ ഒരു മോഷൻ അനലൈസ് ചെയ്താൽ നമുക്ക് തരും ഇവിടെ എക്സും വൈയും എല്ലാം. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ദ പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ അതിൽ എക്സ് വാല്യൂസിനത് ഇതാണ് എക്സ് വാല്യൂസ്, അല്ലെ ഈ ഹൊറിസോണ്ടലുള്ള വാല്യൂസ് ആണ് എക്സ് വാല്യൂ. ആ എക്സ് വാല്യൂയുടെ മാക്സിമം വാല്യൂ ആണ് അത് റേഞ്ച്. വൈ വാല്യൂ വൈ വാല്യൂ മീൻസ് ഇത് വൈ വാല്യൂ, ഇത് വൈ വാല്യൂ, ഇത് വൈ വാല്യൂ, ഇതെല്ലാം വൈ വാല്യൂസ് ആണ്. ബട്ട് ആ വൈ വാല്യൂയുടെ മാക്സിമം വാല്യൂ ആണ്, ആ വൈ വാല്യൂയുടെ മാക്സിമം വാല്യൂ നമ്മൾ എച്ച് മാക്സ് എന്ന് ചൊല്ലുവാങ്ക. ഉണ്ടോ ക്ലിയർ? വൈ വാല്യൂസിന്റെ മാക്സിമം വാല്യൂ ആണ് ഇവിടെ കേട്ട കേൾവി. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ആക്ച്വലി ഈ കൊടുത്ത വൈ വാല്യൂ ഉണ്ടല്ലോ, இந்த വൈ വാല്യൂയുടെ മാക്സിമം വാല്യൂ ആണത് ഹൈറ്റ്. അപ്പൊ ഇതേമാതിരി യോജിച്ചാൽ ഈസി ആയിട്ട് പണ്ണ മുടിയും. ഇല്ലിനെ പറയുക ഇവിടെ എക്സുടെ കോഎഫിഷ്യന്റ് നമ്മൾ എന്ന് ഐഡന്റിഫൈ ചെയ്തു, എയുടെ വാല്യൂ ടാൻ തീറ്റ എന്ന് ഐഡന്റിഫൈ ചെയ്തു. അതേമാതിരി നമ്മുടെ ബി ഉണ്ട്, ബിയുടെ കോഎഫിഷ്യന്റ് എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയറുടെ കോഎഫിഷ്യന്റ് ഇങ്ങനെ ബി ആണ്, ഇങ്ങനെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഈ ഒരു ടേം വരും. ഇവങ്ങളെ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. ബട്ട് അതൊക്കെ അധികമാ സ്റ്റെപ്സ് നമ്മൾ എഴുത വേണ്ടി വരും. അപ്പൊ അത് ഈസി ആയിട്ട് എപ്പടി பண்ணணும், ടൈം എപ്പടി സേവ് பண்ண முடியும், അതാണ് ഞാൻ சொல்றது. അതായത് ഇവിടെ വൈ വാല്യൂ നമുക്ക് தெரிஞ்ச വിഷയമാണ്. ആ വൈ വാല്യൂടെ മാക്സിമം വാല്യൂ ആണ് എച്ച് മാക്സ്. അപ്പോൾ നമുക്ക് தெரிஞ்ச ഒരു വിഷയം, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് മാക്സിമം ആവും? ഒരു ഫംഗ്ഷൻ മാക്സിമം ആവുമ്പോൾ അതുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവും. നമുക്ക് தெரிஞ்ச വിഷയം dy by dx 0 ആവും. ഇത് தெரியாதவங்களுக்கு ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നോട് കയ്യിൽ ഏതോ ഒരു ഫംഗ്ഷൻ, എനിക്ക് தெரியாது ഏതോ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഫോർ എക്സാമ്പിൾ ഇതാണ് എൻ്റെ ഒരു വാല്യൂ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുക ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എങ്ങനെയാണ്? മാക്സിമം വാല്യൂ ഈ പോയിന്റ്, ഇത് വൈയും ഇത് എക്സും ആണെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് മാക്സിമം വാല്യൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് പാരുங்க, ഈ ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഈ പോയിന്റിന്റെ സ്പെഷ്യാലിറ്റി, ഈ പോയിന്റിൽ സ്ലോപ്പ് 0 ആണ്. അപ്പോൾ ഫംഗ്ഷൻ മാക്സിമം ആകുമ്പോൾ ഇങ്ങനെ സ്ലോപ്പ് 0 ആയി, dy by dxന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ 0 ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ മാക്സിമം ആകുമ്പോൾ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്, നമുക്ക് தெரிஞ்ச വിഷയമാണ്. അതിങ്ങനെ അപ്ലൈ ചെയ്താൽ പോലും. അപ്പോൾ ഇവിടെ വൈയുടെ മാക്സിമം വാല്യൂ വേണമെന്നാൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഈ ഇക്വേഷൻ നമ്പർ 1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ a ഇൻറ്റു ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ a ഇൻറ്റു dx by dx 1 ആണ്, ഇൻറ്റു 1 മൈനസ് b ഇൻറ്റു എക്സ് സ്ക്വയർ ഡിഫറൻഷ്യൽ 2x വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെയെന്ന് ആക്ച്വലി ഈ മൈനസ് ടേം റൈറ്റ് സൈഡിലേക്ക് എടുത്തിട്ട് 2bx is equal to a എന്ന് വരും. സോ എക്സിന്റെ വാല്യൂ a by 2b എന്ന് കിടച്ചു. അപ്പോൾ എക്സിന്റെ വാല്യൂ a by 2b എന്ന് കിടച്ചാൽ ഈ എക്സിന്റെ വാല്യൂ ആക്ച്വലി ഈ ഇക്വേഷൻ നമ്പർ 1ലേക്ക് പോട്ടാൽ പോതും. അപ്പോൾ ഈ വൈയുടെ മാക്സിമം വാല്യൂ കിടക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് കിടച്ചെടുക്കാം. ആക്ച്വലി ആൻസർ ഇങ്ങനെ കിടച്ചെടുക്കും. ഞാൻ ഇങ്ങനെ സോൾവ് പണ്ണാം. അപ്പോൾ എക്സുടെ വാല്യൂ, അപ്പോൾ വൈയുടെ മാക്സിമം വാല്യൂ വേണം. ആ വൈയുടെ മാക്സിമം വാല്യൂ എപ്പോഴും കിടക്കും? എക്സുടെ വാല്യൂ a by 2b സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணണം. അപ്പോൾ നമുക്ക് தெரிஞ்ச ഇങ്ങനെയുള്ള ഇക്വേഷൻ ax minus bx square. അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് a into what is x, a by 2b minus b into x square വേണം, that is a square divided by 2 square 4 വരും, that is into b square എന്ന് വരും. സോ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചാൽ it is a square divided by 2b മൈനസ് ഓരോ b ഇങ്ങനെ ക്യാൻസൽ ആയാൽ മീതി ഉള്ളത് a square by 4b എന്ന് വരുവാക്കി. അപ്പോൾ a square by b കോമൺ വെച്ചാൽ ഇങ്ങനെ 1/2 മൈനസ് 1/4, ദാറ്റ് ഈസ് 1/4 എന്ന് കിടക്കും, ദാറ്റ് ഈസ് a square by 4b എന്ന് കിടക്കും. അപ്പോൾ ഈ വൈയുടെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ എന്നാ ചൊല്ലുവാങ്ക, എച്ച് മാക്സ് എന്ന് ചൊല്ലുവാങ്ക. സോ എച്ച് മാക്സ് കണ്ടുപിടിച്ചു. അപ്പോൾ എച്ച് മാക്സ് ഈസ് a square by 4b. അപ്പോൾ രണ്ട് ആൻസർ വെച്ച്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇങ്ങനെ ഓപ്ഷൻ ഡി കിടയാതെ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇതേമാതിരി മാക്സിമം ഹൈറ്റ് ഇപ്പോൾ ഇങ്ങനെ കേൾവി വന്നിരിക്കും. ഇതേമാതിരി ഏതും കേൾക്കലാം. മാക്സിമം റേഞ്ച് കേൾപ്പാങ്ക. ഇപ്പൊ മാക്സിമം റേഞ്ച് കേൾവി വന്നതിനെ പറഞ്ഞാൽ നിങ്ങൾ യോസിച്ച് പറഞ്ഞു മാക്സിമം റേഞ്ച് ആയിരുന്നാൽ അതൊരു ഐഡിയയോടെ சொல்றேன். കാരണം മേ ബി മാക്സിമം റേഞ്ച് കേൾപ്പം. മാക്സിമം റേഞ്ച് ആയിരുന്ന മീനിങ് എക്സിന്റെ വാല്യൂ 6 ആവണം. അപ്പൊ എക്സിന്റെ വാല്യൂ 6 ആകുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് റേഞ്ച്. എക്സിന്റെ വാല്യൂ 6 ആകുമ്പോൾ ഈ വൈ വാല്യൂ പാരുங்க, വൈ വാല്യൂ ആക്ച്വലി 0 ആയിരിക്കും. അപ്പോൾ വൈ വാല്യൂ 0 ആകുമ്പോഴുള്ള എക്സ് വാല്യൂ ആണ് എന്നത് റേഞ്ച് എന്ന് சொல்ல முடியும். അപ്പോൾ ഈ ക്വസ്റ്റനിൽ പാരുங்க ഇവിടെ വൈ വാല്യൂ കൊടുത്തിരിക്കും. വാട്ട് ഈസ് വൈ വാല്യൂ? ax മൈനസ് bx സ്ക്വയർ എന്ന് കൊടുത്തിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റനിൽ റേഞ്ചിന്റെ കേൾവി വന്നാൽ ഇങ്ങനെ ഈ ക്വസ്റ്റനിൽ കേൾക്കല. ഇനി ഒരു ക്വസ്റ്റനിൽ ഇതേമാതിരി കേട്ടാൽ റേഞ്ച് കേൾവി വന്നാൽ നമുക്ക് തരും റേഞ്ച് എപ്പോഴാണ്? വൈ വാല്യൂ 0 ആകുമ്പോൾ എക്സ് കണ്ടുപിടിച്ചാൽ പോകും. അപ്പോൾ വൈ വാല്യൂ 0 ആയാൽ 0 is equal to ax മൈനസ് bx സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു bx സ്ക്വയർ ഇസ് ഈക്വൽ ടു ax എന്ന് വരും. സോ ഇങ്ങനെ ഓരോ എക്സ് ക്യാൻസൽ ആയാൽ എക്സ് ഇസ് ഈക്വൽ ടു
എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ ബി എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ ബി. അപ്പോൾ എ ബൈ ബി ആണ് എന്നത് ഇങ്ങനെ ഉള്ള റേഞ്ച് എന്നും சொல்ல முடியும். സോ റേഞ്ച് കേട്ടാൽ ദിസ് ഈസ് ദ റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ. ക്ലിയർ? അപ്പോൾ ഇതേമാതിരി ഇക്വേഷൻ ഓഫ് ട്രജക്ടറി കൊടുത്താലും എന്ത് വിഷയവും ഭയപ്പെട വേണം, ഇതേമാതിരി സോൾവ് பண்ணா போதும். ഇസ് ഇറ്റ് ക്ലിയറോ? ഇത് ക്ലിയർ ആയിരുന്നാൽ ഗോയിങ് ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 17ലേക്ക് വരാം. ഇങ്ങനെയുള്ള ഒരു 2 seconds ആഫ്റ്റർ പ്രൊജക്ഷൻ a projectile is traveling in a direction inclined at a 30 degree to the horizontal. After 1 more second it is traveling horizontally. Then അപ്പോൾ ഈ ക്വസ്റ്റ്യനും നല്ല അനലൈസ് பண்ணണം. ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ ഉണ്ട്. സോ ക്വസ്റ്റ്യനിൽ കൊടുത്ത വിഷയം പ്രൊജക്ടൈൽ ആകുമ്പോൾ നമ്മൾ പാത്ത് ഞാൻ ഇതേമാതിരി വരച്ചിരിക്കും. ദിസ് ഇസ് എ പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ. ഒരു വിഷയം കൊടുത്തത് തന്നെ ഞാൻ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നിന്നാണ് പ്രൊജക്ടൈൽ സ്റ്റാർട്ട് பண்ணின்னு വെച്ചു. വിത്ത് വെലോസിറ്റി യു. വിത്ത് വെലോസിറ്റി യുയിൽ സ്റ്റാർട്ട് பண்ணிருக்கு. ഇനി ക്വസ്റ്റ്യൻസ് ഒന്ന വിഷയം 2 seconds ആഫ്റ്റർ പ്രൊജക്ഷൻ എ പ്രൊജക്ടൈൽ ഈസ് ഇൻ എ ഡിറക്ഷൻ ഇൻക്ലൈൻഡ് അറ്റ് 30 degree. അപ്പോൾ 2 seconds അപ്പുറമാണ്. അപ്പോൾ 2 seconds അപ്പുറം ഫോർ എക്സാമ്പിൾ പ്രൊജക്ടൈൽ ഈ ഒരു പോയിന്റിൽ വന്നെന്ന് വെച്ചുకోங்க. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി ഫോർ എക്സാമ്പിൾ വെലോസിറ്റി വി ആയിരുന്നാൽ ഇങ്ങനെയുള്ള ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തത്. ഈ ഒരു ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ദിസ് ആംഗിൾ ഈസ് ഗിവൺ ആസ് 60 അല്ല, ദിസ് ആംഗിൾ ഈസ് ഗിവൺ ആസ് 30 degree എന്ന് കൊടുത്തിരിക്കും. അപ്പോൾ അതുക്കുള്ള ടൈമും കൊടുത്തിരിക്കും. അതായത് ഈ ഇங்கே ഇരുന്ന് സ്റ്റാർട്ട് பண்ணி ഇங்கே വരേക്കും വരതുക്കുള്ള ടൈമും ക്വസ്റ്റ്യനിൽ 2 seconds എന്ന് കൊടുത്തിരിക്കും. ഇനി ഒരു വിഷയം ആഫ്റ്റർ 1 more second ആണ്. ആഫ്റ്റർ 1 more second ഈ ട്രാവലിംഗ് ഹൊറിസോണ്ടലി. അപ്പോൾ 1 second താണ്ടിയപ്പോൾ പ്രൊജക്ടൈൽ ഹൊറിസോണ്ടലായി. സോ ദിസ് ഈസ് ദ പാത്ത്. ദിസ് ഈസ് ദ വി ഡാഷ്. വി ഡാഷ് സീക്വൽ എന്ന് വരും യു കോസ് തീറ്റ വരും. നമുക്ക് തെരിഞ്ഞ വിഷയം. അപ്പോൾ നിങ്ങൾ പറയുക മൊത്തമാ ഈ പോയിന്റ് ഫോർ എക്സാമ്പിൾ ഞാൻ ആ പോയിന്റ് പി എന്ന് മാർക്ക് ചെയ്യാം. ഈ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഓയിലിരുന്ന് ഈ പി വരേക്കുള്ള ടൈമും പിയിലിരുന്ന് ഈ പോയിന്റ് ഒരു ക്യൂ എന്ന് പോടാം. ക്യൂ വരേക്കുള്ള ടൈമും ക്വസ്റ്റ്യനിലുണ്ട്. ഒ ടു പി 2 seconds, പി ടു ക്യൂ 1 second. അപ്പോൾ മൊത്തമാ ഈ ഒരു ടൈം എവിടെ വെച്ച് 3 seconds. 3 seconds മീൻസ് ദിസ് ഈസ് എ ടൈം ഓഫ് അസെന്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റാ ടൈം ഓഫ് അസെന്റ് ഇതാ കൊടുത്തിരിക്കും. അപ്പോൾ ടൈം ഓഫ് അസെന്റ് മീൻസ് 2u sin theta by g is the total time of flight. അപ്പോൾ ടൈം ഓഫ് അസെന്റ് അതിന്റെ പാതി വരും. അപ്പോൾ 2 ഇങ്ങനെ വരാതെ പാതി മീൻസ് u sin theta by g യുടെ വാല്യൂ ആണെങ്കിൽ 3 seconds എന്ന് കൊടുത്തത്. ക്ലിയർ? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്ത വിഷയം ഐഡന്റിഫൈ பண்ணியிருக்கு. ഇനി നെക്സ്റ്റ് ഇതിന്റെ കേട്ട കേൾവി ഇങ്ങനെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ചെക്ക് ചെയ്യണം, ആംഗിൾ ഓഫ് പ്രൊജക്ഷനും ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് വിഷയങ്ങളും ഇങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതൊക്കെ മുതലേ ഇങ്ങനെ യാരെ കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനെ ഇരുന്ന് യു സൈൻ തീറ്റ കിടക്കും. യു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 3g. ജിയുടെ വാല്യൂ 10 എന്ന് എടുത്താൽ 30 എന്ന് കിടക്കും. അപ്പോൾ യു സൈൻ തീറ്റ കിടച്ചിരിക്കും. ഇനി ആര് വേണം? ഇനി നമുക്ക് യു സൈൻ തീറ്റ വേണം. അപ്പോൾ അതോടെ എഴുതാൻ പറ്റുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ മുടിയും. സോ യു സൈൻ തീറ്റ കിടച്ചിരിക്കും. ഇനി യു കോസ് തീറ്റ കൂടെ കണ്ടുപിടിച്ചാൽ ഇങ്ങനെ വെലോസിറ്റിയും എഴുതാം, ആംഗിളും കണ്ടുപിടിക്കാം. അപ്പോൾ യു സൈൻ തീറ്റ വേണം. അപ്പോൾ യു സൈൻ തീറ്റ കൊണ്ട് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഒരു ഡാറ്റ നമ്മൾ കൊടുത്തിരിക്കുക. എന്നതാണ് ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 30 എന്ന് കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുക ഈ പോയിന്റിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് എ വെലോസിറ്റി വി? ആ വെലോസിറ്റി വി നമുക്ക് തരും. വാട്ട് ഈസ് എ വെലോസിറ്റി വി? ആക്ച്വലി ആ വെലോസിറ്റിക്ക് 2 കമ്പോണന്റ് ഉണ്ട്. ഒരു വി എക്സ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് വരും, ഒരു വി വൈ വെർട്ടിക്കൽ കമ്പോണന്റ് വരും. ഇതിൽ ഈ വെർട്ടിക്കൽ കമ്പോണന്റ് വി വൈയുടെ വാല്യൂ എന്നത് വരും വി വൈ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ മൈനസ് ജി ടി. നമ്മൾ ഡിസ്കസ് பண்ணതാണ് യു സൈൻ തീറ്റ മൈനസ് ജി ടി വി വൈ. എന്നാൽ വി എക്സിന്റെ വാല്യൂയിൽ വ്യത്യാസമില്ല. വി എക്സ് ഇസ് ഈക്വൽ ടു അത് എപ്പോഴും യു കോസ് തീറ്റ da വരും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ വി വൈ ഉണ്ട്, വി എക്സ് ഉണ്ട്. ഇനി പറയുക ആ വി വൈ ബൈ വി എക്സ് കണ്ടുപിടിക്കാം. ആക്ച്വലി ഇങ്ങനെ ടാൻ തീറ്റ എടുത്താൽ പോലെ ടാൻ 30 അങ്ങ് എടുത്താൽ പോലും ആ ഒരു പോയിന്റിലെ ടാൻ 30 കണ്ടുപിടിച്ചാൽ ഞാൻ சொல்றது പോയിന്റ് നിങ്ങൾക്ക് പുരിയുതാ. ഈ ടാൻ 30 കണ്ടുപിടിച്ചാൽ ഇതാണ് ദിസ് ഈസ് വി വൈ, ഇത് വി എക്സ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇത് വി വൈ, ഇത് വി എക്സ്. അപ്പോൾ ടാൻ 30 എടുത്താൽ വി വൈ ബൈ വി എക്സ്. അപ്പോൾ ടാൻ 30 കണ്ടുപിടിച്ചാൽ ഇങ്ങനെ വി വൈ ബൈ വി എക്സ് എഴുതാം. വി വൈ ബൈ വി എക്സ്. അപ്പം ഞാൻ അങ്ങനെ അത് കൊഞ്ചം കൂടെ ഇതിനെ ഒന്ന് അറേഞ്ച് പണി വെക്കണേ. ഇങ്ങനെ കിട്ടും. അപ്പോൾ വി വൈ ബൈ ടാൻ 30 ഈസ് ഈക്വൽ ടു വി വൈ ബൈ വി എക്സ്. വാട്ട് ഈസ് വി വൈ? വി വൈയുടെ വാല്യൂ യു സൈൻ തീറ്റ മൈനസ് ജി ടി ആൻഡ് യു കോസ് തീറ്റ. വി എക്സ് ഈസ് യു കോസ് തീറ്റ നമുക്ക് തെരിഞ്ഞ വിഷയമാണ്. ഇനി പറയുമെങ്കിൽ ജിയുടെ വാല്യൂ ആക്ച്വലി ജി 10 ആണ്. ടൈം നമുക്ക് തെരിഞ്ഞ വിഷയമാണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് பண்ண முடியும். കാരണം വാട്ട് ഈസ് ടാൻ 30? ടാൻ 30 ഈസ് 1/√3 which is equal to യു സൈൻ തീറ്റ നമുക്ക് தெரியாது, അതാ കണ്ടുപിടിക്കണം.
മൈനസ് ജിയുടെ വാല്യൂ 10 ആണ്. ടൈം മീൻസ് ഇങ്ങേന്ന് ഇതുവരേക്കുള്ള ടൈമാണ്. ടൈം കറക്റ്റ് ഐഡന്റിഫൈ പണ്ണുങ്ക ഇങ്ങേന്ന് ഇതുവരേക്കുള്ള ടൈം. ആ ടൈം ക്വസ്റ്റനിൽ 2 സെക്കൻഡ് ഓൾറെഡി കൊടുത്തിരിക്ക്. സോ അത് 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. യു കോസ് തീറ്റ தெரியுமா? தெரியாது. യു കോസ് തീറ്റ தெரியாது. ബട്ട് യു സൈൻ തീറ്റ தெரியும். ആക്ച്വലി യു സൈൻ തീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ യു സൈൻ തീറ്റ தெரியுമേ. ഈ യു സൈൻ തീറ്റ വാല്യൂ ക്വസ്റ്റനിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. വാട്ട് ഈസ് യു സൈൻ തീറ്റ? 3g. ഓക്കെ, അപ്പോൾ യു സൈൻ തീറ്റ വാല്യൂ 3g മീൻസ് 30. അപ്പോൾ 30 എന്ന് കണ്ടുപിടിച്ചിട്ട് ക്ലിയർ. 30 എന്ന് ഓൾറെഡി കിടച്ച വാല്യൂ ആണ്. സോ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു സ്റ്റെപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ഇവിടെ 30 2 into 10 means 20. 30 minus 20 10 എന്ന് വരും. ദാറ്റ് ഈസ് 10 ഡിവൈഡ് ബൈ യു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/√3 എന്ന് കിടക്കും. ദാറ്റ് ഈസ് യു കോസ് തീറ്റയുടെ വാല്യൂ 10 ബൈ യു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 10√3. 10√3 എന്ന് കിടക്കും. അപ്പോൾ യു സൈൻ തീറ്റ കിടച്ച് യു കോസ് തീറ്റ കിടച്ച്. ഇനി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്ത് ആരെ കിടക്കും? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് എഴുതാം. ദാറ്റ് ഈസ് യു സൈൻ തീറ്റ കിടച്ചിருக்கு. That is 10√3. Sorry, u sin theta is 30 and u cos theta in കിടച്ചിருக்கு. What is u cos theta? 10√3. So ഇങ്ങ ഡിവൈഡ് ചെയ്താൽ u cancel ആവും. tan theta വാല്യൂ 30 ഡിവൈഡ് ബൈ 10√3. that is cancel ആയില്ലെങ്കിൽ √3 എന്ന് വരും. that is theta is equal to 60 degree. അപ്പോൾ തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിருக்கு. what is angle of projection? this is 60 degree. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇങ്ങനെ ഓപ്ഷനിലുണ്ട്, അത് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്താൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈ 60 ഡിഗ്രി വിത്ത് ദി വെർട്ടിക്കൽ ദാറ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ്. അപ്പോൾ വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ മീൻസ് ഇതുള്ളത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് റോങ്. അപ്പോൾ അത് ആൻസർ പண்றதுக்கு ചാൻസ് ഉണ്ട്. സോ ഗവനിക്കണം. അപ്പോൾ 60 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ വരണം. ഓപ്ഷൻ ഉള്ളത് വെർട്ടിക്കലാണ്. ഓപ്ഷൻ ഡി തപ്പ. ഓപ്ഷൻ ഡിയും തപ്പ, ഓപ്ഷൻ സിയും തപ്പ. ഡിയിലുള്ളത് 45 ഡിഗ്രി. അത് ഏതായിരുന്നാലും വരാതെ. അപ്പോൾ ഇനി ആരാ ചെക്ക് ചെയ്യണം? വെലോസിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ വെലോസിറ്റിക്ക് 2 വാല്യൂ ഉണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കുക. യു കണ്ടുപിടിക്കണം. അപ്പോൾ യു കണ്ടുപിടിക്കുന്നത് ഈസിയാണ്. തീറ്റ കിടച്ചിருக்கு. അപ്പോൾ ഇങ്ങനെ ഏതാவது ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോതും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணாൽ ഇങ്ങനെ യു സൈൻ തീറ്റയുടെ വാല്യൂ സൈൻ 60 ഈക്വൽ ടു 30 എന്ന് എഴുതാൻ முடியும். ദാറ്റ് ഈസ് യു ഇൻറ്റു സൈൻ 60 ഈസ് √3/2 ഇസ് ഈക്വൽ ടു 30 എന്ന് വരും. ദാറ്റ് ഈസ് യു ഇസ് ഈക്വൽ ടു 2 into 30/√3 എന്ന് വരുവാങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ ആക്ച്വലി 3യും ഈ √3യും കൂടെ കട്ട് ചെയ്താൽ മേലെ ഒരു √3 വരും. ദാറ്റ് ഈസ് 20√3 എന്ന ആൻസർ വരും. 20√3. അപ്പോൾ ഇനിഷ്യൽ സ്പീഡ് 20√3. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 7 ഓക്കെ ആണെന്ന് എനിക്കറിയാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇത് നീറ്റ് എക്സാമിനേഷന് വരുമ്പോൾ ഇതിൽ ഏതാவது ഒരു ക്വസ്റ്റ്യൻ എന്താ വരും? എല്ലോ ക്വസ്റ്റൻ. ഇപ്പൊ ഞാൻ ഇതിൽ എല്ലോ ക്വസ്റ്റൻസ് വിട്ടിരിക്കും. ഇതിൽ ഏതാவது ഒരു ക്വസ്റ്റൻ 2 ക്വസ്റ്റൻ தான் നീറ്റ് എക്സാമിനേഷനിലേക്ക് വരുവാங்க. സോ ക്വസ്റ്റൻ നമ്പർ 17 ഓക്കെ എന്ന് നിனைக்கிறேன். സോ ഗോയിങ് ടു ദി ക്വസ്റ്റൻ നമ്പർ 18 ലേക്ക് വരാം. നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആർ ഫയർഡ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻ വിത്ത് ദ സെയിം ഇനിഷ്യൽ വെലോസിറ്റി യു. ദ മാക്സിമം ഏരിയ ഓഫ് ഗ്രൗണ്ട് കവേർഡ് ബൈ ദ ബുള്ളറ്റ് ഈസ്. അപ്പൊ ഈ കേസ് നമ്മൾ ഡിസ്കസ് பண்ணது அதாவது മാക്സിമം അൺസേഫ് ഏരിയ. അതായത് ഇങ്ങനെ ഒരു പോലീസ്മാൻ ഉണ്ട്. ഈ പോലീസ്മാൻ ബുള്ളറ്റ് ഫയർ ചെയ്യും. അപ്പോൾ ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ഈ ബുള്ളറ്റിന് മാക്സിമം റേഞ്ച് കിടക്കുന്ന ആംഗിൾ എപ്പോഴാണ്? 45 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താൽ ഇതിന് മാക്സിമം റേഞ്ച് കിടക്കും. സോ ദിസ് ഈസ് ദ ആർ മാക്സ്. ദിസ് ഈസ് ആർ മാക്സ് അല്ലേ? അപ്പോൾ ഇത് ചുറ്റി ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഏരിയ ആണ് മാക്സിമം അൺസേഫ് ഏരിയ. ദിസ് ഈസ് ഇത് ചുറ്റി ഞാൻ ഒരു ഏരിയ ഇതേമാതിരി കൺസിഡർ ചെയ്താൽ ഈ ആർ മാക്സ് എന്നതാവും. ആർ മാക്സ് ഈസ് ആക്ച്വലി എന്നതാവും ഇതിന്റെ റേഡിയസ് ആയിട്ടും. അപ്പോൾ റേഡിയസ് ആയിട്ടും ചേഞ്ച് ചെയ്താൽ ഇതിയുടെ ഏരിയ, ഈ ഏരിയ എപ്പോഴും കണ്ടുപിടിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ മാക്സ് ദ ഹോൾ സ്ക്വയർ. നമ്മൾ ഈ കോൺസെപ്റ്റ് ഒരു ഫോർ എക്സാമ്പിൾ ഇതുക്കിടയിൽ ഇതുക്കുള്ള ഒരു തീഫ് ഈ ഒരു ഏരിയക്കുള്ള ഇരുന്നാൽ ആ തീഫ് അൺസേഫ് ആണ്. ഇതൊക്കെ വെളിയിലായിരുന്നാൽ സേഫ് ആണ്. അപ്പോൾ ഈ തീഫിനെ പുറത്ത് ഈ ബുള്ളറ്റ് കിടക്കുന്നതൊക്കെ ചാൻസസ് എപ്പോഴാണ്? ഈ ഏരിയക്കുള്ള ഇരുന്നാൽ, ഈ ഏരിയ മീൻസ് ഈ ഒരു ഏരിയക്കുള്ള ഇരുന്നാൽ ഇത് അൺസേഫ് ആണ്, അതൊക്കെ വെളിയിൽ സേഫ് ആണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് பண்ணതാണ്. ഇങ്ങനെ ആ ഒരു വിഷയം എതുവുമേ ഇല്ല. ഇങ്ങനെ ചുമ്മാ ബുള്ളറ്റ് ഫയർ பண்ணிருக்கு സെയിം ഇനിഷ്യൽ വെലോസിറ്റി മാക്സിമം ഏരിയ കണ്ടുപിടിച്ചാൽ പോലും. അപ്പോൾ പൈ ആർ മാക്സ് what is the area? what is r max is equal to പൈ ഇൻറ്റു അത് യു സ്ക്വയർ ബൈ ജി ആണ്. ആർ മാക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു യു സ്ക്വയർ ബൈ ജി
the whole square, that is option D is the right answer. Direct question, എന്ത് ഡൗട്ടും ഇല്ല. So question number 18 okay ആയിരുന്നു. 19ലേക്ക് പോകാം. അപ്പോൾ 19ലേക്ക് വരുമ്പോൾ the ceiling of a long hall is 60 meter high. What is the maximum horizontal distance that ball throw with the speed of 40 meter per second can without hitting the ceiling of the hall? അപ്പോൾ സീലിംഗിൽ ഹിറ്റ് பண்ண കൂടാ, ബട്ട് മാക്സിമം റേഞ്ച് கிடைக்கணும். ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മീൻസ് റേഞ്ച് கிடைக்கணும். അപ്പോൾ നമുക്ക് தெரிஞ்ச விஷயம் മാക്സിമം റേഞ്ച് கிடைக்கிறதுக்கு 45 ഡിഗ്രിയിൽ താ ത്രോ பண்ணணும். അപ്പോൾ പ്രോബ്ലം എന്നതാണ്, ഇതൊരു ഓപ്പൺ അല്ല, ഇങ്ങനെ ഉള്ളത് ഒരു ഹോളുക്കുള്ളയാണ്. അപ്പോൾ ഹോളുക്കുള്ള ലിമിറ്റേഷൻ അതിന്റെ ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് എவ்வளவு இருக்கு, ആ ഹൈറ്റിനെ പൊറുത്ത് മറ്റെന്താ ആംഗിൾ ചൂസ് பண்ண முடியும். അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ല ഗവനിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ആ ബിൽഡിംഗ്, ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു ഹാൾ എന്ന് വെച്ചിക്കോங்க. റെഡി? അപ്പോൾ ഇത് ഹാളായിരുന്നാൽ ഇതിൻ്റെ ഹൈറ്റ് ക്വസ്റ്റ്യനിലുണ്ട്. ദിസ് ഹൈറ്റ് ഈസ് ഗിവൺ ആസ് ഹൈറ്റ് ഓഫ് ദി ഹാൾ ഈസ് 60 മീറ്റർ എന്ന ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ പാരുங்க ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്? ഇപ്പോൾ ഞാൻ ത്രോ பண்ணும்போது ഇപ്പോൾ 45 ഡിഗ്രിയിൽ ത്രോ பண்ணும்போது ഇങ്ങനെ മേലെ പോയി ഹിറ്റ് ചെയ്താൽ ഈ മാക്സിമം റേഞ്ച് கிடைக்குமா? கிடைக்காது. അപ്പോൾ എനിക്ക് ത്രോ பண்ணும்போது முதலே ഈ 45 ഡിഗ്രിയിൽ ഇങ്ങനെ ത്രോ பண்ண முடியுமான்னு செக் பண்ணணும். அது செக் பண்றதுக்கு மேக்ஸிமம் எத்தனை ஆங்கிள்ஸ் வரைக்கும், எவ்வளோ ஆங்கிள்ஸ் வரைக்கும் இங்கே த்ரோ பண்ண முடியும் அது முதலே கண்டுபிடிக்கணும். அது எப்படி கண்டுபிடிக்கும்? இங்கே ஹைட் உண்டு, ஹைட்டிന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോതും. അപ്പോൾ ഹൈറ്റിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? അത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ എച്ച് മാക്സ് ആക്ച്വലി 60 is equal to യുടെ വാല്യൂ ഇറ്റ് ഈസ് 40. 40യുടെ സ്ക്വയർ മീൻസ് 40 into 40. ഇങ്ങനെ തീറ്റ കണ്ടുപിടിക്കുന്നത് ഈ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2 into ജിക്ക് 10 എന്ന് പോട്ടാൽ പോകും. അത് ക്വസ്റ്റ്യനിലും കൊടുത്തിട്ട് 10. സോ ഇങ്ങനെ 0 ക്യാൻസൽ ആവും. ഇങ്ങനെയുള്ള 0 ഈ 0യും ക്യാൻസൽ ആവും. 4ഉം 2ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മേലെ ഒരു 2 വരും. സോ ഇങ്ങനെ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 6/8 എന്ന് കിടക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്ന് കിടക്കും. സോ സൈൻ തീറ്റ കണ്ടുപിടിച്ചാൽ √3/4, that is theta is equal to 60 degree. That means theta is equal to 60 degree means 60 degree വരേക്കും ത്രോ பண்ண முடியும். അപ്പോൾ 0 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി വരേക്കും ത്രോ ചെയ്താലും എന്ത് റിസ്കും ഇല്ല. ഇത് എங்கே പോകാതെ ഈ സീലിംഗിൽ ടച്ച് பண்ண മാട്ടെ. 60 ഡിഗ്രിക്ക് ബദലാ 61ൽ ത്രോ ചെയ്താൽ ഇത് സീലിംഗിൽ ടച്ച് ആവും. അപ്പോൾ 60 ഡിഗ്രി വരേക്കും ത്രോ பண்ணாலும் സീലിംഗിൽ ടച്ചേ பண்ண മാട്ടെ. അപ്പോൾ 60 ഡിഗ്രി വരേക്കും ത്രോ பண்ணாൽ ടച്ച് பண்ண മാട്ടെ മീൻസ് ഈ 60 ഡിഗ്രിക്കുള്ളയാണ് 45 ഡിഗ്രി ഉള്ളത്. അപ്പോൾ 45 ഡിഗ്രിയിൽ ത്രോ பண்ணுമ്പോൾ മാക്സിമം റേഞ്ച് கிடைக்கும். ക്ലിയർ? നല്ല ഐഡിയ വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ സോൾവ് பண்ணி വരുമ്പോൾ എനിക്ക് கிடைச்ச വാല്യൂ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആയിരുന്നാൽ ഏതിൽ ത്രോ பண்ண முடியாது? ഈ 45 ഡിഗ്രിയിൽ ത്രോ பண்ண முடியாது. അപ്പോൾ റേഞ്ച് எப்படி കണ്ടുപിടിക്കും? അത് 30 ഡിഗ്രി വെച്ച് தான் കണ്ടുപിടിക്കണം. ഈസ് ക്ലിയർ? ഇപ്പോൾ கிடைச்ச വാല്യൂ ആക്ച്വലി 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി ആകുമ്പോൾ തീറ്റ ഉള്ളത് 60 ഡിഗ്രിക്ക് കീഴെയാണ്. അപ്പോൾ മാക്സിമം റേഞ്ചിൽ ത്രോ பண்ண முடியும். ஆனால் இன்னொரு क्वेश्चन ഞാൻ സോൾവ് பண்ணி വരുമ്പോൾ 30 ഡിഗ്രി എന്ന് கிடைச்சால் തീറ്റ ഡിഗ്രി 45 ഡിഗ്രിയുടെ ഇക്വേഷൻ യൂസ് பண்ண முடியாது. അപ്പോൾ നമ്മൾ என்ன பண்ணணும்? ഈ 30 ഡിഗ്രി വെച്ച് தான் കണ്ടുപിടിക്കണം. അപ്പോൾ ഇங்கே 45 ഡിഗ്രി അലൗഡ് ആണ്. സോ മാക്സിമം റേഞ്ച് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എ മാക്സിമം റേഞ്ച്? 45 ഡിഗ്രിയിലായിരുന്നാൽ മാക്സിമം റേഞ്ച് ഈസ് യു സ്ക്വയർ ബൈ ജി. ഡയറക്റ്റ് ആയി കണ്ടുപിടിച്ചാൽ പോകും. യു സ്ക്വയർ ബൈ ജി. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് യു? യു ഈസ് 40 into 40 ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 10 എന്ന് എടുത്താൽ അപ്പോൾ ഇറ്റ് ഈസ് 0 ക്യാൻസൽ ആയാൽ ഇങ്ങനെ 160 മീറ്റർ എന്ന് കിടക്കും. 160 മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ റേഞ്ചിന്റെ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 19 ഓക്കെ ആയിരുന്നാൽ 20ലേക്ക് പോകാം. 20ലേക്ക് വരുമ്പോൾ എ സ്റ്റണ്ട് മാൻ jumps horizontally between two rooftops. The second roof is 4.9 meter below the first one, 6.2 meter away it. What should be his minimum speed so that can make the jump successfully? ഇത് ആക്ച്വലി ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷനുമായി സംബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു ഫസ്റ്റ് ബിൽഡിംഗ്, ദിസ് ഈസ് ദ സെക്കൻഡ് ബിൽഡിംഗ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ കൊടുത്ത വിഷയം എന്നാ, ഇങ്ങനെ ഒരു ദിസ് ഈസ് എ ഗ്രൗണ്ട്, ഇതാണ് ഗ്രൗണ്ട് എന്ന് വെച്ചുക്കോங்க. സോ ഈ ഗ്രൗണ്ടിൽ ഈ രണ്ട് ബിൽഡിങ്ങും ഇങ്ങനെ ഫസ്റ്റ് ബിൽഡിംഗ് ആൻഡ് ദിസ് ഈസ് എ സെക്കൻഡ് ബിൽഡിംഗ്. ക്ലിയർ? അപ്പോൾ ഈ കൊടുത്ത വിഷയം എന്നാ, ഇവിടെ ഒരു സ്റ്റണ്ട് മാൻ ഉണ്ട്. അപ്പോൾ ആ സ്റ്റണ്ട് മാനൊക്കെ എന്നാ പറയണം? ഈ ഫസ്റ്റ് ബിൽഡിങ്ങിലിരുന്ന് സേഫ് ആയിട്ട് രണ്ടാമത്തെ ബിൽഡിങ്ങിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ബിൽഡിങ്ങിലിരുന്ന് ഈ ബിൽഡിങ്ങിലിരുന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിലേക്ക് സേഫ് ആയിട്ട് ജമ്പ് ചെയ്യണം. അപ്പോൾ ജമ്പ് പண்றதுக்கு இந்த ஆளுக்கு மினிமம் எவ்வளோ வெலாசிட்டி வேணும்? தட் இஸ் யூ இஸ் ஆஸ்கிங் क्वेश्चन. അപ്പോൾ உங்களுக்கு தெரியும் ഇവിടെ മാക്സിമം വെലോസിറ്റി അധികമായാൽ இந்த பக்கம் വരും, അതും സക്സസ്ഫുൾ ജമ്പ് கிடையாது.
ഇനി വെലോസിറ്റി കമ്മി ആയാലും ഇങ്ങനെ കീഴെ പോകും, അത് സക്സസ്ഫുൾ. അപ്പോൾ ജമ്പ് മീൻസ് ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിലിരുന്ന് ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് സേഫ് ആയിട്ട് ജമ്പ് ചെയ്യണം. മാക്സിമം ഈ എഡ്ജ് വരേക്കും വന്നാൽ കൂടെ പോകും. അപ്പോൾ ആ ഒരു മിനിമം സ്പീഡ് ഇങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ ആയിട്ട് യോജിച്ചാൽ പോതും. ദിസ് ഈസ് എ പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ ഇത് എന്നതാവും, ഇത് റേഞ്ച് എന്ന് എടുക്കണം, ഇത് എന്നതാവും, ഇത് ഹൈറ്റ് എന്ന് യോജിച്ചാൽ. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലായിട്ട് ഡീൽ ചെയ്താൽ ദിസ് സെപ്പറേഷൻ, ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ റേഞ്ച് R ആയിട്ടും അല്ലെങ്കിൽ X ആയിട്ട് എടുത്താലും പ്രശ്നമില്ല. ഇതിനെ ഈ ഹൈറ്റ് എന്നത് ഈ ഹൈറ്റ് H ആയിട്ടും അങ്ങ് എടുത്താൽ പോകും, അല്ലെങ്കിൽ ക്യാപിറ്റൽ H ആയിട്ടും അങ്ങ് എടുത്താൽ പോകും. ക്ലിയർ അല്ലേ? ആ രണ്ട് വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റിനിൽ കൊടുത്ത H വാല്യൂ ഈസ് ദ സെക്കൻഡ് റൂഫ് ഈസ് 4.9 ബിലോ ആണ്. അപ്പോൾ Hന്റെ വാല്യൂ 4.9 മീറ്റർ ആൻഡ് Rന്റെ വാല്യൂ 6.2 മീറ്റർ. ഈ സെപ്പറേഷൻ 6.2 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ ആണ്, അത് യോജിച്ചാൽ പോകും. അപ്പോൾ നമുക്ക് தெரிஞ்ச വിഷയം എന്താണ്, ഇങ്ങനെ ആ ഒരു ടൈം ഓഫ് ഫ്ലൈറ്റ് ആക്ച്വലി കണ്ടുപിടിക്കും. ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് √2h/g അപ്ലൈ ചെയ്താൽ പോകും. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ദാറ്റ് ഈസ് what is 2 into Hയുടെ വാല്യൂ എവിടെ വരും? 4.9 ഡിവൈഡ് ബൈ 9.8 എന്ന് വരും. 4.9 9.2 വരും. സോ √2/2 is √1. √1 എന്നത് 1 സെക്കൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് கிடைக்கும். അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് கிடைச்சிருக்கு. அதாவது இந்த ஆளு இங்கேருந்து இங்கே வரதுக்கு வரக்குள்ள டைம் ஆஃப் ஃப்ளைட் கிடைச்சிருக்கு. டைம் ஆஃப் ஃப்ளைட் கிடைச்சால் நீங்க பாருங்க ഈ ഹൊറിസോണ്ടലി കവർ பண்ண വേണ്ടി ഡിസ്റ്റൻസ് 6.2 മീറ്റർ ആണ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിന് കാരണം ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്, ദാറ്റ് ഈസ് u. അപ്പോൾ ഇங்கே നമുക്ക് தெரிஞ்ச വിഷയം ആ r കണ്ടുപിടിக்கிறதுக்கு ux into ടൈം ഓഫ് ഫ്ലൈറ്റ് അപ്ലൈ ചെയ്താൽ പോകും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ux? ആ ux ആണ് കണ്ടുപിടിക്കണം, u എന്ന് എടുത്താൽ പോകും. ടൈം ഓഫ് ഫ്ലൈറ്റ് 1 സെക്കൻഡ് എന്ന് கிடைச்சிருக்கு. ആറിന്റെ വാല്യൂ ഇങ്ങനെ கிடைச்சிருக்கு ഓൾറെഡി 6.2 മീറ്റർ. അപ്പോൾ യുവിന്റെ വാല്യൂ 6.2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് கிடைக்கும். സോ ദിസ് ഈസ് ദ ആൻസർ 6.2 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇതേമാതിരി ക്വസ്റ്റ്യൻസ് നമുക്ക് നിറയെ സോൾവ് பண்ணிருக்கு. ഇത് மட்டும் இல்லாமல் ഇപ്പോൾ ഇതേ കേസിൽ ഇങ്ങനെ ഒരു വിൻഡോ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് பண்ணிருக்கு. மேலே இருந்து ஒரு ബോൾ ത്രോ பண்ணிருக்கு. അപ്പോൾ ത്രോ பண்ணும்போது ഈ ബോൾ കറക്റ്റ് ആയിട്ട് இந்த വിൻഡോയ്ക്കുള്ള இந்த ബിൽഡിംഗ് അല്ലെങ്കിൽ இந்த വിൻഡോയ്ക്കുള്ള പോണം അല്ലേ? അല്ല ഇങ്ങനെ ത്രോ ചെയ്താൽ ഈ വിൻഡോയ്ക്കുള്ള പോണം. അപ്പോൾ ആ കേസിലും ഇതിന് എവ്വളോ മിനിമം വെലോസിറ്റി വേണം. അപ്പോഴും സെയിം കോൺസെപ്റ്റ് ആണ്. ഇത് R ആയും ഇത് H ആയിട്ടും എടുത്ത് ട്രീറ്റ് ചെയ്താൽ പോതും. നമുക്ക് ഇതേമാതിരി ക്വസ്റ്റ്യൻസ് എല്ലാം നിറയെ സോൾവ് பண்ணிருக்கு. സോ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇതേമാതിരി നല്ല കോൺസെപ്ഷണൽ ക്വസ്റ്റ്യൻസ് വരുവാങ്ക ബേസിക് ഐഡിയ മറ്റുമാണ് ഒന്ന് രണ്ട് ഇക്വേഷൻസ് എഴുതിയാൽ കൂടെ സോൾവ് பண்ண முடியும். സോ ക്വസ്റ്റ്യൻ നമ്പർ 20 ഓക്കെ ആയിരുന്നാൽ 21ലേക്ക് വരാം. 21ലേക്ക് വന്നാൽ എ സ്മോൾ ball rolls off the top of a stairway horizontally with a velocity of 4.5 meter per second. Each step of 0.2 meter and 0.3 meter. ഇതിന്റെ ഹൈറ്റും ഇത് വിഡ്ത്തും. Then the ball will strike the nth step where n is equal to. ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് பண்ணതാണ്. I will explain the question, no issues. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്. ഇതെല്ലാം ഈക്വൽ ഹൈറ്റും ഈക്വൽ വിഡ്ത്തും ഉണ്ട്. ഞാനിപ്പോൾ വരയുമ്പോൾ ഏതാവത് വ്യത്യാസം വരലാം. ബട്ട് നിങ്ങൾ എല്ലാവരും ഈക്വൽ വിഡ്ത്ത് യോസിക്കണം. റെഡി? ദിസ് ഈസ് ദ ഫിഗർ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇരുന്നൊരു ബോൾ ഇങ്ങേന്ന് ത്രോ ചെയ്തു. അപ്പോൾ ത്രോ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ബോൾ ഇതേമാതിരി മൂവ് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വന്നെന്ന് വെച്ചുക്കോ. ദിസ് ഈസ് എ പാത്ത്. അപ്പോൾ ഈ ഒരു വിഷയം നമുക്ക് എപ്പോഴും ഡീൽ ചെയ്യാം? ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷനായി ഡീൽ ചെയ്താൽ പോലും. അപ്പോൾ ഡീൽ ചെയ്യുമ്പോൾ രണ്ട് വിഷയങ്ങൾ വേണം. ഒന്ന് ഇതിയുടെ ഹൈറ്റ്, ദിസ് ഈസ് ദ ഹൈറ്റ് h അല്ലേ, ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ ആൻഡ് ദിസ് ഈസ് ദ റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ അല്ലേ, ദിസ് ഈസ് ദ റേഞ്ച് ആൻഡ് ദിസ് ഈസ് ദ ഹൈറ്റ് അല്ലേ. am I correct? ഇതാണ് റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ ആൻഡ് ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ. അപ്പോൾ നമുക്ക് എന്നാ சொல்ல முடியும்? ഈ ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഹൈറ്റിന് എന്നത് മാക്സിമം ഹൈറ്റ്. ഈ ഓരോ സ്റ്റെപ്പിനും ഹൈറ്റ് ഉണ്ട്. ഇത് 1 2. അപ്പോൾ 2 സ്റ്റെപ്പുടെ ഹൈറ്റ് ആണ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ. അപ്പോൾ n സ്റ്റെപ്പ് ഇരുന്നാൽ വാട്ട് ഈസ് n ഇൻറ്റു ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റ് h ആയിരുന്നാൽ nh. അപ്പോൾ അതേമാതിരി റേഞ്ച് എപ്പോഴും എഴുതാം? റേഞ്ച് ഇസ് ഈക്വൽ, റേഞ്ച് ഈസ് ആക്ച്വലി ഈ വിഡ്ത്ത. ഇത് 1 ഇത് 2. അപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഇங்கே ഉണ്ട്. അപ്പോൾ n സ്റ്റെപ്പ് ഇരുന്നാൽ വാട്ട് ഈസ് റേഞ്ച്? ദാറ്റ് ഈസ് റേഞ്ച് ഈസ് n ഇൻറ്റു ആ ഒരു സ്റ്റെപ്പിന്റെ വെഡ്ത്ത് b എന്ന് യോജിച്ചാൽ n b എന്ന് അങ്ങ് എടുത്താൽ പോകും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാരണം എച്ചിന്റെ ഇക്വേഷൻ നമുക്ക് തരും, ആറിന്റെ ഇക്വേഷൻ തരും. അപ്പൊ അതിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ நம்ம ക്ലാസ്സിൽ സോൾവ് பண்ணி இருக்கு. நீங்க அது ഇക്വേഷൻ ബൈ ഹാർട്ട് பண்ணி ആകണം, വേറെ വഴിയില്ല. അപ്പൊ n is equal to what is ഇക്വേഷൻ ബൈ ഹാർട്ട് பண்ணணும்னு ആവശ്യം 2-3 സ്റ്റെപ്സ് എഴുതിയാൽ കിടക്കും അല്ലെ, 3 സ്റ്റെപ്പ് தான் அதுக்கு இருக்கு. അപ്പോൾ n is equal to what is ഇക്വേഷൻ, n is equal to 2h u square divided by g into b square is the equation. 2h u square g into b square is n. അപ്പോൾ n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആയി. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുക what is ഹൈറ്റ് 0.2 മീറ്റർ, ഇതിന്റെ വിഡ്ത്ത് ക്വസ്റ്റ്യനിൽ 0.3 മീറ്റർ എന്ന് കൊടുത്തിരിക്കുക. ജിയുടെ വാല്യൂ ഉണ്ട്. സോ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്പർ ഓഫ് സ്റ്റെപ്സ് കണ്ടുപിടിക്കണം അല്ലേ. then the ball will strike the nth step. nth സ്റ്റെപ്പിന് സ്ട്രൈക്ക് ചെയ്യും. ആ n ഇതാ കണ്ടുപിടിക്കണം. അപ്പൊ n മീൻസ് നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് വന്നാൽ എത്ര സ്റ്റെപ്സ് താണ്ടിയിരിക്കുന്നു വന്നാലും കറക്റ്റ് ആണ്. അല്ലെങ്കിൽ nth സ്റ്റെപ്പ് എന്ന് കേൾവി വന്നാൽ n ഇതേമാതിരി കണ്ടുപിടിച്ചാൽ പോതും. സോ n is equal to ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് 2 into what is h. hന്റെ വാല്യൂ 0.2, uന്റെ വാല്യൂ ഇനിഷ്യൽ വെലോസിറ്റി is 4.5 meter per second square, that is 4.5 into 4.5 divided by g യുടെ വാല്യൂ 10, b യുടെ വാല്യൂ 0.3 into 0.3 എന്ന് എഴുതാൻ മതി. ക്ലിയർ? that is equal to 2 into ആക്ച്വലി 0.2നെ 2 എന്ന് എഴുതും. അപ്പോൾ കീഴെയും മേലെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോകും. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു 10 ഉണ്ട്. ഈ 0.3 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 എന്ന് വരും. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഉള്ളത് 4.5. 4.5 നിങ്ങൾ 9/2 നിങ്ങൾ എടുത്താൽ പോകും. 4.5 രണ്ട് 4.5 ഉണ്ട്, 9/2 എടുത്താൽ പോകും. ഇനി കീഴെ ഓൾറെഡി 3 പോച്ച് ഇനിയുള്ളത് 0.3 ആണ്. അപ്പോൾ ഇങ്ങനെ 2 ക്യാൻസൽ ആച്ച് ന്യൂമറേറ്ററിൽ ഒരു 9 into 9 വരും. കീഴെ ഈ 10ഉം 0.3 കൂടെ ഉള്ള വരും 3 വരും. ദാറ്റ് ഈസ് 3 into 3. അപ്പോൾ അത് 9 വരും. 9 ക്യാൻസൽ ചെയ്താൽ എന്നിന്റെ വാല്യൂ 9 എന്ന് കിടക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ലാസ്റ്റ് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ഇത് ആക്ച്വലി ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലാണ്. ഇത് ഹൊറിസോണ്ടൽ, ഇത് നോർമൽ പ്രൊജക്ടൈലാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്നതാണ്, ഈ ക്വസ്റ്റ്യനും ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ സംബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് വരാം. പിന്നെ യൂണിഫോം സർക്കുലർ മോഷനിലേക്ക് വരുന്നത്. although speed of the particle remains constant. യൂണിഫോം സർക്കുലർ മോഷൻ നമുക്ക് തരും. സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ റിമൈൻസ് കോൺസ്റ്റന്റ്. the particle accelerated due to the change in direction of motion. അല്ലെ, direction of motion അല്ലെങ്കിൽ directionന്റെ ചേഞ്ച് മൂലമാണ് അங்கே ആരുള്ളത്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഉള്ളത്. അപ്പൊ നമുക്ക് தெரிஞ்ச വിഷയം യൂണിഫോം സർക്കുലർ മോഷൻ ആയിരുന്നാൽ, യൂണിഫോം സർക്കുലർ മോഷൻ ആയിരുന്നാൽ അங்கே സ്പീഡ് എന്നതാണ്, സ്പീഡ് കോൺസ്റ്റന്റ് தான். സ്പീഡ് കോൺസ്റ്റന്റ്. കൈനറ്റിക് എനർജി എന്നതാണ് കോൺസ്റ്റന്റ്. ബട്ട് വെലോസിറ്റി എന്നതല്ല, നോട്ട് കോൺസ്റ്റന്റ്. മൊമെന്റം എന്നതല്ല, നോട്ട് കോൺസ്റ്റന്റ്. കാരണം ഓരോ പോയിന്റിലും ടാൻജൻഷ്യൽ ഈസ് എ വെലോസിറ്റി അല്ലെ. വെലോസിറ്റി ചൊല്ലുമ്പോൾ ഓരോ പോയിന്റിലും ഈ പോയിന്റിലേക്ക് വന്നാൽ ദിസ് ഈസ് എ വെലോസിറ്റി, ഈ പോയിന്റ് വന്നാൽ ദിസ് ഈസ് എ വെലോസിറ്റി. അപ്പോൾ ഓരോ പോയിന്റിലും വെലോസിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇത് V2, ഇത് V1. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് കിടയാതെ, മൊമെന്റം കോൺസ്റ്റന്റ് കിടയാതെ. അതേമാതിരി ഇங்கே ആംഗുലർ മൊമെന്റം ഈസ് അത് വെക്ടർ ക്വാണ്ടിറ്റി, അത് കോൺസ്റ്റന്റ് ആണ്. ആംഗുലർ മൊമെന്റം மட்டுമല്ല, ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി ഒമേഗ കോൺസ്റ്റന്റ്, ആംഗുലർ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്. കാരണം അതെല്ലാം ആക്സിയൽ വെക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. അതേമാതിരി ഇங்கே ടോർക്ക് എவ்வளവാണ്, യൂണിഫോം സർക്കുലർ മോഷൻ ആകുമ്പോൾ ടോർക്ക് 0, ആംഗുലർ ആക്സിലറേഷൻ 0 ആകും. ബട്ട് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ട്, അതിന്റെ വാല്യൂ v²/r. ഇത് കോൺസ്റ്റന്റ് അല്ല, ഇതിന്റെ ഡിറക്ഷൻ ഈസ് ചേഞ്ചിങ്. മാഗ്നിറ്റ്യൂഡ് വൈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഓവർ ഇങ്ങനെ വരുമ്പോൾ ദിസ് ഈസ് എ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഈ പോയിന്റിലേക്ക് വന്നാൽ ദിസ് ഈസ് എ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ എപ്പോഴും റേഡിയലി ഇൻവേർഡ് എന്നതായിരിക്കും. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വരും, സെൻട്രിപിറ്റൽ ഫോഴ്സ് വരും. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സും സെൻട്രിപിറ്റൽ ആക്സിലറേഷനും ഒന്നും ഡിറക്ഷൻ കോൺസ്റ്റന്റേ കിടയാതെ. ഡിറക്ഷൻ കോൺസ്റ്റന്റ് അല്ല മീൻസ് അതെല്ലാം വെക്ടേഴ്സ് ആണ്. അപ്പോൾ വെക്ടേഴ്സ് ഡിറക്ഷൻ ചേഞ്ച് ചെയ്താലേ പോതും, ദാറ്റ് ഈസ് അത് വേരിയബിൾ ആവും. അതിനാണ് പറയുന്നത് ഇങ്ങനെ ആക്ച്വലി സ്പീഡ് കോൺസ്റ്റന്റ് ബട്ട് വെലോസിറ്റി വേരിയബിൾ. കാരണം ഡിറക്ഷൻ ചേഞ്ച് പണിയാച്ച്. ഈ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആവും, കാരണം സ്പീഡ് കോൺസ്റ്റന്റ്. കൈനറ്റിക് എനർജി സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ വെക്ടറിലേക്ക് വരുമ്പോൾ നല്ല ഐഡിയ വേണം. ബട്ട് ഈ ഒമേഗ വെക്ടറാ, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ മൊമെന്റം ഇതെല്ലാം വെക്ടറാ. ബട്ട് വെക്ടർ ആകുമ്പോൾ അല്ലാതെ ആക്സിയൽ വെക്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ റിവോൾവ് ചെയ്യുമ്പോൾ ത്രൂ ദി ആക്സിസ് ആണ് அந்த വെക്ടർ പാസ് ആകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ മറ്റെന്തായിരിക്കും. ഈസ് ഇറ്റ് ക്ലിയർ? സോ ഇതെല്ലാം നമുക്ക് தெரிஞ்ச വിഷയങ്ങളാണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ
അസേർഷൻ ഐ തിങ്ക് യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ റിമൈൻസ് കോൺസ്റ്റന്റ്, പാർട്ടിക്കിൾ ഈസ് ആക്സിലറേറ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ. നമുക്ക് തരും ഈ ഡയറക്ഷൻ ഓഫ് മോഷൻ മൂലമാണ് ഇവിടെ ആക്സിലറേഷൻ ഡെവലപ്പ് ആവുന്നത് ഡ്യൂ ടു ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെ. സെൻട്രിപിറ്റൽ ഫോഴ്സ് മൂലമാണ് ഇത് കണ്ടിന്യൂസ് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് പണിയിട്ടേ ഇരിക്കും. ഇനി അതിന്റെ റീസൺസ് ഉള്ള ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഓൺലി റേഡിയൽ അല്ലെ. റേഡിയൽ ഫോഴ്സ് மட்டும் ആക്ട് ആകുது, അത് മൂലമാണ് കണ്ടിന്യൂസ്ലി ഡിറക്ഷൻ ചേഞ്ച് பண்ணிட்டே இருக்கு. നമുക്ക് தெரிஞ்ச விஷயம் ക്വസ്റ്റ്യൻ നമ്പർ 22 അപ്പോൾ അസേർഷൻ കറക്റ്റാ, റീസണും കറക്റ്റാ. സോ ബോത്ത് ആർ ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് വരുമ്പോൾ the speed of a particle moving in a circle of radius, അപ്പോൾ റേഡിയസ് ക്വസ്റ്റ്യനിലുണ്ട്, റേഡിയസ് is equal to 2 meter, varies with the time t as. അപ്പോൾ വെലോസിറ്റി സ്പീഡ് വേരീസ് ആണ്. സ്പീഡ് വേരീസ് മീൻസ് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ v is equal to t square means speed is not constant അല്ല, ടൈം ചേഞ്ച് ആവുമ്പോൾ സ്പീഡ് ചേഞ്ച് ആവും. അപ്പോൾ ദിസ് ഈസ് എ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ഐഡന്റിഫൈ ചെയ്യണം. സ്പീഡ് കോൺസ്റ്റന്റ് ആയിരുന്നാൽ മറ്റും എന്താ യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, ഇനി നെറ്റ് ആക്സിലറേഷൻ ആണ്. അപ്പം നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആയിരുന്നാൽ 2 ആക്സിലറേഷൻ വരും. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആയിരുന്നാൽ ഒന്ന് എപ്പോഴും ഉള്ള സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ട്, AC ടുവേർഡ്സ് സെന്റർ. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആവുമ്പോൾ ഇங்கே ടാൻജൻഷ്യലി എന്നത് വരും, ഒരു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വരും. ദിസ് ഈസ് 80. അപ്പൊ ടാൻജൻഷ്യൽ ആക്സിലറേഷനും ഉണ്ട്, സെൻട്രിപിറ്റൽ ആക്സിലറേഷനും ഉണ്ട്. അതുമൂലം ഒരു നെറ്റ് ആക്സിലറേഷൻ ഈ ഒരു ഡിറക്ഷനിൽ നെറ്റ് ആക്സിലറേഷൻ ഉണ്ട്. ദിസ് ഇസ് നെറ്റ് ആക്സിലറേഷൻ എ നെറ്റ് ഉണ്ട്. ക്ലിയർ? അപ്പൊ 2 വാല്യൂസ് കാണും. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ നമുക്ക് ഈസിയാണ്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വാട്ട് ഈസ് ഇക്വേഷൻ? v²/r കണ്ടുപിടിച്ചാൽ പോലും. വിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ t² എന്ന് കൊടുത്തപ്പോൾ t²² കണ്ടുപിടിച്ചാൽ പോലും. ദാറ്റ് ഈസ് t⁻⁴/r കണ്ടുപിടിച്ചാൽ പോലും. t is actually in t is equal to 2 second. ക്വസ്റ്റ്യനിൽ ഉണ്ട് t is equal to 2 second. 2 second ഇതാ കണ്ടുപിടിക്കണം. അപ്പോൾ t equal to 2 second substitute 2⁻⁴. റേഡിയസ് ഈസ് ആക്ച്വലി 2 meter. അപ്പോൾ 2 ആണ്. അപ്പോൾ ഓരോ 2 ക്യാൻസൽ ആയാൽ 2 ക്യൂബ് എന്ന് വരും. ദാറ്റ് ഈസ് 2 ക്യൂബ് ഈസ് 8 meter/second² എന്ന് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കിടക്കും. ഇനി ഏത് വേണം? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഒരു ലീനിയർ ആക്സിലറേഷൻ എപ്പോഴും കണ്ടുപിടിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എടുക്കണം, dv/dt കണ്ടുപിടിക്കണം അല്ലേ. ഇത് ലീനിയർ ആക്സിലറേഷൻ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അപ്പോൾ അത് dv/dt കണ്ടുപിടിക്കണം. വാട്ട് ഈസ് v? d/dt ഓഫ് വാട്ട് ഈസ് v? v ഈസ് t². ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2t എന്ന് കിടക്കും. t is equal to ഏത് സെക്കൻഡ്? 2 സെക്കൻഡിൽ കണ്ടുപിടിക്കണം. സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ 2 × 2 4 meter/second² എന്ന് കിടക്കും. അപ്പൊ ഇங்கே സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കിടച്ച് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കിടച്ചാൽ നെറ്റ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ആക്സിലറേഷൻ വെക്ടർ, അപ്പൊ വെക്ടർ അഡീഷൻ എന്താ പറയുന്നത്? അപ്പൊ നെറ്റ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു AC വെക്ടർ പ്ലസ് AT വെക്ടർ അല്ല, AC വെക്ടർ പ്ലസ് AT വെക്ടർ ഈസ് ഈക്വൽ ടു √AC² പ്ലസ് AT² പ്ലസ് 2AC/AT cos θ. തീറ്റ എവിടെ വരും? 90 ഡിഗ്രി വരും. അപ്പൊ തേർഡ് ടേം തേവയില്ല, 2 ടേം മട്ടും പോകുന്നത് ഈസ് √AC². AC² ഈസ് 8² പ്ലസ് AT² 4². ആക്ച്വലി √A² പ്ലസ് B² പ്ലസ് 2AB cos θ ഉണ്ട്. ബട്ട് തീറ്റ വാട്ട് ഈസ് തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ഈസ് 90 ഡിഗ്രി. അപ്പൊ തേർഡ് ടേം തേവയില്ല. സോ ഇതിങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ √8² 64 പ്ലസ് 4² ആക്ച്വലി 16. That is √80 the answer. √80 meter/second² is the answer. √80 option C is the right answer of this question. So going to the question number 24 like vara. A particle is moving in a circular path. Maruvadiyum circular path of radius 5 meter and 5 meter/second. അപ്പോൾ അതിന്റെ സ്പീഡ് ഉണ്ട്. അപ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, കാരണം സ്പീഡ് 5 meter/second. സ്പീഡ് ഈസ് കോൺസ്റ്റന്റ്. സ്പീഡ് കോൺസ്റ്റന്റ് കാരണം 5 meter/second മറ്റുന്നതായിരിക്കും. ഇവിടെ വേരിയബിൾ എതുവുമേ ഇല്ല. അതിന്റെ റേഡിയസ് ഉണ്ട്. റേഡിയസ് ഈസ് 5 meter എന്ന ക്വസ്റ്റ്യനിലുണ്ട്. വാട്ട് ഈസ് ആവറേജ് ആക്സിലറേഷൻ ഇൻ ഹാഫ് ദി റെവല്യൂഷൻ? അപ്പോൾ നമുക്ക് തെരിഞ്ഞ വിഷയം യൂണിഫോം സർക്കുലർ മോഷൻ ആകുമ്പോൾ ഫുൾ റെവല്യൂഷൻ നിങ്ങൾ പാരുങ്ക ഈ ബോഡി ഏയിലിരുന്ന് സ്റ്റാർട്ട് പണിന്ന് വെച്ചുക്കോங்க. അപ്പോൾ ഇங்கே ഞാൻ വെലോസിറ്റി മാർക്ക് ചെയ്താൽ ദിസ് ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ബോഡി ഈ ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരുമ്പി ഇங்கே വന്നാൽ the velocity is മറുപടി സെയിം ഡയറക്ഷനിൽ വരും.
അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ 0 കിടക്കും. ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആയിരുന്നാൽ ആക്സിലറേഷൻ, ആവറേജ് ആക്സിലറേഷൻ എவ்வளோ ആയിരിക്കും? ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ. അപ്പോൾ ഫുൾ റെവല്യൂഷൻ ആയിരുന്നാൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ, ആവറേജ് വെലോസിറ്റി കിടയാതെ ആവറേജ് ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ 0 ആയിരിക്കും. ക്ലിയർ? കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നതാവും 0. ബട്ട് ക്വസ്റ്റ്യനിൽ ആവറേജ് ഹാഫ് റെവല്യൂഷൻ എന്താ കണ്ടുപിടിക്കണം. അപ്പോൾ ഹാഫ് റെവല്യൂഷൻ മീൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ഇങ്ങനെയാണ്, ഹാഫ് മീൻസ് ഓപ്പോസിറ്റ് പോയിന്റ് ബി ഇങ്ങനെ കൺസിഡർ பண்ணும்போது ഇങ്ങനെ ഞാൻ വെലോസിറ്റി മാർക്ക് ചെയ്യുമ്പോൾ വെലോസിറ്റി இந்த பக்கம் தான் போகும். ദിസ് ഈസ് v. അപ്പോൾ ഫസ്റ്റിൽ വെലോസിറ്റി ഡിറക്ഷൻ, ഇപ്പോൾ വെലോസിറ്റി ഡിറക്ഷൻ. അപ്പോൾ ഡെൽറ്റ വി കണ്ടുപിടിച്ചാൽ എപ്പടി എടുക്കണം? ഞാൻ ഈ ഡയറക്ഷനിലെ വെലോസിറ്റിയെ പ്ലസ് വി എന്ന് കൂപ്പിട്ടാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെലോസിറ്റി മൈനസ് വി എന്ന് കൂപ്പിടണം. അപ്പോൾ ആക്ച്വലി വി മൈനസ് വി എന്ന് കിടക്കും. അപ്പോൾ 2v എന്ന് ആരെ കിടക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലെങ്കിൽ ടൈം എന്നെടുത്താൽ പോകും. അപ്പോൾ ഡെൽറ്റ വിയുടെ വാല്യൂ 2v എന്ന് കിടച്ചിരിക്ക്. വാട്ട് ഈസ് എ ടൈം? അപ്പോൾ ടൈമും കണ്ടുപിടിക്കുക. അപ്പോൾ ടൈം ആക്ച്വലി എ ടു ബി വരേക്കും ഉള്ള ടൈം ഡയറക്റ്റാ தெரியாது. ബട്ട് നിങ്ങൾ പറയുക ഈ ഒരു ഡിസ്റ്റൻസ് എவ்வளோ വരും? ഈ ഡിസ്റ്റൻസ് πr വരും. അപ്പോൾ ആക്ച്വലി ഈ ടൈം എപ്പോഴും കണ്ടുപിടിക്കണം? ടൈം നിങ്ങൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നൊക്കെ എടുത്താൽ പോകും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എவ்வளோ വരും? πr വരും. ഇനി സ്പീഡ് ക്വസ്റ്റനിൽ വി ഉണ്ട് അല്ലെ? ആ വാല്യൂസ് ഇങ്ങനെ ഉണ്ടായി, ഞാൻ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് പണ്ണല. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ πr ഡിവൈഡഡ് ബൈ വി എന്ന് വരും. ഇനി വാല്യൂസ് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോകും. ഞാൻ ഇങ്ങനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി 2 ഇൻറ്റു വാട്ട് ഈസ് വി? വി 5. പൈ ഇൻറ്റു വാട്ട് ഈസ് ആർ? ആർ 5. മറുപടിയും വി ഉണ്ട്, ആ വിയും 5. ആ വിയും 5. അപ്പോൾ ഇങ്ങനെ 5 ക്യാൻസൽ ആവും. 2 ഇൻറ്റു 10 2 ഇൻറ്റു 5 ഈസ് 10. 10 ബൈ പൈ എന്ന ആൻസർ കഴിയും. ഇപ്പോൾ 10 ബൈ പൈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ആൻസർ. 10 ബൈ പൈ ഈസ് അക്കോർഡിംഗ് ടു ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. கடைசி இங்கே வரும்போது இதெல்லாம் சிம்பிள் கொஸ்டினா, அதனால கொஞ்சம் ஸ்பீடாகிட்டு சால்வ் பண்ணுறது. உங்களுக்கு டவுட் இருந்தால் ஒரு தடவை கூட கேட்டு பாருங்க. ക്വസ്റ്റ്യൻ നമ്പർ 24 ഓക്കെ ആയിരുന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് വരാം. 25ലേക്ക് വരുമ്പോൾ എ സ്റ്റോൺ ഈസ് മൂവ്ഡ് അറൌണ്ട് എ ഹൊറിസോണൽ സർക്കിൾ വിത്ത് എ 20 സെന്റിമീറ്റർ ലോങ് സ്ട്രിങ്. അപ്പോൾ സ്ട്രിങ്ങിലാണ് ഇங்கே സ്റ്റോൺ മൂവ് ആകുന്നത്. അപ്പോൾ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്നതായിരിക്കും? ഇங்கே സ്ട്രിങ്ങിന്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദി സർക്കിൾ, ദറ്റ് ഈസ് 20 സെന്റിമീറ്റർ മീൻസ് 20 × 10⁻⁻² മീറ്റർ. അതെല്ലാം വാസിക്കുമ്പോഴേ കിടക്കും. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുത്തിട്ട് വാട്ട് ഈസ് എ വാല്യൂ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇங்கே ഒരു ഡൗട്ട് ആണത്, ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കണമെന്നാ യൂണിഫോം സർക്കുലർ മോഷനാ നോൺ യൂണിഫോം സർക്കുലർ മോഷനാ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. കാരണം യൂണിഫോം സർക്കുലർ മോഷൻ ആയിരുന്നാൽ റിസ്ക് ഇല്ല. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആയിരുന്നാൽ അങ്ങനെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ വരുമ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ എല്ലാം അപ്ലൈ പണണം. അപ്പോൾ മുതലേ ഇത് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ നമുക്ക് തരും ഈ വിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആവണം, സ്പീഡ് കോൺസ്റ്റന്റ് ആവണം അല്ലെ? ഇങ്ങനെ എല്ലാം അവിടെ തന്നെ ഐഡന്റിഫൈ പണത്. ഈ ക്വസ്റ്റിന് ഡയറക്റ്റാ കൊടുത്തിട്ട് 5 മീറ്റർ പെർ സെക്കൻഡ്. ഇതിന് മുന്നാടിയുള്ള ക്വസ്റ്റിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് എന്നതാണ്? സ്പീഡ് കോൺസ്റ്റന്റ് എന്നത് യൂണിഫോം സർക്കുലർ. ഇവിടെ നോൺ യൂണിഫോം എന്നാണ് വന്നത്. കാരണം എന്താ? ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് അല്ല. അപ്പൊ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരുന്നാൽ മറ്റന്നാ യൂണിഫോം സർക്കുലർ മോഷൻ சொல்ல முடியும். അപ്പൊ ഇവിടെ AC സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ വാല്യൂ കൊടുത്തിട്ട് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് v²/r ഇക്വേഷൻ. അപ്പൊ AC കോൺസ്റ്റന്റ് മീൻസ് ഇവിടെ ഏതായിരുന്നാലും റേഡിയസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഏത് കോൺസ്റ്റന്റ് ആവണം? സ്പീഡ് v കോൺസ്റ്റന്റ് ആവണം. അപ്പൊ ദിസ് ഈസ് ഓൾസോ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പൊ ഇനിമേ ഇതേമാതിരി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതേമാതിരി ചെക്ക് பண்ணணும்னு അവசியമില്ല. സെൻട്രിപിറ്റൽ ആക്സിലറേഷന് കോൺസ്റ്റന്റ് വാല്യൂ பார்த்தால் நீங்க அது யூனிஃபார்ம் சர்க்குலர் மோஷன் எடுத்துக்கோங்க, எந்த பிரச்சனையும் இல்லை. அப்ப யூனிஃபார்ம் சர்க்குலர் மோஷன் ஆங்குலர் வெലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ v²/r ഉണ്ട്. ഈ v = r ഒമേഗ. അത് റീപ്ലേസ് ചെയ്താൽ ഇത് വരും r ω² എന്ന് കിടക്കും. r ω². നിങ്ങൾ വിക്ക് r ω എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോതും. അപ്പോൾ ഒவ்வொரு r ക്യാൻസൽ ആവും, r ω² എന്ന് കിടക്കും. അപ്പോൾ AC-യുടെ ഇക്വേഷൻ ഈസ് r ω² ഉണ്ട്. സോ ω² കണ്ടുപിടിച്ചാൽ ഇങ്ങനെ AC/r എന്ന് കിടക്കും. AC-യുടെ വാല്യൂ എവ്വളോ? 9.8. r-ന്റെ വാല്യൂ വാട്ട് ഈസ് r? 20 × 10⁻⁻² എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ആക്ച്വലി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഈ 10⁻⁻² മേലെ കൊണ്ടുപോകണാൽ 98 × 10 എന്ന് വരും, ഡിവൈഡ് ബൈ 20 വരും. അപ്പോൾ ഇവിടെ 0 ക്യാൻസൽ. 98/2 ഈസ് 49 എന്ന് വരും. റെഡി?
അപ്പോൾ ഇത് ആരുടെ വാല്യൂ? ഇത് ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ. ആക്ച്വലി ദിസ് ഈസ് ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ 49. ദാറ്റ് മീൻസ് ഒമേഗ ഇസ് ഈക്വൽ ടു 7 radian per second is the answer. Option A is the right answer. So question number 25 okay ആയിരുന്നു. 26ലേക്ക് പോകാം. Question 26ലേക്ക് വരുമ്പോൾ a ball is projected from the ground with a velocity u so that range is maximum. അപ്പോൾ റേഞ്ച് മാക്സിമം എന്ന് വാസിക്കുന്നത് നമുക്ക് അറിയാം. തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രിയിൽ ദ റേഞ്ച് മാക്സിമം. ഇനി രണ്ട് കോളം ഉണ്ട്, കോളം 1ഉം കോളം 2. സോ മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ എനിക്ക് വെലോസിറ്റി അറ്റ് ഹാഫ് ഓഫ് ദി മാക്സിമം ഹൈറ്റ് നമുക്ക് ഡയറക്റ്റായി தெரியாது. രണ്ടാമത് വെലോസിറ്റി അറ്റ് ദി മാക്സിമം ഹൈറ്റ്. വെലോസിറ്റി അറ്റ് ദി മാക്സിമം ഹൈറ്റ് നമുക്ക് തരും. വെലോസിറ്റി മാക്സിമം ഹൈറ്റ് എവിടെ വരും? യു കോസ് തീറ്റ. കാരണം മാക്സിമം ഹൈറ്റിൽ ഹൊറിസോണൽ കമ്പോണന്റ് മറ്റെന്തായിരിക്കും? വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആവും. തീറ്റ നമുക്ക് തരും. തീറ്റ ഈസ് 45. സോ കോസ് 45 എന്ന് വരും. ദാറ്റ് ഈസ് 45ന്റെ കോസ് 45 ഈസ് 1/√2. ഒരു u √2 എന്ന് ആൻസർ വരും. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2ന് ഓപ്ഷൻ എ ദ ആൻസർ വരും. അപ്പോൾ 2ന് ഓപ്ഷൻ എ വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. സോ ഓപ്ഷൻ ബി ഓർ സി. അപ്പോൾ ഓപ്ഷൻ എയും കിടയാതെ ഓപ്ഷൻ ഡിയും കിടയാതെ. ഇനി ബിയും സിയിലും കണ്ടുപിടിക്കണം. അതൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാം. വെലോസിറ്റി അറ്റ് ഹാഫ് ഓഫ് ദി മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഞാനെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ സോ ദിസ് ഈസ് ദ പ്രൊജക്ടൈൽ മോഷൻ. ഞാനെങ്കിൽ അത് വരഞ്ച് കാണിക്കലാമേ. ദിസ് ഈസ് ദ ഇതാണ് പ്രൊജക്ടൈൽ എന്ന് വെച്ചുപോകെ. ക്ലിയർ. അപ്പോൾ ഇത് ക്വസ്റ്റനിൽ കൊടുത്ത വിഷയം വെലോസിറ്റി. ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ് നമുക്ക് தெரிஞ்ச വിഷയമാണ് എച്ച് മാക്സ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? വെലോസിറ്റി അറ്റ് ഹാഫ് ഓഫ് ദി മാക്സിമം ഹൈറ്റ്. ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു ഹാഫ് ഓഫ്, ഇതാണ് എച്ച് മാക്സ് ബൈ 2 എന്ന് വെച്ചുപോകെ. അപ്പോൾ ഇങ്ങനെയുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. ആ പോയിന്റ് ഞാൻ വേണമെങ്കിൽ ഈ പോയിന്റ് എ എന്നും ഈ പോയിന്റ് ബി എന്നും മാർക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള വെലോസിറ്റി വി ബി ഇതാ കണ്ടുപിടിക്കണം. വി ബി ഈസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ആക്ച്വലി ഇതിന്റെ നോർമൽ മെത്തേഡിലേക്ക് പോകണം. നിങ്ങൾക്ക് ഇത് സോൾവ് பண்ண முடியும். ഇക്വേഷൻസ് എല്ലാം ഇങ്ങനെ അവൈലബിൾ ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് യുവിൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ முடியும். അപ്പോൾ അതേക്കാൾ നല്ലത് നിങ്ങൾ കൺസർവേഷൻ ഓഫ് എനർജി ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഇന്നും ഈസിയായി സോൾവ് ചെയ്യാം. കാരണം ഈ പോയിന്റ് എ റെഫറൻസ്, ഈ ലൈൻ റെഫറൻസ് ലൈനായി എടുക്കുമ്പോൾ ഇങ്ങനെ ഏത് എനർജി പെട്ടതായിരിക്കും? കൈനറ്റിക്. പ്രൊജക്ട് ചെയ്യുമ്പോൾ ഉള്ള സ്പീഡ് മൂലമുള്ള കൈനറ്റിക് എനർജി. ഈ പോയിന്റ് ബിയിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള വെലോസിറ്റി മൂലം കൈനറ്റിക് എനർജി ഉണ്ട്. ഈ ഹൈറ്റ് മൂലമുള്ള എന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്താൽ എനർജി അറ്റ് എയും എനർജി അറ്റ് ബിയും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എനർജി അറ്റ് എ എന്നത് ഹാഫ് എം ഇൻറ്റു അങ്ങനെയുള്ള സ്പീഡ് യു. ഇപ്പോൾ ഹാഫ് എം യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ബിയിൽ ആക്ച്വലി ഹാഫ് എം ഇൻറ്റു വി ബി സ്ക്വയർ ഉണ്ട് പ്ലസ് എം ജി എച്ച് മാക്സ് ബൈ 2 ഉണ്ട്. എഫ് ജി എച്ച് മാക്സ് അല്ല, അങ്ങനെയുള്ള ഹൈറ്റ് ഓൾറെഡി ക്വസ്റ്റനിൽ കൊടുത്തിട്ട് എച്ച് മാക്സ് ബൈ 2. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് ഇറ്റ് ഇസ് എച്ച് മാക്സ് ബൈ 2. എച്ച് മാക്സ് ബൈ 2. അപ്പോൾ ഇങ്ങനെ ആരെല്ലാം ക്യാൻസൽ ആവും? ഇങ്ങനെ ആക്ച്വലി ഹാഫ് എല്ലായിടത്തും ഉണ്ട്. അത് കോമൺ എടുത്താൽ ക്യാൻസൽ ആവും. എം എല്ലായിടത്തും ഉണ്ട്, കോമൺ വെച്ചാൽ ക്യാൻസൽ ആവും. മീതിയുള്ള ടൈം ഞാൻ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ഇനി ആരെല്ലാം ഉണ്ട്? ആക്ച്വലി ഇങ്ങനെ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ യു സ്ക്വയർ ഉണ്ട് സീക്വൽ ടു വി ബി സ്ക്വയർ. അത് കണ്ടുപിടിക്കണം. പ്ലസ് എച്ച് മാക്സ്. എച്ച് മാക്സിന്റെ വാല്യൂ എന്താണ്? എച്ച് മാക്സ് ഈസ് യു സ്ക്വയർ, ഒരു ജി ഓൾറെഡി അങ്ങേ ഉണ്ട്. സോ ദിസ് ജിയും കൂടെ എഴുതണം. ജി ഇൻറ്റു എച്ച് മാക്സിന്റെ വാല്യൂ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. തീറ്റ ഈസ് 45. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ ഇങ്ങനെ ജി ജി ക്യാൻസൽ ആവും. അപ്പോൾ വി ബി സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് യു സ്ക്വയർ by 2 into sin square 45. Sin square 45 sin 45 1/√2. അപ്പോൾ അതിന്റെ സ്ക്വയർ 1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 യു സ്ക്വയർ ബൈ 4 ഈസ് വി ബി സ്ക്വയർ. ദെയർഫോർ വി ബി കണ്ടുപിടിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √3 യു ബൈ 2 എന്ന് വരും. √3 യു ബൈ 2. അപ്പോൾ വി ബിയുടെ വാല്യൂ ഹാഫ് ഓഫ് ദി മാക്സിമം ഹൈറ്റിൽ √3 യു ബൈ 2. ദറ്റ് ഈസ് 2ന് ബി ദ ഓപ്ഷൻ. 2ന് സോറി 1ന് 1ന് വെലോസിറ്റി മാക്സിമം ഹൈറ്റ് അല്ലേ? വെലോസിറ്റി അറ്റ് മാക്സിമം ഹൈറ്റ്. സോ ഈ 1ന് ആൻസർ ചെയ്ത് വരും. 1ന് ആൻസർ ഓപ്ഷൻ ബി വരും. അപ്പോൾ 1ന് ഓപ്ഷൻ ബി, 1ന് ഓപ്ഷൻ ബി. ദറ്റ് ഈസ് 1ന് ഓപ്ഷൻ ബി അല്ല, 1ന് കോളം 2ൽ ബി ഇതാ വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കണ്ടുപിടിച്ചാൽ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ദിസ് റൈറ്റ് ആൻസർ. ക്ലിയർ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെലോസിറ്റി എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ചേഞ്ച് ഇൻ ഇറ്റ്സ് വെലോസിറ്റി വെൻ ഇറ്റ്സ് റിട്ടേൺസ് ടു ദ ഗ്രൗണ്ടിലേക്ക് റിട്ടേൺ തിരുമ്പി വരുമ്പോൾ ഉള്ള ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അതും ഈസി ആയിട്ട് ഡെൽറ്റ യു എടുത്താൽ പോലും
സോ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ முடியும். സോ ക്വസ്റ്റ്യൻ നമ്പർ 26 ഓക്കെ ആയിരുന്ന 27ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 27ലേക്ക് വരുമ്പോൾ എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി u1 ഫ്രം എ പോയിന്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. അറ്റ് ദ സെയിം ടൈം അനദർ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കൽ അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി u2 ഫ്രം ദി പോയിന്റ് ബി. വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് u1 ബൈ u2 ഫോർ ബോത്ത് ബോഡീസ് കണ്ടുപിടിക്കണം. നമ്മൾ കൊളൈഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ ചൊല്ലിയെടുക്കുക. ക്ലിയർ? സോ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ അനലൈസ് ചെയ്താൽ ദിസ് ഈസ് ദ ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ ഉണ്ട്. സോ ദിസ് ഈസ് എ പ്രൊജക്ടൈൽ ബോഡി. അതേമാതിരി ഇങ്ങനെ ഒരു വൺ ഡയമെൻഷനലി വെർട്ടിക്കലി ത്രോൺ അപ്വേർഡ് ബോഡി ഉണ്ട്. ദിസ് ഈസ് എ ബോഡി വിച്ച് ഈസ് ത്രോൺ അപ്വേർഡ് വിത്ത് വെലോസിറ്റി u2. അത് ബോഡി ബി. ഇങ്ങനെ ഒരു ബോഡി എ ഉണ്ട് വിച്ച് ഈസ് എ പ്രൊജക്ടൈൽ ബോഡി. ക്വസ്റ്റ്യൻ സ്വന്തം വിഷയം ഇവങ്ങൾ ഈ ബോഡി മൂവ് ചെയ്ത് ഇങ്ങനെ വരും, அந்த டயத்தில் ഈ ബോഡി മൂവ് ചെയ്ത് ഇങ്ങനെ വരും. സോ ഇവങ്ങൾ കൊളൈഡായി എന്ന് ക്വസ്റ്റ്യൻ சொல்லியிருக்கு. അപ്പോൾ കൊളൈഡ് ஆனால் ഇവങ്ങൾ രണ്ടുപേരും കൊളൈഡ് ആകുമ്പോൾ ഇവങ്ങളുടെ മീറ്റിംഗ് ടൈം സെയിം ആയിരിക്കണം. இல்லைன்னா കൊളൈഡ് பண்ண மாட்டேன். രണ്ടുപേരും ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കൊളൈഡ് பண்ணும்போது രണ്ടുപേരുടെയും ആ ഒരു ട്രാവലിംഗ് ടൈം സെയിം ആയിരിക്കും. അപ്പോൾ ഒരു വിഷയം ക്ലിയർ ആണ്, ഈ രണ്ട് ബോഡിക്കും അത് ടി ആയിരുന്നാലും ടി ബി ആയിരുന്നാലും ഇതിന്റെ ടൈം ടി സെയിം ആയിരിക്കും, ട്രാവലിംഗ് ടൈം. ഇനി രണ്ടാമത്തെ വിഷയം പ്രൊജക്ടൈലിനെ പുറത്ത് അതോടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പ്രൊജക്ടൈലിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആയി വൈ. ഇനി അപ്വേർഡ് ത്രോ ചെയ്ത ബോഡിയെ പുറത്ത് ഈ ബോഡിയെ പുറത്ത് അത് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ത്രോ ചെയ്ത ബോഡി പ്രൊജക്ടൈൽ ബോഡിയെ പുറത്ത് അതിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് വൈ എന്ന് കൂപ്പിടാം. ത്രോ ചെയ്ത ബോഡിയെ പുറത്ത് അതോടെ ഡിസ്പ്ലേസ്മെന്റ് വൈ ബി എന്ന് കൂപ്പിടും. ഇത് രണ്ടും എന്നതായിരിക്കണം, സെയിം ആയിരിക്കും. ക്ലിയർ? അപ്പോൾ വൈയുടെ വാല്യൂ ഇങ്ങനെ രണ്ടുപേർക്കും സെയിം ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ എപ്പോഴും കണ്ടുപിടിക്കും? അപ്പോൾ രണ്ടുപേരുടെയും വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വേണം. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്താൽ പോകും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എപ്പോഴും അപ്ലൈ ചെയ്യും? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ബോഡി പ്രൊജക്ടൈലിനെ പുറത്ത് അപ്ലൈ ചെയ്താൽ യു വൈ മീൻസ് യു സൈൻ തീറ്റ അല്ലേ, വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. രണ്ടുപേർക്കും ആക്സിലറേഷൻ മൈനസ് ജി ആണ്, ഹാഫ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ബി മീൻസ് വെർട്ടിക്കലി അപ്വേർഡ് ത്രോ പണ്ണ ബോഡിയാണ്. ആ ബോഡിയെ പുറത്ത് അങ്ങേയും യു വെലോസിറ്റി രണ്ടുപേർക്കും വ്യത്യാസമുണ്ട്. സോ വെലോസിറ്റി ഞാൻ ഇങ്ങനെ യു എന്നാണ്. ഇതിന് ഫസ്റ്റ് ബോഡിക്ക് യു അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ദിസ് ഈസ് u1. രണ്ടാമത്തെ കേസ് എഴുതുമ്പോൾ അങ്ങേ യു ടി പ്ലസ് ഹാഫ് എ ടി യു ഇൻറ്റു അതിന്റെ വെലോസിറ്റി u2 ആണ്, u2 ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതിൽ വ്യത്യാസമില്ല. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയറോ? യെസ്. അപ്പോൾ ഇതെങ്കിൽ കൊണ്ടുവയ്ക്കാം. യെസ്, റെഡി. അപ്പോൾ ഇങ്ങനെ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ രണ്ട് പക്കം ഉണ്ട്. അത് അറേഞ്ച് ചെയ്താൽ ക്യാൻസൽ ആവും. മീതി ഉള്ളത് u1 സൈൻ തീറ്റ ടി ഇസ് ഈക്വൽ ടു u2 ഇൻറ്റു ടി. ടി ക്യാൻസൽ ആവും. നമുക്ക് എങ്കിൽ റേഷ്യോത കണ്ടുപിടിക്കണം, u1 ബൈ u2. അപ്പോൾ u1 ബൈ u2 കണ്ടുപിടിച്ചാൽ 1 ബൈ സൈൻ തീറ്റ എന്ന് കിടക്കും. 1 ബൈ സൈൻ തീറ്റ. ഇനി ക്വസ്റ്റ്യനിൽ എന്നതാണ് നമ്മുടെ ഫിഗറിൽ 60 ഡിഗ്രി കൊടുത്തിട്ട് ഇസ് 1 ബൈ സൈൻ 60. What is sin 60? That is 1 by sin 60 is root 3 by 2. That is 2 by root 3 the answer. So 2 by root 3 option A is the right answer. Clear? Actually ഇത് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കണമെന്ന് ആവശ്യമില്ല. ആക്ച്വലി നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്താൽ ഇത് കണ്ടുപിടിക്കാൻ முடியும். അതായത് ഇங்கே ഞാൻ പ്രൊജക്ടൈൽ കാണിക്കുന്നത്. ദിസ് ഈസ് എ പ്രൊജക്ടൈൽ. റെഡി? അപ്പോൾ നിങ്ങൾ പറയുക ഞാൻ ഇങ്ങേന്ന് ഈ ബോഡിയെ ഇങ്ങേന്ന് പ്രൊജക്ട് ചെയ്തു. പ്രൊജക്ട് ചെയ്യുമ്പോൾ ഈ ബോഡി ഇങ്ങനെ വരും. ഈ ഒരു ബോഡിയെ ഇങ്ങേന്ന് മേലേക്ക് ത്രോ ചെയ്തു. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മീറ്റ് പണണം. അപ്പോൾ നിങ്ങൾ യോസിച്ച് പാരുങ്കിൽ ഈ പ്രൊജക്ടൈലിനെ പുറത്ത് അതിന് ഈ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും ത്രോ ചെയ്ത ബോഡിയെ പുറത്ത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആവണമെന്ന് ഞാൻ ഓൾറെഡി ചൊല്ലിയിരിക്കും. അതുകൊണ്ട് മീനിങ് എന്നതാണ്, ഈ പ്രൊജക്ടൈലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിലേക്ക് കൊണ്ടുപോകുന്ന വെലോസിറ്റി എന്നതാണ്, അത് വെർട്ടിക്കൽ വെലോസിറ്റിയാണ്. അത് ഹൊറിസോണൽ വെലോസിറ്റി ഈ ഹൊറിസോണൽ മോഷന് ഹെൽപ്പ് ചെയ്യും. വെർട്ടിക്കൽ വെലോസിറ്റിയാണ് ഇതിന്റെ മേലേക്കും കീഴേക്കും എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനി രണ്ടാമത്തെ ബോഡിയെ പുറത്ത് ഇതിനെ ഈ ഒരു വൈ ഡിസ്പ്ലേസ്മെന്റ് മൂവ് ഇങ്ങനെ ത്രോ ചെയ്ത ബോഡിയെ പുറത്ത് ഈ മേലേക്ക് കൊണ്ടുപോകുന്ന വെലോസിറ്റി അത് നമ്മൾ ത്രോ ചെയ്ത വെലോസിറ്റി. അപ്പോൾ പ്രൊജക്ടൈലിനെ പുറത്ത് ഈ വൈ ഡിസ്പ്ലേസ്മെന്റ് കാരണം അതുടെ വെർട്ടിക്കൽ വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ വെലോസിറ്റി മീൻസ് ഇങ്ങനെ u1 ആണ്. അപ്പോൾ u1 വെർട്ടിക്കൽ വെലോസിറ്റി ഈസ് u1 സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ബോഡിയെ പുറത്ത് അതിനെ ഡിസ്പ്ലേസ്മെന്റിലേക്ക് കൊണ്ടുപോകുന്ന വെലോസിറ്റി u ആണ്.
അപ്പോൾ ഇങ്ങനെ ആൻസർ ആയി u1 ഇത് u2. അപ്പോൾ u1 by u2 is equal to 1 by sin തീറ്റ എന്ന് ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ എല്ലാം ഇങ്ങനെ ഉണ്ട്, ഈ സെയിം റിസൾട്ട് കിടക്കും. ആക്ച്വലി ഇക്വേഷൻ ഒന്നും അപ്ലൈ ചെയ്യണമെന്നൊന്നും ആവശ്യം കൂടെ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിടക്കും. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ് ഓൺലി. സോ ക്വസ്റ്റ്യൻ നമ്പർ 27 ഓക്കെ ആയിരുന്ന 28ലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 28ലേക്ക് വരുമ്പോൾ എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ദി ഗ്രൗണ്ട് അറ്റ് എ സ്പീഡ് ഓഫ് 10 meter per second മേക്കിംഗ് an angle of 30 degree with the horizontal. Another ball is simultaneously released from a point on the vertical line along the maximum height of the projectile. Both the balls collide with at the maximum height, at the height of the projectile. The initial height of the second ball കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനെ ക്വസ്റ്റ്യൻ കൊടുത്ത വിഷയം ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ പ്രൊജക്ടൈൽ. ഓക്കെ, അപ്പോൾ ഈ ബോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈ ക്വസ്റ്റ്യനിൽ 30 degree ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് ഗിവൺ ആസ് 30 degree. ഇത് കൊടുത്തിരിക്കുക. ഇനി ഒരു വിഷയം, another ball is simultaneously released from a point on the vertical line along the maximum height. അപ്പോൾ അതാ ഈ ഒരു ലൈനിൽ മാക്സിമം ഹൈറ്റിന് ഈ ഒരു ലൈനാണ്. അപ്പോൾ ഈ ഒരു ലൈനിൽ ഇരുന്ന് ഒരു ബോൾ റിലീസ് ആകുന്നു, റിലീസ് പണിയാ സെയിം ടൈമിലാണ് ഇത് റിലീസ് പണിയാച്ച്. റിലീസിങ് മീൻസ് u is equal to 0. സ്വന്തം വിഷയം, ഈ ഫസ്റ്റ് ബോൾ ഈ മാക്സിമം ഹൈറ്റിലേക്ക് വരുമ്പോൾ ഈ പ്രൊജക്ടൈലാണ് ഈ ബോൾ മാക്സിമം ഹൈറ്റിലേക്ക് വരുമ്പോൾ ഈ ബോൾ മൂവ്സ് ചെയ്ത് ഇങ്ങനെ വന്ന് അവങ്ങൾ എന്നാ പണിയാச்சு കൊളൈഡ് പണിയാச்சு. அப்படி கொலைடு பண்ணும்போது அப்போ ஃபர்ஸ்ட் பால் மூவ் செய்து இங்கே வந்தாச்சு. திஸ் இஸ் அ ஃபர்ஸ்ட் பால். அப்போ ഈ സെക്കൻഡ് ബോൾ മൂവ് ചെയ്ത് സെക്കൻഡ് ബോൾ ഈസ് ഓൾസോ മൂവ് ചെയ്ത് ഇங்கே വந்தாச்சு. அவங்க കൊളൈഡ് പണിയാச்சு. ക്ലിയർ? ഫസ്റ്റ് ബോൾ മൂവ് ചെയ്ത് ഇங்கே വരുമ്പോൾ സെക്കൻഡ് ബോളും ഈ ആക്ച്വലി മൂവ് ചെയ്ത് ഇங்கே വന്ന് ഇവങ്ങൾ കൊളൈഡ് പണിയാச்சு. அப்படி വെച്ചാൽ ഈ ഒരു മാക്സിമം ഹൈറ്റ് ആണ് ഫ്രം ദി ഗ്രൗണ്ട്. ഈ ഒരു ഹൈറ്റ് தான் ക്വസ്റ്റ്യനിൽ കേട്ടിருக்கு. അപ്പോൾ മുതലേ നമുക്കൊരു വിഷയം വേണം ഇங்கே. അപ്പോൾ നിങ്ങൾ യോസിച്ച് പറയും ഇங்கேയും அவங்க കൊളൈഡ് பண்ணணும்னா രണ്ടുപേരുടെയും ടൈം സെയിം ആവണം. ടൈംസ് അപ്പോൾ ഈ പ്രൊജക്ടൈലിനെ പുറത്ത് വാട്ട് ഇസ് എ ടൈം ഓഫ് അസൻ. ടൈം ഓഫ് അസൻ മീൻസ് ആ ടൈം നമുക്ക് കിടക്കും. വാട്ട് ഈസ് എ വാല്യൂ? യു സൈൻ തീറ്റ ബൈ ജി ദാ വരും. കാരണം മൊത്തം ടൈം 2u സൈൻ തീറ്റ ബൈ ജി, അതിയുടെ ഹാഫ് ദാ വരും. ഇനി ദിസ് ഈസ് ആക്ച്വലി ഡ്രോപ്പ്ഡ് ബോഡി. അപ്പോൾ ഡ്രോപ്പ്ഡ് ബോഡിയെ പുറത്ത് ഈ ഹൈറ്റ് എപ്പടി കണ്ടുപിടിക്കും? ആ ഹൈറ്റ് പറഞ്ഞാൽ എച്ച് എന്ന് കൂപ്പിടാം. ആ ഡ്രോപ്പ്ഡ് ബോഡിയെ പുറത്ത് ഹൈറ്റ് എപ്പടി കണ്ടുപിടിക്കും? ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു ഹൈറ്റ് എച്ച്. ടൈം കണ്ടുപിടിച്ചാൽ ടൈമിന്റെ ഫോർമുല റൂട്ട് ഓഫ് 2h ബൈ ജി തന്നെ. അപ്പോൾ അവിടെ നിന്ന് എച്ച് കണ്ടുപിടിച്ചാൽ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2h ബൈ ജി എന്ന് വരും. സോ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ ബൈ 2 എന്ന് വരും. ക്ലിയർ? ജി ടി സ്ക്വയർ ബൈ 2. അപ്പോൾ ഈ ഡ്രോപ്പ്ഡ് ബോഡിയെ പുറത്ത് അതുടെ ഹൈറ്റ് എച്ച് എപ്പടി കണ്ടുപിടിക്കും? എച്ചിന്റെ ഫോർമുല നമുക്ക് தெரிஞ்ச വിഷയമാണ്. സോ എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ഈസ് എ ഫോർമുല. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു വാട്ട് ഈസ് ടി. ടി നമുക്ക് தெரியும். അതായത് ഈ ബോൾ ഇங்கே വരുമ്പോൾ അതേ ടൈമിലാണ് ഇത് ഇங்கே വരുന്നത്. ടൈം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കും. അതെന്നത് വരും? ഇറ്റ് ഈസ് 2 ഇங்கே ഇല്ല, ഹാഫ് തന്നെ. അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി. കാരണം ടിക്ക് സ്ക്വയർ ഉണ്ട്. സോ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇവിടെ ജി സ്ക്വയർ ഉണ്ട്. സോ സ്ക്വയർ ചെയ്യുമ്പോൾ ഓരോ ജി ക്യാൻസൽ ആവും, 2g എന്ന് വരും. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി. വാട്ട് ഈസ് ദിസ് വാല്യൂ? ഈ വാല്യൂ നമുക്ക് தெரிஞ்ச വിഷയം. ഞാനിപ്പോൾ കണ്ടുപിടിച്ചത് ആർക്കാണ്? കണ്ടുപിടിച്ചത് ഡ്രോപ്പ്ഡ് ബോഡിക്കാണ്. നമുക്ക് കിടച്ച ഈ എച്ച് വാല്യൂ ആണ്. ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ. അപ്പോൾ ഞാൻ എച്ച് കണ്ടുപിടിക്കുമ്പോൾ ഡ്രോപ്പ്ഡ് ബോഡിയുടെ എച്ച് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിടച്ച വാല്യൂ എച്ച് മാക്സ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അതോടെ മീനിങ് എന്നതാണ്. അപ്പോൾ ഇവങ്ങൾ കൊളൈഡ് പண்றதுக்கு ഈ ബോൾ ഇங்கே വന്ന് ഈ ഡ്രോപ്പ്ഡ് ബോളുമായി കൊളൈഡ് പண்றதுக்குള്ള കണ്ടീഷൻ ഈ ഹൈറ്റ് രണ്ടും എന്നതാവണം, ഈ എച്ച് മാക്സും ഈ ഹൈറ്റും സെയിം ആവണം. അപ്പോൾ ഇനിമേ ഇതേമാതിരി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ സോൾവ് പണി കണ്ടുപിടിക്കുന്ന ആവശ്യമില്ല, ഈ റിസൾട്ട് മൈൻഡിൽ വേണം. അപ്പോൾ എന്നതാണ്? ഈ ബോൾ മൂവ് ചെയ്ത് പ്രൊജക്ടൈലാണ് ബോർഡ് ത്രോ ചെയ്ത് ഇங்கே വരുമ്പോൾ ഈ ബോളും ഇங்கே വന്ന് മീറ്റ് പண்றதுக்குള്ള കണ്ടീഷൻ ഈ രണ്ട് ഹൈറ്റും എന്നതാവണം, സെയിം ആവണം. ആ ഹൈറ്റ് ആണ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി എല്ലാ വാല്യൂസും ഉണ്ട്. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിടക്കും. സോ ഞാൻ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് പണി കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. യുവിൻ്റെ വാല്യൂ ആക്ച്വലി 10 ആണ്. സോ 10 സ്ക്വയർ ഈസ് 10 into 10. സൈൻ സ്ക്വയർ തീറ്റ ഈസ് 30 degree. സോ സൈൻ സ്ക്വയർ തീറ്റ ഈസ് 1/4 വരും. 4
into 2 Ju is 2 into 10. So inge 10 cancel. That is 10 by 2 5 varum. So 5 by 4 is 10 by 5 by 4. 5 by 4 varum. 10 by 4 means 2.5 varum. 2.5. Sorry, 1.2, 2.5. Yes, correct. 10 by 4. 10 by 4 varum. 2.5. So 2.5 meter എന്ന് കിടക്കും. So 2.5 ആൻസർ അല്ല, 2.5 എന്നാണ്. ഈ ഒരു ഹൈറ്റ് ആണ് 2.5. ബട്ട് ഈ രണ്ട് ഹൈറ്റ് എന്നത് സെയിം ആണ് നമ്മൾ சொல்லியிருக்கு. സോ ടോട്ടൽ ഹൈറ്റ് എவ்வளோ ആകും? 2.5 plus 2.5, that is 5 meter എന്ന ആൻസർ കിടക്കും. 5 meter is the right answer. So question number 28 ഓക്കെ ആയിരുന്നു. നമുക്ക് ഇന്നേക്ക് ഈ ഡിസ്കഷൻ ഇതുവരേക്കും പോതും. ഇതൊരു നെക്സ്റ്റ് ഫേസ് ഒരു സെക്കൻഡ് പാർട്ട് ഇനിമേ വരുവാങ്ക. സോ അപ്പോൾ ഇന്നും അധികം ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് பண்ணலாம். താങ്ക് യു.